97 വർഷமாக കേൾക്കുന്നു. ഏകദേശം 97 വർഷങ്ങൾ കൊണ്ട് കേൾക്കുന്നു. 1923-24 ആണ്ടിൽ இந்த சபையானது சிலோன் கொலம்போ என்ற பட்டணத்தில் பாஸ்டர் போளால் தேவன் ஸ்தாபித்தார். 1923-24 വർഷത്തിൽ ശ്രീലങ്കയിലെ കൊളംബോ എന്ന പട്ടണത്തിലാണ് പാസ്റ്റർ പോൾ നിമിത്തം ഈ സഭ ദൈവം സ്ഥാപിച്ചത്. இன்றைக்கு 97 வருடமாகிவிட்டது. ഇന്ന് 97 സംവത്സരമാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. தேவன் நம்முடைய ஊழியத்தை மட்டும் பாதுகாத்தார். ദൈവം നമ്മുടെ വേലയെ ഇത്രത്തോളം ஊழியத்தை அழிக்கும்படியா ഈ വേലയെ നശിപ്പിക്കേണ്ടതിന് கிட்டத்தட்ட எந்த அறிவின்படி 8 விதமான பெரிய யுத்தங்கள் வந்தது. എന്റെ അറിവ് പ്രകാരം ഏകദേശം 8 വലിയ യുദ്ധങ്ങൾ നേരിട്ടിട്ടുണ്ട്. അത് பெரிய ஒரு யுத்தம் தான். 62 ആണ്ടിലെ യുദ്ധം. അതിലൊരു വലിയ യുദ്ധമാണ് 62 വർഷം നടന്ന യുദ്ധം. പഴയ വിശ്വാസികൾക്ക് தெரியும். പഴയ വിശ്വാസികൾക്ക് അറിയാം. 62 ആണ്ടിലെ യുദ്ധം. 62 വർഷത്തിലെ യുദ്ധം. മറ്റുള്ള സഭയാർ சொல்றாங்க. മറ്റു സഭക്കാർ പറഞ്ഞു സിപിഎം ചത്തു. സിപിഎം മരിച്ചുപോയി. ഇനി സിപിഎം തല തൂക്ക முடியும். ഇനി സിപിഎമ്മിന് തല പൊക്കാൻ പറ്റില്ല. ഉണ്മതാണ്, സത്യമാണ്. അவ்வளவு பெரிய പോരാട്ടം. അത്ര വലിയ പോരാട്ടമായിരുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആനാലും കൂടെ പരിശുദ്ധവാൻകൾ திறப்பிலே நின்று கண்ணீர் விட்டு சாப்பிடாமல் இரவு പകലാകെ അടിച്ചു ചെപിത്താർ. എന്നാൽ വിശുദ്ധന്മാര് ഇടിവിൽ നിന്നുകൊണ്ട് രാക്കാലങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോളം ഉപവസിച്ച് കണ്ണുനീരോടുകൂടെ വിശ്വാസികൾ, അനേക വിശ്വാസികൾ, പഴയ വിശ്വാസികൾ இந்த സഭയ്ക്കാക നെഞ്ചും നെറ്റിയും കൊടുത്ത് തന്റെ രക്തത്തെയും തണ്ണീരെയും വിട്ട് പണത്തെ ചെലവ് പണിന വിശ്വാസികൾ. ഈ സഭയ്ക്ക് വേണ്ടി അവരുടെ നെഞ്ചും നെറ്റിയും കൊടുത്ത് തങ്ങളുടെ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് പണത്തെ ചെലവാക്കി അധ്വാനിച്ച ദൈവമാണ്. എത്രയോ നാളുകൾ രാത്രി തൂക്കമില്ല, രാത്രി പകൽ ഉറക്കമില്ല, സാപ്പാടില്ല, ഭക്ഷണമില്ല. എനിക്ക് സാപ്പാട് വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട. സഭ ഇപ്പടിയായി വിട്ടത്, ദൈവസഭ ഇങ്ങനെയായി പോയത്, ദൈവസഭ ഇപ്പടിയായി വിട്ടത്, ദൈവസഭ ഇങ്ങനെയായി പോയത്. എപ്പടിതാൻ തൂങ്ങ മുടിയും, എനിക്ക് എങ്ങനെ ഉറങ്ങുവാൻ കഴിയും, എപ്പടിതാൻ സാപ്പിട, എനിക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയും. എനിക്ക് സാപ്പാട് വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട. യാര്? വിശ്വാസികൾ. ആരാണ് വിശ്വാസികൾ? ഊഴിയர்கள், ശുശ്രൂഷകൾ. അഴുത് ജപിത്താർ, അവരെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവരുടെ എല്ലാം ജപത്തിൻ പതിലാണ്, അവരുടെ എല്ലാ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. ഊഴിയത്തെ പാതുകാത്തു. ദൈവം ഈ വേലയെ സൂക്ഷിച്ചു. ദേവജനമേ, നാം നമ്മുടെ സഭയ്ക്കാകെ ജപിക്കണം. ദൈവമക്കളെ, നാമും നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര പേർ ഞാൻ ജപിപ്പേൻ എന്ന് തീരുമാനമെടുക്കാൻ പോകുന്നു? എത്ര പേർ ഞാൻ ഇനി പ്രാർത്ഥിക്കുമെന്ന് തീരുമാനമെടുക്കാൻ പോകുന്നു? ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നാം ജപിക്കണം, നാം പ്രാർത്ഥിക്കുക. 10 നീതിമാൻകൾ ഇരുന്നാൽ ഞാൻ இந்த தேசத்தை அழிக்க மாட்டேன் சொன்னதா தேவாதி தேவன் சொல்லுகிறார். இந்த சபையை நான் அழிக்க மாட்டேன். 10 നീതിമാൻകൾ ഇരുന്നാൽ പോലും. 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ ദേശത്തെ ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവ് പറയുകയാണ്. 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ഈ സഭയെ നശിപ്പിക്കുകയില്ല. നാം ഒരു നീതിമാന്റെ ഗണത്തിൽ, നീതിമാന്റെ കൂട്ടത്തിലാകലാമോ? നമുക്ക് ആ നീതിമാന്റെ കൂട്ടത്തിലാകാമോ? ജപിക്കുന്നവരുടെ കൂട്ടത്തിലാകലാമോ? പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിലാകാൻ പറ്റുമോ? നാം ജപിക്കാം. എങ്ങനെ നാം പ്രാർത്ഥിക്കണം? യൂദர்கள் ജപിത്താർ, യഹൂദന്മാർ പ്രാർത്ഥിച്ചു. വരപ്പോകുന്നതാണ് ഉപദ്രവ കാലത്തിന്റെ 2ാം പകുതിയിൽ, വരുവാൻ പോകുന്ന ഉപദ്രവകാലത്തിന്റെ 2ാം ഭാഗത്ത് ആലയത്തെ തീർച്ചപ്പെടുത്തിനാൻ അന്തിക്രിസ്തു. എതിർ ക്രിസ്തു ആലയത്തെ അശുദ്ധമാണ്. അപ്പോൾ 1,44,000 യൂദர்கள், അതായത് ഇസ്രായേൽ മക്കൾ, 1,44,000 യഹൂദന്മാർ, അതായത് ഇസ്രായേൽ ജനം നെടുവീർപ്പിട്ട് കരഞ്ഞു. അവർക്കാകെ അളവില്ല, അവർക്ക് വേണ്ടി കരഞ്ഞില്ല. കുടുംബത്തിനാകെ അളവില്ല, കുടുംബത്തിന് വേണ്ടി കരഞ്ഞില്ല. മക്കൾക്കായി പ്രാർത്ഥിച്ചു. പണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. തന്റെ സ്വയം നിലമേക്കാകെ അളവില്ല, സ്വന്തം നിലവാരം അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. എസെക്കിയേൽ 9-ാം അധികാരം 4, 5, 6, 7 വചനങ്ങൾ വീടുകളിൽ പോയി വാസിക്കുക. പ്രവചനം 9-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വീട്ടിൽ നമ്മുടെ പൂർവ്വപിതാക്കൾ നമുക്ക് നന്നാകെ ചൊല്ലി തന്നതാണ് സത്യങ്ങൾ. ഇതെല്ലാം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് നന്നായിട്ട് പറഞ്ഞു തന്ന സത്യങ്ങളാണ്. ഇപ്പൊ ഇതൊന്നും കേൾക്കുന്നില്ല, ഇപ്പോൾ ഇതൊന്നും കേൾക്കുന്നില്ല. അത് സത്യം തന്നെ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അത് വായിച്ചു നോക്കുക. BC 171 179 വരെ, 179 71 വരയ്ക്കും ആളുക ചെയ്ത സിറിയ രാജാവാൻ അന്ത്യോക്യ എപ്പിഫാനസ്. BC 179 മുതൽ 171 വരെ ഭരിച്ചതായ ഭരണകർത്താവാണ് അന്ത്യോക്യ എപ്പിഫാനസ്.
അവനക്ക് 2300 നാൾക്കൾ കൊടുത്തதாக വേദത്തിൽ വാസിக்கிறோம். അവന് 2300 ദിവസങ്ങൾ കൊടുത്തതായി ബൈബിളിൽ വായിക്കുന്നു. ദാനിയേൽ 8-ാം അധികാരം 13-14 വചനങ്ങൾ. ദാനിയേൽ 8-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. 2300 നാൾക്കൾ, 2300 ദിവസം, 6 വർഷം 4 മാസം 20 നാൾ മറ്റും. 6 വർഷവും 4 മാസവും 20 ദിവസവും. 7 വർഷത്തെ കണക്കില്ല, 7 വർഷത്തെ കണക്കല്ലത്. അത് 2552 നാൾക്കൾ, അത് 2552 ദിവസമാണ്. ഇത് 6 വർഷം 2300 നാൾക്കൾ, ഇത് 2300 ദിവസമാണ്. ദാനിയേൽ 8-ാം അധികാരം 13-14 വചനങ്ങളിൽ വായിക്കുന്നു. ദാനിയേൽ 8-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. സിറിയ ദേശത്തിലിരുന്ന് സിറിയ ഒരു രാജ്യത്തിൽ ചെറു കൊമ്പാനത് മുളയ്ച്ചു വന്നത്. ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അവൻ അന്ത്യോക്യ എപ്പിഫാനസ്. അവനാണ് അന്ത്യോക്യ എപ്പിഫാനസ്. അവൻ ദേവാലയത്തെ തീട്ടുപെടുത്തിന. അവൻ ദേവാലയത്തെ അശുദ്ധമാക്കി. 40,000 യൂതറുകളെ പരിതാപ നിലമയിൽ കൊണ്ടുപോട്ട. 40,000 യഹൂദന്മാരെ പരിതാപകരമായ അവസ്ഥയിൽ കൊന്നുകളഞ്ഞു. ആനാലും ദേവൻ യൂതറുകളെ പാതുകാത്തു. എങ്കിലും ദൈവം യഹൂദന്മാരെ എപ്പിടി ദേവാലയത്തെ തീട്ടുപെടുത്തി. എങ്ങനെ ദൈവാലയത്തെ അശുദ്ധമാക്കി? അശുദ്ധ രക്തത്തിനാൽ തീട്ടുപെടുത്തി. അശുദ്ധ രക്തം കൊണ്ടാണ് ദേവാലയത്തിൽ 3 വിധமான രക്തത്തെ കൊണ്ടുവരലാം അനുമതി ഉണ്ട്. ദൈവാലയത്തിൽ 3 വിധത്തിലുള്ള രക്തങ്ങൾ കൊണ്ടുവരുവാനേ അനുവാദമുള്ളൂ. അംഗീകരിക്കപ്പെട്ട 3 രക്തം. അംഗീകരിക്കപ്പെട്ട 3 വിധ രക്തം. മാടിൻ രക്തം. ഒന്ന് കന്നുകാലിയുടെ രക്തം. ഒരു മാടെ കൊണ്ടുവന്ന് ബലിസെലുത്തലാം. ഒരു കന്നുകാലിയെ കൊണ്ടുവന്ന് നമ്മുടെ യാഗം അർപ്പിക്കാം. രണ്ടാമത് ആടെ കൊണ്ടുവന്ന് ബലിസെലുത്തലാം. ആടിൻ രക്തം. രണ്ടാമത് ആടിനെ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കാം. ആടിന്റെ രക്തം. മൂന്നാമത് പ്രാവ് കൊണ്ടുവന്ന് ബലിസെലുത്തലാം. പ്രാവിൻ രക്തം. മൂന്നാമത് പ്രാവിനെ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കാം. പ്രാവിന്റെ രക്തം. പന്തിയെ കൊണ്ടുവരലാകാതെ. പന്നിയെ കൊണ്ടുവരരുത്. പന്തിയാനത് ഇസ്രായേൽ മക്കൾക്ക് അറുവറുപ്പാനത്. പന്നി എന്നുള്ളത് ഇസ്രായേൽ മക്കൾക്ക് മ്ലേച്ഛമായി. ഇറച്ചി ഇസ്രായേൽ മക്കൾ സാപ്പിടക്കൂടാ. ഇസ്രായേൽ ജനം പന്നി ഇറച്ചി കഴിക്കുകയില്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കാരണം അത് അസൈപ്പോടാത്ത മൃഗം. എന്തുകൊണ്ടെന്നാൽ അത് അയവിറക്കാത്ത മൃഗം. വിരിക്കുളം വിരുന്നാലും അസൈപ്പോടാത്ത മൃഗം അശുദ്ധமான മൃഗം. 2 കുളമ്പ് അല്ലെങ്കിൽ കുളമ്പ് പിളർന്നതാണ് എങ്കിൽ തന്നെയും അത് അയവിറക്കുകയില്ല. അതുകൊണ്ട് അത് അശുദ്ധ മൃഗമാണ്. ലേവ്യരാഗമം 11-ാം അധികാരം 3-ാം വചനത്തിൽ ഇരുന്ന് വാസിക്കും. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിക്കും. അപ്പൊ അന്ത്യോക്യ എപ്പിഫാനസ് ഈ അന്തിயின் രക്തത്തിനാൽ ദേവരുടെ ആലയത്തെ തീട്ടുപെടുത്തിന. അന്ത്യോക്യ എപ്പിഫാനസ് പന്നിയുടെ രക്തം കൊണ്ട് ദൈവാലയത്തെ അശുദ്ധമാക്കി. അതുപോലെ ഇനിയും എഴുമ്പ പോകുന്നതാണ് ദേവാലയം. ഇനി പണിയാൻ പോകുന്നതായ ആ ദേവാലയം. മക്കൾ ആലയം കെട്ടുവാർ. ഇസ്രായേൽ ജനം ആലയം പണി. അതിനെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം ചരിത്ര പകുതിയാക അനേകർക്ക് തെരിയും. അതിനെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം ചരിത്ര ഭാഗമായിട്ട് അറിയാം. ദേവാലയം കെട്ടപ്പെടും. അതിവേഗം ആ ആലയം പണി. അപ്പടി കെട്ടപ്പെടും എന്നെങ്ക ഇருக்கு വസനം. അങ്ങനെയൊക്കെ പണി എന്നെവിടാണ് വാക്യം? വെളിപ്പെടുത്തൽ 11-ാം അധികാരം 2, 3, 4 വസനം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 2, 3, 4 പ്രാകാരത്തെ ഞാൻ വിട്ടുകൊടുത്ത്. ഞാൻ അപ്രാകാരം വിട്ടുകൊടുത്തു. പ്രാകാരത്തെ നീ അളക്ക വേണ്ട. പ്രാകാരത്തിന് സ്ഥലത്തെയും മഹാപരിശുദ്ധ സ്ഥലത്തെയും അളപ്പായ. വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും അവർ ആലയം കെട്ടുവാർ. അവർ ആലയം പണി. அந்த ആലയം 3.5 வருடம் ദേവാലയം ആരാധിച്ചു കൊണ്ടിരിപ്പാർ. 3.5 സംവത്സരം ആലയത്തിൽ ദൈവിക ആരാധന. 3.5 വർഷത്തിക്ക് പിറകു. 3.5 വർഷത്തിന് ശേഷം. முதலாம் ഉപദ്രവത്തിക്ക് പിറകു. 1-ാം ഉപദ്രവത്തിന് ശേഷം. കണ്ടികളാ ഈ അന്ത്യക്രിസ്തു ദേവാലയത്തിൽ അവന്റെ സ്വരൂപത്തെ കൊണ്ടുവന്ന് വെക്കാം. എതിർ ക്രിസ്തു ഈ ദേവാലയത്തിൽ അവന്റെ പ്രതിമ കൊണ്ടുവന്ന് വെക്കും. ഞാനാണ് ദേവൻ. ഞാനാണ് ദൈവം. എന്നെ താൻ ആരാധിക്കണം. എന്നെ ആരാധിക്കണം. എന്റെ സ്വരൂപത്തെ താൻ ദേവൻ ആരാധിക്കണം. ഈ പ്രതിമയെ വേണം നിങ്ങൾ ആരാധിക്കുക. அப்படி പല വിധത്തിൽ ആലയത്തെ തീട്ടുപെടുത്തും. ഇങ്ങനെ പല വിധത്തിൽ അവൻ ആലയത്തെ അശുദ്ധമാക്കും. അപ്പോൾ 144,000 ഇസ്രായേൽ മക്കൾ യൂതറുകൾ അഴുത്തു പുലമ്പുവാർ. അപ്പോൾ 144,000 യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം കരഞ്ഞു നിലവിളി. ഗോത്രത്തിൽ നിന്ന് 12,000 പേര് ദേവൻ മുദ്രയിട്ടതാക വെളിപ്പെടുത്തൽ 7-ാം അധികാരത്തിൽ വാസിക്കുന്നു. ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേരെ വെച്ച് ദൈവം മുദ്രയിട്ടതായിട്ട് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ വായിക്കുന്നു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഈ 144,000 യൂതറുകൾ, ഈ ഇസ്രായേൽ മക്കൾ, ഈ 144,000 യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം നെടുവീർപ്പിട്ട് കരഞ്ഞു. അതാണ് നമ്മുടെ വിഷയം. അതാണ് നമ്മുടെ വിഷയം. ദേവാലയത്തെ തീട്ടുപെടുത്തുകയാണ്. ദൈവാലയത്തെ മലിനമാക്കുന്നു. ഇത് പരിശുദ്ധ ദേവാലയമല്ല. ഇത് വിശുദ്ധ ദൈവാലയമല്ലയോ? പരിശുദ്ധ ദേവനുക്ക് തീട്ടില്ലയേ. വിശുദ്ധ ദൈവത്തിൽ ഒരു മാലിന്യമില്ല. പാപമില്ലയേ. അവനിൽ പാപമില്ല. പാപം അറിയാത്തവർ, അവൻ പാപം അറിയാത്തവൻ, പാപമില്ലാത്തവർ, പാപം ചെയ്യാത്തവർ, അന്ന ദേവനുടെ ആരാധന സ്ഥലത്തെ തീട്ടുപെടുത്തുകയാണ്. ആ ദൈവത്തിന്റെ ആരാധനാലയത്തെ അശുദ്ധമാക്കും എന്ന് ചൊല്ലി അവർ കുടിക്കാമലും കുളിക്കാമലും അല്ലെങ്കിൽ തൂങ്ങാമലും ഇളപ്പാറയിൽ ഇല്ലാമൽ ഫലം വിനാറുകൾ പെരുമൂച്ചു വിട്ടഴുതാറ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് ഭക്ഷണം കഴിക്കാതെ
കഴിക്കാതെ ഒന്നും കുടിക്കാതെ ഉറങ്ങാതെ അവർ വിശ്രമിക്കാതെ നെറ്റിയിൽ അടയാളം പോട് എന്ന് சொன்னார். അവരുടെ നെറ്റിയിൽ അടയാളം ഇടുവാൻ കൽപ്പിച്ചു. അടയാളം പോട്ടവர்கள் தான் 144,000 ഇസ്രായേൽ മക്കൾ. അങ്ങനെ മുദ്ര കിട്ടിയവരാണ് 144,000. വെളിപ്പെടുത്തൽ 7-ാം അധികാരത്തിൽ വാസിക്കുന്നു. അവരെ കുറിച്ച് വെളിപ്പാട് 7-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഇതുപോലെ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് ദൈവാലയത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, ജയജീവിതത്തിന്, ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നാം അഴുത്ത് പുലമ്പണം. നാം കരഞ്ഞ് പ്രാർത്ഥിക്കണം. കുറ്റം ചൊല്ലുവതല്ലേ, കുറ്റം പറയുന്നതല്ല. നീ എവിടെയാ മരുന്നെടുത്ത്, നീ എന്തിനാ മരുന്നെടുക്കുന്നത്, ബുദ്ധി ഇരിക്കാ, നിനക്ക് ബോധമുണ്ടോ, അതല്ല അവൻ തിരുപ്പി കേൾക്കണം, ഉനക്ക് ബുദ്ധി ഇരിക്ക, തിരിച്ചു ചോദിക്കാൻ നിനക്ക് ബുദ്ധിയുണ്ടോ, അതല്ല നമുക്കുൾ വാഗ്വാദമില്ലേ, നമ്മുടെ ഇടയിൽ വാഗ്വാദമില്ല, തർക്കമില്ലേ, നമ്മുടെ ഇടയിൽ തർക്കമില്ല. ഓടിനതും പ്രയാസപ്പെട്ടതും വീണാകാതെ പഠിക്കുക, ക്രിസ്തുവിൻ നാളിൽ പുകഴ്ചയുണ്ടാകെ. ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകാതെ ക്രിസ്തുവിന്റെ നാളിൽ പുകഴ്ച ലഭിക്കേണ്ടതിനാണ്. തിരുവചനത്തെ പിടിച്ചുകൊണ്ട് ചുടലുകളെ പോലെ പ്രകാശിക്കുന്ന നിങ്ങൾ, തിരുവചനത്തെ പിടിച്ചുകൊണ്ട് പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്ന നിങ്ങൾ പരിശുദ്ധവാന്കളും കുറ്റമറ്റവരും ഖണ്ഡിക്കപ്പെടാത്തവരുമായി നിൽപ്പതற்கு എല്ലാവരെയും മുറുമുറുപ്പില്ലാമലും തർക്കിപ്പില്ലാമലും ചെയ്യും. നിങ്ങൾ അനിന്ത്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കള മക്കളും ആകേണ്ടതിനെല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുകയും. ഫിലിപ്പിയർ 2-ാം അധികാരം 14-16 മുടി. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിന്റെ 14 മുതൽ സഭയിൽ മുറുമുറുപ്പിലാകാം, ദൈവസഭയിൽ പിറുപിറുപ്പുണ്ടാകരുത്, വാഗ്വാദമുണ്ടാകരുത്, സന്ധ്യയുണ്ടാകരുത്. അതേസമയം ഒരു സഭയുടെ പരിശുദ്ധം കുറഞ്ഞു പോകുന്നത്, ദൈവമേ സഭയുടെ വിശുദ്ധി കുറഞ്ഞു പോകുന്നു, സഭയുടെ ജയജീവിതം കുറഞ്ഞു പോകുന്നു. ദേവസഭ ഇരുക്ക വേണ്ടി നിലമയിൽ ഇരുക്ക വേണ്ടുമേ, ദൈവസഭ കാണപ്പെടേണ്ട അവസ്ഥയിൽ കാണപ്പെടണമേ. ദേവസഭ എപ്പടി ഇരിക്കണം, ദൈവസഭ എപ്രകാരം കാണപ്പെടണം. 12-ാം അധികാരത്തിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ പോലെ കാണപ്പെടണം. 12-ാം അധ്യായത്തിലെ സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ പോലെ കാണപ്പെടണം. ആ വെളിപ്പെടുത്തുന്ന 12-ാം അധികാരത്തിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീയാണവൾ താൻ പുതിയ ഏർപ്പാട്ട് സഭ. 12-ാം അധ്യായത്തിലെ സൂര്യനെ അണിഞ്ഞ സ്ത്രീയാണ് പുതിയ നിയമസഭ. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. വ്യാഖ്യാനങ്ങൾ അർത്ഥങ്ങളെല്ലാം നമ്മുടെ പുസ്തകത്തിൽ പരിശുദ്ധവാന്കൾ അച്ചടിക്കപ്പെട്ടത്. അതിന്റെ വ്യാഖ്യാനവും അർത്ഥവും എല്ലാം പുസ്തക രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1974-ാം ആണ്ട്, 1974-ാം വർഷം അടയാളം നമ്മുടെ 2 പരിശുദ്ധവാന്കൾ, ഒന്ന് പാസ്റ്റർ എ.സി. തോമസ്, അവരുടെ നമ്മുടെ 2 വിശുദ്ധന്മാർ, പാസ്റ്റർ എ.സി. തോമസും പാസ്റ്റർ സി. ജോണും, അവർ ഒരുവരോട് പേശിക്കൊണ്ടാണ്. അവർ തമ്മിൽ സംസാരിച്ചു. ഞാനപ്പോ പാസ്റ്റർ എ.സി. തോമസ് ഗവനിച്ചുകൊണ്ടിരുന്നു. ഞാൻ പാസ്റ്റർ എ.സി. തോമസിനെ ശുശ്രൂഷിക്കുകയായിരുന്നു. കാലിലെല്ലാം கொஞ்சம் എണ്ണ പോട്ട് ഞാൻ തടവിക്കൊണ്ടേയിരുന്നു. കാലിൽ അല്പം എണ്ണ ഇട്ടിട്ട് ഞാൻ തിരുമിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ 2 പേരും പേസലാണ്. അപ്പൊ 2 പേരും സംസാരിക്കുന്നു. ബ്രദർ தான் கூப்பிடுவாங்க. അവര് ബ്രദർ എന്നാണ് അങ്ങോട്ടും സീജോനെ കൂപ്പിടുறாங்க, അയ്യാവെ കൂപ്പിടുறாங்க ബ്രദർ. സീജോൺ അല്ലെങ്കിൽ അയ്യാവിനെ വിളിക്കുന്നത് ബ്രദർ എന്നാണ്. നാം ഇപ്പൊ ഊഴിയം ആരംഭിച്ച് ഊഴിയത്തേക്ക് വന്ന് കിട്ടപ്പെട്ട ഞാൻ 37 വർഷമായി. ഞാനിപ്പോൾ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് ഏകദേശം 37 വർഷമായി. 1935 നവംബർ 27-ാം തീയതി ഏസിയപ്പച്ചനെ ഊഴിയത്തേക്കാക ദേവൻ വേർപിരിച്ച. 1935 നവംബർ 27-ാം തീയതിയാണ് ഏസിയപ്പച്ചനെ ശുശ്രൂഷയ്ക്കായി കർത്താവ് വേർതിരിച്ചത്. നാം ഇങ്ങോട്ടും നാം இந்த அளவுக்கு இந்த ஊழியத்தை വളർത്തിനോ, നാം ഇത്രത്തോളം ഈ വേലയെ വളർത്തി, നമ്മുടെ ഊഴിയം വളർന്നു വിട്ടു, നമ്മുടെ ഈ വേല വളർന്നു. എന്നാൽ നമ്മുടെ കാലத்துக்கு பிறகு, നമ്മുടെ കാലശേഷം ഇനി നാം 1-2 വർഷത്തേക്കുള്ള നാമും കർത്തൃക്കുൾ പോയി വിടുവോ? 1-2 വർഷത്തിനുള്ളിൽ നാമും കർത്താവിന്റെ അടുക്കൽ പോകും. നിങ്ങളും ബലഹീന, ഞാനും ബലഹീന. നിങ്ങൾ ബലഹീനനാണ്, ഞാനും ബലഹീനനാണ്. രോഗം. അടുത്ത തലമുറ, ഇത് നിങ്ങൾ ഗവനിക്കണം, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത തലമുറ നാം പ്രസംഗം പണിനതുപോലെ, നാം പ്രസംഗിച്ചതുപോലെ സിയോനെ കുറിച്ച് പ്രസംഗം പണുവാർകളാ? സിയോനെ കുറിച്ച് പ്രസംഗിക്കുമോ? യെരുശലേമെ കുറിച്ച് പ്രസംഗം പണുവാർകളാ? യെരുശലേമിനെ കുറിച്ച് പ്രസംഗിക്കുമോ? സഭയെ കുറിച്ച് പ്രസംഗം പണുവാർകളാ? സഭയെ കുറിച്ച് പ്രസംഗിക്കും. ദൈവിക സുഖത്തെ കുറിച്ച് പ്രസംഗം പണുവാർകളാ? ദൈവിക സൗഖ്യത്തെ, വേർപാട് ജീവിതത്തെ കുറിച്ച് പ്രസംഗം പണുവാർകളാ? വേർപാട് ജീവിതത്തെ കുറിച്ച് പ്രസംഗിക്കുമോ? മുற்றிலும் പരിശുദ്ധമാക്കപ്പെടുതൽ എന്ന വിഷയത്തെ കുറിച്ച് പ്രസംഗം പണുവാർകളാ? സമ്പൂർണ്ണ വിശുദ്ധീകരണം എന്ന വിഷയത്തെ കുറിച്ച് പ്രസംഗിക്കുമോ? അവർക്കാക
അവർക്ക് വേണ്ടി നാം എന്നാ മെറ്റീരിയൽ வைத்திருக்கிறோம். നാം എന്താണ് അവർക്ക് വേണ്ടി ചരിച്ചു വെച്ചിരിക്കുന്നത്? ചില പാട്ടെല്ലാം കിട്ടിയിരിക്കും. ചില പാട്ടൊക്കെ പഴയ എഴുതിയിട്ടുണ്ട്. പാട്ടെല്ലാം പാടുക എല്ലാ ഉപദേശങ്ങൾ. പഴയ പാട്ടൊക്കെ പാടിയ എല്ലാം ഉപദേശമാണ്. சிந்தையில் பரிசுத்தமுள்ளவர்களே சீயோனில் வாசம் பண்ணுகிற 144,000 என்று நாம் பாடுகிறோம். ചിന്തയിൽ വിശുദ്ധിയുള്ളവരാണ് സിയോനിലെ 144,000 എന്ന് നാം പാടുന്നു. പാട്ടുണ്ട്. അങ്ങനെ പാട്ടുണ്ട്. ഇപ്പൊ അധികം ആ പാട്ടൊന്നും പാടുകറില്ല. ഇപ്പോൾ ആ പാട്ടൊന്നും അധികാരം പാടുന്നില്ല. ഇപ്പൊ കാണ്ടാമൃഗം പാട്ടുക. കാണ്ടാമൃഗത്തിന്റെ പാട്ട് இல்லையா? தேவனுக்கு ஏதும் பாடட்டும். എന്തെങ്കിലും பழைய பாட்டு பாடுங்க. പഴയ പാട്ട് പാടണം. ஒரு எழுப்புதல் உண்டாகணும். ഒരു ഉണർവുണ്ടാകണം. പരിശുദ്ധത്തിൻ വൈരാഗ്യം ഉണ്ടാകണം. വിശുദ്ധിയുടെ തീക്ഷ്ണത ഉണ്ടാകണം. അതിൽ പരിശുദ്ധം ഉണ്ടാകണം. വിശുദ്ധി ഉണ്ടാകണം. ഓൾഡ് ഈസ് ഗോൾഡ്. പഴയതാണ് പൊന്ന്. ഓൾഡ് ഈസ് ഗോൾഡ്. ഓൾഡ് ഈസ് ഗോൾഡ്. പഴയ പാട്ട് தான் പാട്ട്. പഴയ പാട്ടാണ് പാട്ട്. പുതിയ പാട്ട് വേണ്ട എന്ന് ഞാൻ சொல்லுகிறது. പുതിയ പാട്ട് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ദൈവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോ നാം என்ன செய்திருக்கோம்? നാം എന്താണ് ചെയ്തിരിക്കുന്നത്? നമുക്ക് കഷ്ടം தான். നമുക്ക് കഷ്ടമുണ്ട്. കാരണം അടയാറ് ലാൻഡ് വാങ്ങി കെട്ടിടം കെട്ടി ഒരുപാട് പണ കഷ്ടം தான். അടയാറിൽ സ്ഥലം മേടിച്ച് കെട്ടിടമൊക്കെ പണിതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ലോക്കൽ സഭകളെ ഗവനിക്കണം. അതുപോലെ ലോക്കൽ സഭകളെ ശ്രദ്ധിക്കണം. ദൈവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പണപ്രശ്നം தான். പണത്തിന് ബുദ്ധിമുട്ടുണ്ട്. കഷ്ടത്തിൻ മധ്യയില് കഷ്ടത്തിന്റെ മധ്യേ പ്രസ്സിന് വേണ്ടി ഒരു ലാൻഡ് വാങ്ങണം. ഒരു സ്ഥലം മേടിക്കണം. പക്കത്തിൽ ഒരു ലാൻഡ് വരും. അടുത്തൊരു സ്ഥലമുണ്ട്. എപ്പോഴെങ്കിലും വാങ്ങണം. അതെങ്ങനെയെങ്കിലും വാങ്ങണം. 4 ഗ്രൗണ്ട്. 4 ഗ്രൗണ്ടാണ്. അതാ കൽപ്പനാഭ നഗറിലെ നമ്മുടെ എല്ലാം പ്രസ് ഇരിക്കുന്ന അത് അടയാറിലെ ലാൻഡ്. ആ അടയാറിലെ പ്രസ് കാണപ്പെടുന്ന സ്ഥലം. ഒരു പ്രസ് വാങ്ങില്ല. ഒരു പ്രസ് വാങ്ങി. ഒരു പഴയ പ്രസ്സാണ്. അതെല്ലാം കളത്തി മണ്ണെണ്ണ ഊറ്റി നല്ല ക്ലീൻ പണി ഞങ്ങളെല്ലാം ക്ലീൻ பண்ண ഏസിയപ്പച്ചന് വന്ന് കൂടെ ഇരുന്ന് അതെല്ലാം ബ്രഷ് വെച്ചിട്ട് ക്ലീൻ பண்ணிட்டே ഇരുപ്പാം. അത് ആ യന്ത്രമെല്ലാം അഴിച്ച് മണ്ണെണ്ണയെല്ലാം ഒഴിച്ച് അത് ശുദ്ധീകരിച്ച് ഞാനത് കഴുകി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ് ഏസിയപ്പച്ചൻ അടുത്ത് വന്ന് എടുത്ത് വെപ്പാറ്. ഓരോന്നും എടുത്തെടുത്ത് പുറത്ത് വെക്കും. അപ്പോഴും വാഞ്ച് അത്രത്തോളം ആഗ്രഹം. ഏതാ இந்த മിഷൻ ഓടി ഈ യന്ത്രം പുസ്തകങ്ങൾ പ്രിന്റ് பண்ணணும். ഈ യന്ത്രത്തിൽ പുസ്തകം അച്ചടിക്കും. തലമുറയ്ക്ക് ഏതാവത് ചെയ്ത് വെക്കണം. അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കണം. ദൈവത്തിന് മഹത്വം. 4 പുസ്തകം പ്രിന്റ് ചെയ്യാൻ. 4 പുസ്തകം അച്ചടിച്ചു. ഏസിയപ്പച്ചൻ 2 പുസ്തകം. 2 പുസ്തകങ്ങൾ. ഒന്ന് ബുക്ക് ഓഫ് റെവലേഷൻ വെളിപ്പെടുത്തുന്ന വിശേഷ വ്യാഖ്യാനം. ഒന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം. രണ്ടാമത് പിന്മാരി മഴ ലെഫ്റ്റ് റൈറ്റ്. രണ്ടാമത് പിന്മാരി മഴ. അതുക്കുള്ള പരിശുദ്ധവാൻ അക്കരെ നാട്ടിൽ ചേർന്ന് അതിനുള്ളിൽ ആ വിശുദ്ധൻ അക്കരെ നാട്ടിൽ പോയി ചേർന്നു. സി ജോൺ 2 പുസ്തകത്തെ പ്രിന്റ് ചെയ്യുന്ന. സി ജോൺ 2 പുസ്തകം എഴുതി. ഒന്ന് മനുഷ്യനെ നിത്യ വാഴ്ച. ഒന്ന് മനുഷ്യന്റെ നിത്യ ജീവിതം. രണ്ടാമത് ആശ്രയിപ്പ് കൂടാതെ. രണ്ടാമത് സമാഗമന കൂടാതെ. 7 ചിന്ന ചിന്ന ബുക്ക്ലെറ്റ്. പിന്നെ 7 ചെറിയ പുസ്തകങ്ങൾ. പുതിയ ഏർപ്പാട്ട് സഭ, പുതിയ നിയമസഭ, നടത്തിപ്പ്. ഇവർ ദൂതകൾ താന. ഇവർ ദൂതന്മാരോ. സിയോൻ മലയിൽ 144,000 പേർ. സിയോൻ മലയിൽ 144,000 പേർ. ഇനി ഒരു 3 പുസ്തകം. ഇനി മറ്റൊരു 3 പുസ്തകങ്ങൾ. 7 ബുക്ക്ലെറ്റ് പ്രിന്റ് பண்ணாங்க. അങ്ങനെ 7 പുസ്തകം എഴുതി. അതോടെ പാസ്റ്റർ സി ജോണും അക്കരെ നാട്ടിൽ പോന്ന. അതോടെ പാസ്റ്റർ സി ജോണും അക്കരെ നാട്ടിൽ. 1977 ജനുവരി മാസം 13-ാം തീയതി അവരും അക്കരെ നാട്ടിൽ പോയി ചേർന്നു. 1977 ജനുവരി മാസം 13-ാം തീയതി താനും അക്കരെ നാട്ടിൽ. ഏസിയപ്പച്ചൻ മരിച്ചത് 76 ജൂൺ മാസം 21-ാം തീയതി. ഏസിയപ്പച്ചൻ മരിച്ചത് 76 ജൂൺ 21. സി ജോൺ മരിച്ചത് 77 ജനുവരി മാസം 13-ാം തീയതി. പാസ്റ്റർ സി ജോൺ മരിച്ചത് 77-ാം ആണ്ട് ജനുവരി മാസം 13-ാം. അതൊക്കെ പിറകെ അതിനുശേഷം പാസ്റ്റർ എസ്.ബി. അനസ്റ്റ് വന്നു. ദൈവത്തിന് മഹത്വം. അവൻ அந்த இடத்துல ஒரு ஷெட் கட்டினான். താൻ ആ സ്ഥലത്ത് ഒരു ഷെഡ് പണിതു. പരിശുദ്ധവാന്കളുടെ அந்த വാഞ്ചയെ നാം നിറവേറ്റ வேண்டும். വിശുദ്ധന്മാരുടെ ആഗ്രഹം നമുക്ക് പൂർത്തീകരിക്കണം. അതുവരെയ്ക്കും ഉപദേശങ്ങളെല്ലാം ടൈപ്പ് അടിച്ച കോപ്പി ഇരുന്നത്. അതുവരെ ഉപദേശങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത ഒരു കോപ്പി ഉണ്ടായിരുന്നു. ആ സാൽവിനക്ക് ദേവൻ വെളിപ്പെടുത്തിയ സത്യങ്ങൾ, സാൽവിന് ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ ടൈപ്പ് അടിച്ച കോപ്പികൾ ഇരുന്ന് ടൈപ്പ് ചെയ്ത കോപ്പികൾ ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടുവന്ന് അത് പുതിയ പ്രസ് എല്ലാം വാങ്ങി, പുതിയ അച്ചടിശാലയൊക്കെ വാങ്ങി. പഠിച്ചാലും നല്ല പ്രസ്, പഴയതാണെങ്കിലും അത് നല്ല ഒരു പ്രസ്. ഒരു പ്രിന്റിൽ 16 പക്കം പ്രിന്റ് ആവും. ഒറ്റ പ്രിന്റിൽ 16 പേജ് പ്രിന്റ് ചെയ്യാം. 4 പക്കം പ്രിന്റ് ചെയ്യും. അതിന്റെ 4 വശത്തും പ്രിന്റ് ചെയ്യും. അപ്പടിപ്പെട്ട മെഷീൻ വാങ്ങി, അങ്ങനെയുള്ള യന്ത്രം വാങ്ങി
இந்த புஸ்தகங்களெல்லாம் பிரிண்ட் பண்ணி ഈ പുസ്തകങ്ങളൊക്കെ പ്രിന്റ് ചെയ്തു. அதுக்கு பிறகு അതിനുശേഷം பாஸ்டர் T.U. തോമസ് വந்தார். പക്ഷേ T.U. തോമസ് വന്നു. அவர் ഹെഡ് ക്വാർട്ടേഴ്സ് ഇരുമ്പിലിയൂർക്ക് മാറ്റിனார். താൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരുമ്പിലിയൂരിൽ കൊണ്ടുവന്നു. ഇരുമ്പിലിയൂരിൽ 3 നില കെട്ടിടത്തെ കെട്ടിனார். ഇരുമ്പിലിയൂർ ഒരു 3 നില കെട്ടിടം. വീണ്ടും പുതിയ മെഷീൻ വാങ്ങി. വീണ്ടും പുതിയ മെഷീൻ വാങ്ങി. കളർ മെഷീൻ വാങ്ങി. മെഷീൻ വാങ്ങി. ഇപ്പോൾ നമുക്ക് 47 പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് 47 പുസ്തകങ്ങളുണ്ട്. ഇംഗ്ലീഷിലും തമിഴിലും. മലയാളത്തിൽ അത് 39 പുസ്തകം. മലയാളത്തിൽ 39 പുസ്തകങ്ങൾ. ഇനി അവർ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദേവനുക്ക് മഹിമ. 14 പുസ്തകങ്ങൾ ഉപദേശ പുസ്തകങ്ങൾ. 14 പുസ്തകങ്ങൾ ഉപദേശ പുസ്തകങ്ങളാണ്. 14 പുസ്തകങ്ങൾ ഉപദേശ പുസ്തകം. 14 ഉപദേശ പുസ്തകങ്ങളാണ്. നിങ്ങൾ തമിഴ് ഇംഗ്ലീഷ് എടുത്ത് പാരുங்க. തമിഴും ഇംഗ്ലീഷും എടുത്ത് നോക്കി. പിൻപകുതിയിൽ അതിന്റെ പിൻഭാഗത്ത് പുസ്തകങ്ങളുടെ പേരെഴുതി ഒന്നൊക്കെ എ എന്ന് പൊട്ടുന്നു. ചിലതിൽ എ എന്നുള്ളത് ഉപദേശ പുസ്തകങ്ങൾ. എ എന്നുള്ളത് ഉപദേശ പുസ്തകങ്ങൾ. ബി പുസ്തകങ്ങൾ 3. ബി പുസ്തകങ്ങൾ 3 ചരിത്ര പുസ്തകം. അത് ചരിത്രമാണ്. ഇതര പുസ്തകങ്ങൾക്ക് സി എന്ന് പോട്ടു. മറ്റിതര പുസ്തകങ്ങൾക്ക് സി എന്നിട്ടിരിക്കും. ലൂത്തിൻ പുസ്തകം, ദാനിയേലിൻ പുസ്തകം, ആശീർവദിപ്പ് കൂടാരം, മനുഷ്യന്റെ നിത്യജീവിതം, ഇപ്പോഴപ്പെട്ട എഫേസ്യ നിരൂപം, ഇപ്പോഴപ്പെട്ട പുസ്തകങ്ങളെല്ലാം ഇതര പുസ്തകം. ഇതെല്ലാം ഇതര പുസ്തകങ്ങൾ. ദൈവത്തിന് 47 പുസ്തകമുണ്ട്. ഇങ്ങനെ 47 പുസ്തകം. ദേവജനമേ, നിങ്ങൾ ദയവ് ചെയ്ത് ഉപദേശ പുസ്തകങ്ങൾ വാങ്ങി പഠിക്കും. ദൈവമക്കളെ, നിങ്ങൾ ദയവായി ഉപദേശ പുസ്തകങ്ങൾ വാങ്ങി വായിക്കണം. ബൈബിൾ വാസിക്കുന്നത് പോലെ. ബൈബിൾ വായിക്കുന്നത് ബൈബിൾ വാസിക്ക വേണ്ട എന്ന് ചൊല്ലുന്നത്. ബൈബിൾ വായിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ആരോ വാട്സാപ്പിൽ പോട്ട് വിട്ടു. M.T. തോമസ് சொல்லுகிறார், ബൈബിൾ വായിക്കുക വേണ്ട, ഉപദേശ പുസ്തകം വാസിച്ചാൽ പോതുമെന്ന്. M.T. തോമസ് പറയുന്നത് ബൈബിൾ വായിക്കേണ്ട, ഉപദേശ പുസ്തകം വായിച്ചാൽ മതി. അത് തിരുത്തി ഞാൻ சொல்லுகிறேன். അത് ഞാൻ തിരുത്തി പറയുകയാണ്. പോടുന്നവங்க ഒഴുങ്കാ പോടുங்க. വാട്സാപ്പിൽ ഇടുന്നവർ നന്നായിട്ട് ഇടണം. ബൈബിൾ വാസിക്കണം. ബൈബിൾ വായിക്കണം. അതോടെ അതിന്റെ കൂടെ ഉപദേശ പുസ്തകങ്ങൾ വാസിക്കണം. ഉപദേശ പുസ്തകങ്ങളും വായിക്കണം. മനസ്സിലായോ? മലയാളത്തിൽ ഒരു മൊഴിയുണ്ട്, പഴമൊഴി. എന്ന മൊഴി? മനസ്സിലാകാതെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായതും കൂടെ മനസ്സില്ലാതെ കേട്ട മനസ്സിലായോ. വിളങ്ങാമൽ വിളങ്ങിയാച്ച എന്ന് சொன்னால் വിളങ്ങിയതും കൂടെ വിളങ്ങാമൽ പോയിവിടും. വിളങ്ങിയാച്ച മലയാളത്തിൽ പ്രകാരം ഒരു പഴഞ്ചൊല്ലുണ്ട്. ദൈവത്തിന് മഹത്വം. മനസ്സിലാകാതെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായതും കൂടെ മനസ്സിലാകാതെ പോയിവിടും. മനസ്സിലായോ? മനസ്സിലാകാത്തത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ആട്ടിട്ടേ ഇരിക്കും. ചിലർ വെറുതെ തല കുലുക്കിക്കൊണ്ടിരിക്കും. ഒന്നുമേ വിളക്കാറില്ല, ഒന്നും മനസ്സിലായില്ല. ദൈവത്തിന് മഹത്വം. നീ തലയാട്ടിനാൽ വിളങ്ങിയതും കൂടെ വിളങ്ങാமல் പോയി. തല വെറുതെ തല കുലുക്കിയ മനസ്സിലായതും കൂടെ മനസ്സിലാകാതെ. ഉപദേശ പുസ്തകങ്ങൾ പഠിക്കുക. ദയവായിട്ട് ഉപദേശ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുക. പരിശുദ്ധമായ ഹൃദയത്തിൽ നമ്മുടെ വിശുദ്ധന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹം. രണ്ടുപേരും പേശുന്നത് ഞാൻ കാതിൽ കേട്ടവൻ. അവർ രണ്ടുപേരും സംസാരിച്ച് എന്റെ കാതുകൊണ്ട് ഞാൻ കേട്ടതാണ്. തോമസിനെ അനുഗ്രഹിച്ചു. 1976 ജൂൺ മാസം 20-ാം തീയതി ഞായറാഴ്ചക്കിഴமை பிற்பகல் 5 മണിക്ക് എന്നെ കൂപ്പിട്ട് തലയിൽ കൈവയ്ത്ത് ആശീർവദിച്ചു. 1976 ജൂൺ മാസം 20-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് എന്നെ വിളിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഒരു 15-20 നിമിഷം എന്നൊക്കെയോ തൊല്ലി തലയാട്ടി എനിക്കാക ജപിച്ച. ഒരു 15-20 മിനിറ്റ് എന്തൊക്കെയോ പറഞ്ഞ് എന്റെ തല പിടിച്ച് കുലുക്കി. ഒരു കാര്യം ചൊല്ലാം, നീ എന്നിൽ നിന്ന് കറ്റുകൊണ്ട സത്യത്തെ നീ ചൊല്ല വേണ്ടി. ഒരു കാര്യം തന്നോട് പറഞ്ഞു, നീ എന്നിൽ നിന്ന് പഠിച്ച സത്യങ്ങളെ നീ സംസാരിക്കണം. അപ്പോൾ അത് ഞാൻ നിനച്ച എപ്പിടിതാൻ ചൊല്ല മുടിയും. അപ്പോൾ ഞാൻ ചിന്തിച്ച് എങ്ങനെ പറയാൻ കഴിയും? ഏകപ്പെട്ട സത്യങ്ങൾ ചൊല്ലി, അനേക സത്യങ്ങൾ താൻ പറഞ്ഞു തന്നു, ചരിത്രങ്ങൾ ചൊല്ലി, അനേക ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് താൻ എന്റെ പ്രസംഗത്തിൽ അപ്പോത് അവരുടെ പേര് ചൊല്ലി ഞാൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് എന്റെ പ്രസംഗത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്റെ പേര് ചൊല്ലി പറയുന്നത്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആകിയാൽ ദേവജനങ്ങളെ, അതുകൊണ്ട് ദൈവമക്കളെ, 1974 ഒക്ടോബർ മാസം എന്ന് നിലയ്க்கிறேன். അവർ മാലെ അധികം 12 മണിക്ക് രണ്ടുപേരും 20 പേശിക്കൊണ്ടിരുന്നു. 1974 ഒക്ടോബർ മാസം 24-ാം തീയതി ആണെന്ന് തോന്നുന്നു. അവർ രണ്ടുപേരും ഒരു വൈകുന്നേരം സംസാരിക്കുകയായിരുന്നു. ആകയാൽ അവരുടെ വാഞ്ചയെ ദൈവം നിറവേറ്റുന്നു. ആകയാൽ അവരുടെ ആഗ്രഹത്തെ ദൈവം നിറവേറ്റും. ഉപദേശ പുസ്തകങ്ങൾ നമുക്കുണ്ട്, അനേക ഉപദേശ പുസ്തകങ്ങൾ നമുക്കുണ്ട്. അതെല്ലാം വാങ്ങി വായിക്കണം. നമ്മുടെ കുടുംബ ജപത്തിൽ നിങ്ങളത് ക്ലാസ് എടുക്കുന്നത് പോലെ ഒരു 10 പക്കമാവത് പഠിച്ച് പിള്ളകൾക്ക് ചൊല്ലിക്കൊടുക്കുക. നിങ്ങളും പഠിക്കും. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളുടെ ഒരു ക്ലാസ് എടുക്കുന്നത് പോലെ ഒരു 10 പേജ് വായിച്ച് നിങ്ങളും വായിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഇത് അലക്ഷ്യമാക്കരുത്. അപ്പോൾ നാമേ
കർത്തയുടെ വരേക്ക് എന്തായിത്തല്ലോ. അപ്പോൾ നമുക്ക് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഇന്ത്യക്ക് ഇന്ന് അപ്പടിപ്പെട്ട ചില ഉപദേശ സത്യങ്ങളെ ബോധിക്കണം എന്ന് ഇന്ന് അങ്ങനെയുള്ള ചില ഉപദേശങ്ങൾ പ്രബോധിപ്പിക്കണം. വരികയിൽ യാർ എടുത്തുകൊള്ളപ്പെടും. കർത്താവിന്റെ വരവിൽ ആരാണ് എടുത്തുകൊള്ളപ്പെടുന്നത്? പലരും പല വിധത്തിൽ ചൊല്ലുവാറുണ്ട്. പലരും പല വിധത്തിൽ പറയും. ചിലർ ചൊല്ലുവാന്ന് രക്ഷിക്കപ്പെട്ട എല്ലാവരും എടുത്തുകൊള്ളപ്പെടുവാറുണ്ട്. ചിലർ പറയുന്ന രക്ഷിക്കപ്പെട്ട എല്ലാവരും എടുത്തുകൊള്ളപ്പെടും. ഇല്ല, അങ്ങനെയല്ല. അതൊന്നും വേദത്തിൽ ആധാരമില്ല. അതിനൊന്നും വചനത്തിൽ അടിസ്ഥാനമില്ല. വേദവസന വെളിച്ചത്തിൽ ചില സത്യങ്ങൾ നാം ചിന്തിപ്പോമാ. തിരുവചന വെളിച്ചത്തിൽ ചില സത്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. മുതലാമത് നിങ്ങൾ വിളങ്ങിക്കൊള്ള വേണ്ടിയ ഒരു സത്യം, ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം, ഈ അഭിഷേകം പറ്റവരിൽ 3 ഗ്രൂപ്പ് ഉണ്ട്. അഭിഷേകം പ്രാപിച്ചവരിൽ 3 കൂട്ടരുണ്ട്. ഊഴിയറുകളിലും 3 ഗ്രൂപ്പ് ഉണ്ട്. ശുശ്രൂഷകരിലും ഈ 3 കൂട്ടരുണ്ട്. വിശ്വാസികളിലും 3 ഗ്രൂപ്പ്. വിശ്വാസികളിലും 3 കൂട്ടരുണ്ട്. അത് പൊതുവാக ഞാൻ തന്നെ അഭിഷേകം പറ്റവരിൽ 3 ഗ്രൂപ്പ്. അതുകൊണ്ടാണ് പൊതുവായിട്ട് ഞാൻ പറഞ്ഞത് അഭിഷേകം പ്രാപിച്ചവരിൽ 3 കൂട്ടം. ഇത് യേശു ക്രിസ്തു சொன்ன, ഇത് യേശു ക്രിസ്തു പറഞ്ഞു, പരിശുദ്ധ യോവാൻ சொன்ன, വിശുദ്ധ യോഹന്നാൻ പറഞ്ഞു, ദാവീദ് சொன்ன, ദാവീദും പറഞ്ഞു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. യോവാനുடைய ദർശന പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്ന വിശേഷത്തിൽ, യോഹന്നാൻ ദർശനം കണ്ട വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്ന 19-ാം അധികാരം 12-ാം അധികാരത്തെ വാസിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ, അത് പുതിയ ഏർപ്പാട്ട് സഭയിൽ ഞാൻ சொன்னேன், ഉങ്ങൾക്കും தெரியும். പുതിയ നിയമസഭയിൽ ഞാൻ പറഞ്ഞുവല്ലോ, നിങ്ങൾക്കും അറിയാം. അത് നമ്മുടെ വിശ്വാസികൾക്ക് യാർക്കും സന്ദേഹമില്ല. അതിൽ നമ്മുടെ വിശ്വാസികൾക്ക് ആർക്കും ഒരു സംശയവുമില്ല. നിങ്ങൾ വെളിപ്പെടുത്തുന്ന വിശേഷം എന്റെ പുസ്തകത്തെ വാങ്ങി പഠിക്കും. വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനം എന്നുള്ള പുസ്തകം മേടിച്ച് വായിച്ചു നോക്കും. പരിശുദ്ധവാങ്ങൾ നിരൂപിച്ചിരിക്കാം. നമ്മുടെ വിശുദ്ധന്മാർ അത് തെളിയിച്ചിരിക്കുന്നു. ഏതോ ഒരു പ്രസംഗം പണിത് മറ്റുമല്ല, ചുമ്മാ എന്തോന്ന് പ്രസംഗിച്ചതല്ല. വെളിപ്പെട്ട സത്യത്തെ കിട്ടിയ സത്യങ്ങൾ ഡിബൈറ്റാക അനേകരോട് വാദിച്ച് സ്ഥാപിക്കാം. എഴുത്തുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം അനേകരുമായിട്ട് നടത്തി താനത് തെളിയിച്ചു. അന്ധകാലത്തിലെ പെരിയ സഭ തലവറുകളോ, ആ കാലത്തെ വലിയ സഭാ നേതാക്കന്മാരോ, இந்த സത്യത്തെ ഇപ്പടി ദേവൻ വെളിപ്പെടുത്തി, എനിക്ക് ഈ സത്യം ഇപ്രകാരം ദൈവം വെളിപ്പെടുത്തി. നിങ്ങൾ എന്ത് പറയും? അവരെന്തെങ്കിലും മറുപടി അതിന് മറുപടിയായി, അത് അപ്പടിയില്ലേ ഇപ്പടിയാച്ച്, അതങ്ങനെയല്ലല്ലോ ഇങ്ങനെയാണ്. അപ്പൊ നിനക്ക് വെളിപ്പെട്ട സത്യം മേന്മയാണ് സത്യം. അപ്പോൾ അവരും തിരിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് വെളിപ്പെട്ട സത്യം അത് ശ്രേഷ്ഠമായ സത്യം. നീ ജീവിച്ചുകൊൾ ജനങ്ങളേക്കും ചൊല്ലിക്കൊടുക്കും. അതുപോലെ നിങ്ങൾ ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ ജനങ്ങൾക്കും പറഞ്ഞു. വെളിപ്പെട്ട സ്ഥാപിച്ച സത്യങ്ങൾ താൻ നാം ബോധിക്കുന്ന സത്യങ്ങൾ. അങ്ങനെ എഴുത്തുകളിൽ കൂടെ വാദപ്രതിവാദം നടത്തി തെളിയിച്ചതായ സത്യങ്ങളാണ് ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നത്. ഈ സത്യങ്ങൾ നിങ്ങൾ വേറെ എന്ത് പുസ്തകത്തിലും എന്ത് ഡിക്ഷണറിയിലും എന്ത് കമാൻഡിലും പാർക്ക മുടിയാതെ. ഈ സത്യങ്ങൾ നിങ്ങൾക്ക് മറ്റ് ഏതൊരു പുസ്തകത്തിലോ അല്ലെങ്കിൽ ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ കമന്ററിയിലോ വായിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് മഹത്വം. എത്രയോ പേർക്ക് സത്യത്തെ എതിർക്കാറ്, എത്രയോ പേര് സത്യത്തെ എതിർക്കുന്നുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എതിർക്കുന്നവർ എതിർത്ത് കൊള്ളട്ടെ. അനുസരിച്ച് ജീവിക്കുന്നവർ അനുസരിച്ച് ജീവിക്കുക. എതിർക്കുന്നവരെ ഒന്നും നമുക്ക് പോയി തിരുത്തിക്കൊണ്ടുവരാൻ കഴിയില്ല. ദൈവത്തിന് മഹത്വം. കടലിൽ നിന്ന് കാറ്റ് വീശുന്നത്, കടലിൽ നിന്ന് കാറ്റ് വീശുന്നത്, കാറ്റ് തട ചെയ്യത്തക്കവൻ ഈ കാറ്റിനെ തടയുവാൻ കഴിയുന്നത് ആർക്കെങ്കിലും പറ്റുമോ? കാറ്റടിച്ചുകൊണ്ടേയിരിക്കും, കാറ്റടിച്ചുകൊണ്ടേയിരിക്കും, തിരകൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ മേർക്കിലിരുന്ന് കാറ്റ് വരുന്നത്, പടിഞ്ഞാറ് നിന്ന് കാറ്റ് വരുന്നു. അല്ല മെറീന ബീച്ചിൽ പോന്നാൽ കിഴക്കിലിരുന്ന് കാറ്റ് വരും. എന്നാൽ മെറീന ബീച്ചിൽ പോയ കിഴക്ക് നിന്നാണ് കാറ്റടിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അങ്ങ് മെറീന ബീച്ചിൽ നമ്മൾ കൂട്ടങ്ങൾ നടത്തുമ്പോൾ, അവിടെ മെറീന ബീച്ചിൽ നമ്മൾ ഇങ്ങനെയുള്ള യോഗങ്ങൾ നടത്തുമ്പോൾ കിഴക്കിലിരുന്ന കാറ്റ് വീശി, കിഴക്ക് നിന്ന് കാറ്റടിക്കും. ഇപ്പൊ പായല്ല ഇന്ത്യയിൽ ചുരുണ്ടു പോകും. ഇവിടെ നിന്നാണ് ചുരുണ്ടു പോകുന്നത്. അത് മേർക്കിലിരുന്ന കാറ്റ്. എന്തുകൊണ്ട്? പടിഞ്ഞാറൻ കാറ്റാണ്. മേർക്കിലിരുന്ന് കാറ്റ് വീശുന്നതും വടക്കിലിരുന്ന് കാറ്റ് വീശുന്നതും തെക്കിലിരുന്ന് കാറ്റ് വീശുന്നതും കിഴക്കിലിരുന്ന് വീശുന്നതും ദേവൻ കാറ്റുക്ക് കട്ടളയിട്ട. തെക്ക് നിന്ന് കാറ്റ് വീശുവാനും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും ഒക്കെ കാറ്റ് വീശുവാൻ ദൈവം കാറ്റിനോട് കൽപ്പിച്ചു. 1-ാം അധികാരം 4-ാം വചനത്തെ വാസിക്കുമ്പോൾ, എഹെസ്കേൽ 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, വടദിശയിലിരുന്ന് പുസൽ കാറ്റ് പോലെ ഒരു കാറ്റ് വീശുന്നതാക വാസിക്കും. വടക്കേ ദിക്കിൽ നിന്ന് കൊടുങ്കാറ്റിന് സമാനമായ ഒരു കാറ്റടിച്ചു. അത് പരിശുദ്ധാവിക്ക് നിഴൽ, അത് പരിശുദ്ധാത്മാവിന് നിഴൽ. ആനപടിയിനാൽ പരിശുദ്ധാവിന് അഭിഷേകം പറ്റ ദേവജനങ്ങളെ 3 പിരിച്ച് വേദം ചൊല്ലുகிறது. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിച്ച ദൈവമക്കളെ 3 വിഭാഗമായി തിരിച്ചുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകും. വെളിപ്പെടുത്തുന്ന 12-ാം അധികാരം, വെളിപ്പാട്
വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വചനം. 5-ാം വാക്യം. അത് ആൺപിള്ള എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. അവിടെ ആൺകുട്ടി എന്ന് എഴുതിയിരിക്കുന്നു. ഒരു ഗ്രൂപ്പ് ആൺപിള്ള, ഒരു കൂട്ടര് ആൺകുട്ടിയാണ്. 5-ാം വചനത്തിൽ. 5-ാം വാക്യത്തിൽ அதுக்கு ஏ குரூப் என்று நான் சொல்லுவேன். അതിന് ഞാൻ എ ഗ്രൂപ്പ് എന്ന് പറയുന്നു. இனியும் അടുത്ത ഗ്രൂപ്പ്, അടുത്ത ഗ്രൂപ്പ് 17-ാം വചനത്തിൽ, 17-ാം വാക്യത്തിൽ, അതേ അധികാരം 17-ാം വചനത്തിൽ അതേ അധ്യായം 17-ാം വാക്യത്തിൽ മറ്റവർകൾ എன்ற ഒരു ഗ്രൂപ്പ് ഉണ്ട്. മറ്റുള്ളവർ എന്നൊരു കൂട്ടരുണ്ട്. മറ്റവർകൾ സന്തതിയിൽ ശേഷിപ്പുള്ളവർ. ആ മറ്റവർകൾ എന്നത് ബി ഗ്രൂപ്പ്. ആ ശേഷിപ്പുള്ളവർ അത് ബി ഗ്രൂപ്പാണ്. ഇനി സന്തതി എன்ற ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇനി സന്തതിയിൽ മറ്റൊരു കൂട്ടരുണ്ട്. അത് സി ഗ്രൂപ്പ്. അത് സി ഗ്രൂപ്പാണ്. സി ഗ്രൂപ്പ് കൈവിടപ്പെടും. സി ഗ്രൂപ്പ് കൈവിടപ്പെട്ടു. ക്രിസ്തുവോട് ചേർന്ന് ഇത് ക്രിസ്തുവിനോട് 666 മുദ്രയെ ധരിച്ചുകൊള്ളും. 666 മുദ്രയെ ഏൽക്കും. അവർ ഇപ്പോൾ മരിച്ചു പോന്നാൽ, അവരിപ്പോൾ മരിച്ചു പോയാൽ അവർ സണ്ടയെ പോട്ട് വഴക്കുണ്ടാക്കി പരിശുദ്ധമില്ലാமல் വിശുദ്ധിയില്ലാതെ വാഗ്വാദങ്ങൾ പണി വാഗ്വാദം ചെയ്ത് സഭയിൽ പിരിവിനെ ഉണ്ടാക്കി സഭയിലും ഭിന്നത ഉണ്ടാക്കി കേവലപ്പെടുത്തി വേദനിപ്പിച്ച് அவங்க ഇറந்து വിടുறாங்க. മരിച്ചു പോകുന്നു. അത് സി ഗ്രൂപ്പ്. അത് സി ഗ്രൂപ്പാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஏ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് சண்டை போட மாட்டான். വഴക്കുണ്ടാക്കില്ല. ஏசியப்பச்சன் சொல்லுவார், ഏസി അപ്പച്ചൻ പറയും, வாய் தண்ணியூத்தி ജീവിக்கிற பரிசுத்தவான். അവർ വായിൽ വെള്ളമൊഴിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാർ. അതായത് വായി തുറക്ക മാട്ടാൻ. അതായത് വായി തുറക്കില്ല. என்ன സംഭവിച്ചാൽ, എന്ത് സംഭവിച്ചാൽ വായി തുറക്ക വായി തുറക്കില്ല. அந்த മുറുമുറുക്ക മാട്ടാൻ. അവർ പിറുപിറുക്കില്ല. അവർ തങ്ങളുടെ പരിശുദ്ധത്തെ പാതുകാക്കും. അവർ തങ്ങളുടെ വിശുദ്ധിയെ ഞാൻ സൂക്ഷിച്ചു. മുന്നമേ சொன்னதுപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് സഭയ്ക്കാக പെരുമൂച്ചു വിട്ട് അഴുതുകൊണ്ടിരുപ്പാർ. സഭയ്ക്ക് വേണ്ടി നെടുവീർപ്പിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. കർത്താവേ, ഉമത് സഭയാനത് ഉമത് ശരീരമൊപ്പം. കർത്താവേ, സഭ എന്നുള്ളത് അങ്ങയുടെ ശരീരമാണ്. ശരീരത്തിന് നീരേ തല. ഈ ശരീരത്തിന് അങ്ങാകുന്നു തല. തലയാകെ നീ പരിശുദ്ധ. തലയായ അങ്ങ് വിശുദ്ധൻ. ഞാൻ പരിശുദ്ധരാണപടിയാൽ നിങ്ങളും പരിശുദ്ധരായിരുന്നു എന്ന് ചൊല്ലി. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ശരീരമാണ് സഭയാനത് പരിശുദ്ധமாக காணப்பட, ஜெய ஜீவியத்தில் காணப்பட, விசுவாசத்தில் காணப்பட உதவி செய்ய வேண்டுமே என்று சொல்லி அவர்கள் எப்போதுം ജപിപ്പാർ. അതുകൊണ്ട് സഭയാകുന്ന ശരീരം വിശുദ്ധിയിൽ കാണപ്പെടുവാൻ, ജയജീവിതത്തിൽ കാണപ്പെടുവാൻ അവരെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് എന്ത് പ്രശ്നയ്ക്ക് പോക മാട്ടാം. അവരൊരു പ്രശ്നവും ഉണ്ടാക്കില്ല. അവരാണ് എ ഗ്രൂപ്പ്. നിങ്ങൾ എന്താ ഗ്രൂപ്പ്? നിങ്ങൾ ഏത് ഗ്രൂപ്പാണ്? ഒരു മനസാക്ഷിയെ തൊട്ട് നീ ചൊല്ലിക്കൊള്ളു. നിങ്ങളുടെ മനസാക്ഷിയെ തൊട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. കരങ്ങളെ ഉയർത്ത വേണ്ട. കരങ്ങളൊന്നും ഉയർത്താം. ഞാൻ എന്ത് ഗ്രൂപ്പ്? ഞാൻ ഏത് ഗ്രൂപ്പാണ്? എ ഗ്രൂപ്പ്, എ ഗ്രൂപ്പാണോ? ബി ഗ്രൂപ്പ്, ബി ഗ്രൂപ്പാണോ? സി ഗ്രൂപ്പ്. സി ഗ്രൂപ്പാണ്. ഇനി യേശു சொன்னது എടുപ്പോ. രണ്ടാമത് ഇനി രണ്ടാമത് യേശു പറഞ്ഞു നോക്കാം. മത്തേയു 25-ാം അധികാരത്തെ വാസിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 10 കന്യകകളെ എതിരേൽക്ക പുറപ്പെട്ടതാണ് മണവാളനെ കുറിച്ച് നാം വാസിക്കുന്നു. അവിടെ മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ടവരെ കുറിച്ച് നാം വായിക്കുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. 10 കന്യകൾ എന്നത് കൈവിടപ്പെട്ട സഭ എന്ന് നമുക്ക് യാവർക്കും തിരിയും. 10 കന്യകമാർ എന്നുള്ളത് കൈവിടപ്പെട്ട സഭയാണെന്ന് നമുക്കറിയാം. അത് പുതിയ ഏർപ്പാട്ട് സഭയല്ല. അത് പുതിയ നിയമസഭയല്ല. ഒരു കാലത്തിൽ പുതിയ ഏർപ്പാട്ട് സഭയായി ഇരുന്നത്. ഒരു കാലത്ത് പുതിയ നിയമസഭയായിരുന്നു. കൈവിടപ്പെട്ട, എന്നാൽ അവർ കൈവിടപ്പെട്ടു പോയി. കൈവിടപ്പെട്ട ഗ്രൂപ്പ്. അവർ കൈവിടപ്പെട്ട കൂട്ടരാണ്. അത് 2 ഗ്രൂപ്പ്. അതിൽ തന്നെ 2 കൂട്ടർ. ബുദ്ധിയുള്ള കന്യക, ബുദ്ധിയില്ലാത്ത കന്യക. ഒന്ന് ബുദ്ധിയുള്ള കന്യക, മറ്റൊന്ന് ബുദ്ധിയില്ലാത്ത കന്യക. முதலாம் വചനത്തെ വാസിക്കുമ്പോൾ, ഒന്നാം വാക്യം വായിക്കുമ്പോൾ, முதலாம் വചനത്തിൽ എന്നാ വാസിക്കും? ഒന്നാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? മണവാളനെ എതിർകൊണ്ട് പുറപ്പെട്ട 10 കന്യകകൾ എന്ന് വാസിക്കും. മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർ. അങ്ങനെ ഒരു വാക്ക്, മണവാളനെ എതിർകൊണ്ട് പുറപ്പെട്ട. അവിടെ ഒരു വാക്കുണ്ട്, മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട. മണവാളൻ യാർ? മണവാളൻ ആരാണ്? യോഹന്നാൻ 3-ാം അധികാരം 29-ാം വചനത്തെ വാസിക്കുമ്പോൾ വാസിക്കും. യോഹന്നാൻ 3:29 വായിക്കാം. മണവാട്ടി ഉടയവനെ മണവാളൻ എന്ന് വാസിക്കണം. മണവാട്ടി ഉള്ളവനാണ് മണവാളൻ. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. യോഹന്നാൻ 3:29 എഴുതിക്കൊള്ളുക. എഴുതിയെടുത്തുള്ള യോഹന്നാൻ 3:29. മണവാട്ടിയുള്ളവൻ മണവാളൻ ആകുന്നു. മണവാട്ടി ഉടയവനെ മണവാളൻ. മണവാട്ടി ഉള്ളവൻ മണവാളനാകും. ഇനി 25-ാം അധികാരം 1-ാം വചനം പഠിക്കുക. ഇനി മത്തായി 25-1 വാക്യം വായിക്കാം. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ. മണവാളനെ എതിർകൊണ്ട് പുറപ്പെട്ട. മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട. മണവാളൻ എന്ന് ചൊല്ലുമ്പോൾ അങ്ങ് ആരുണ്ട്? മണവാളൻ എന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ട്? നിങ്ങൾ ചൊല്ലണം. നിങ്ങൾ പറയണം, ഉത്തരം പറയണം. சொல்லுங்க.
മറുപടി പറഞ്ഞാട്ടെ. മണവാളൻ എന്ന് ചൊല്ലുമ്പോൾ ആരുണ്ട്? അപ്പോൾ മണവാളൻ എന്ന് പറയുമ്പോൾ ആരുണ്ട് കൂടെ? യോവാൻ 3:29 എന്നെ വാസിക്കും. യോഹന്നാൻ 3:29 എന്താണ് വായിച്ചത്? മണവാട്ടി ഉടയവനെ മണവാളൻ. മണവാട്ടി ഉള്ളവനാണ് മണവാളൻ. അപ്പൊ മണവാളൻ എന്ന് ചൊല്ലുമ്പോൾ ആരുണ്ട് കൂടെ? അപ്പോൾ മണവാളൻ എന്ന് പറയുമ്പോൾ കൂടെ ആര് കാണും? മണവാട്ടി. മണവാട്ടിയുണ്ട്. എല്ലാവരും ചൊല്ലുங்க. ആരുണ്ട്? എല്ലാവരും ഇത് പറഞ്ഞാൽ ആരുണ്ട്? നമ്മുടെ കല്യാണത്തില് നമ്മുടെ കല്യാണത്തിന് 2 നാൽപ്പത് 2 ദിവസം 2 നാൽപ്പത് 2 കസേര. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. മുൻകാലത്തിൽ ഒരേ ഒരു നാൽക്കാലി മുമ്പ് ഒറ്റ കസേരയായിരുന്നു, അത് ബെഞ്ചായിരിക്കും. അതിന് ബെഞ്ചായിരിക്കും. 2 പേർക്ക് ഒരേ ഇരിപ്പിടം. 2 പേർക്ക് ഒരേ ഇരിപ്പിടം. അതൊരു ഉപദേശം. അതും ഒരു ഉപദേശമാണ്. അതിപ്പോ சொல்றதில்ல. അതിപ്പോ പറയുന്നില്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. 2 നാൽക്കാലി 2 കസേര. അതില് മണവാളൻ മുൻപ് വരുവാங்க. അതിൽ മണവാളൻ ആദ്യം വരും. പാസ്റ്റർ കൂട്ടിക്കൊണ്ട് വരുവാ. പാസ്റ്റർ കൂട്ടിക്കൊണ്ട് വരും. ഞാൻ മണവാളൻ യാര്? ആരാ മണവാളൻ? അദ്ദേഹമാണ്. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അവനെ നാം മണവാളൻ എന്ന് അழைക്കുന്ന കാരണം എന്ന് അദ്ദേഹത്തെ നാം മണവാളൻ എന്ന് വിളിക്കുവാൻ കാര്യം എന്താണ്? യോഗ്യമുള്ള അഴകുള്ള വാലിബുകൾ വേറെ ഉണ്ട്. തന്നെക്കാളും സൗന്ദര്യമുള്ള എത്ര യൗവനക്കാരുണ്ട്. അവരെ ആരെയും മണവാളൻ എന്ന് சொல்லுகிறது. അവരാരെയും മണവാളൻ എന്ന് വിളിക്കുന്നില്ല. ആന ഇവനെ പാത്ത് മണവാളൻ എന്ന് சொல்லுகிறது. ഇവനെ നോക്കി മണവാളൻ എന്ന് വിളിക്കുന്നു. അവനെ മണവാളൻ എന്ന് അழைക്കാൻ കാരണം തന്നെ മണവാളൻ എന്ന് വിളിക്കാൻ കാര്യം എന്താ? അവനൊരു മണവാട്ടി ഉണ്ട്. ഒരു മണവാട്ടിയുണ്ട്. മണവാട്ടി ഉടയവനെ മണവാളൻ. മണവാട്ടി ഉള്ളതിനാണ് മണവാളൻ. ദേവനക്ക് മഹിമ. ദൈവത്തിന് അപ്പൊ മഹത്വം. മത്തേയി 25-ാം അധികാരം 1-ാം വചനത്തിൽ മണവാളൻ എന്നത് എ ഗ്രൂപ്പ്. മത്തായിയുടെ സുവിശേഷം 25-ൽ മണവാളൻ എന്നുള്ളത് എ ആ ഗ്രൂപ്പ്. മണവാട്ടി എടുത്തുകൊള്ളപ്പെട്ട ആ മണവാട്ടി എടുത്തുകൊള്ളപ്പെട്ടു. അതാ എ ഗ്രൂപ്പ്. അതാണ് എ ഗ്രൂപ്പ്. ബുദ്ധിയുള്ള കന്യക ബി ഗ്രൂപ്പ്. ബുദ്ധിയുള്ള കന്യകമാർ ബി ഗ്രൂപ്പാണ്. ബുദ്ധിയില്ലാത്ത കന്യക സി ഗ്രൂപ്പ്. ബുദ്ധിയില്ലാത്ത കന്യകമാർ സി ഗ്രൂപ്പാണ്. சரி, தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இவங்க எப்படி சியும் பியுமாக மாறினது எப்படி? ഇവരെങ്ങനെയാണ് ബിയും സിയുമായി തീർന്നത്? അതേക്കുറിച്ച് തെളിവാക വിവരமாக കൊടുക്കപ്പെട്ട ഒരു പകുതിதான் 50-ാം സംഗീതം. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് 50-ാം സങ്കീർത്തനം. ഇനി 50-ാം സംഗീതത്തിൽ വാരുங்கள். ഇനി 50-ാം സങ്കീർത്തനത്തിൽ വായിക്കും. ദാവീദിന്റെ സംഗീതം. അത് ദാവീദിന്റെ സംഗീതം. ദാവീദ് ഒരു ദീർഘദർശി. ദാവീദ് ഒരു പ്രവാചകനാണ്. ഏർപ്പാട്ട് സഭയെക്കുറിച്ച് ദീർഘദർശനം சொன்ன പഴയ ഏർപ്പാട്ട് ദീർഘദർശിയിൽ ഒരുവൻ ദാവീദ്. പുതിയ നിയമസഭയെക്കുറിച്ച് പ്രവചിച്ച പഴയ നിയമ പ്രവാചകന്മാരിൽ ഒരുവനാണ് ദാവീദ്. ദാവീദിന്റെ സംഗീതമാകിയ 50-ാം സംഗീതത്തിൽ എന്നെ വാസിക്കണം. ദാവീദിന്റെ 50-ാം സങ്കീർത്തനത്തിൽ എന്താണ് വായിക്കുന്നത്? 3-ാം വചനത്തിലിരുന്ന് 5-ാം വചനം മുടിയ 3-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെ അത് എ ഗ്രൂപ്പ്. അതാണ് എ ഗ്രൂപ്പ്. 5-ാം വചനത്തിൽ എന്നെ വാസിക്കണം. 5-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? വെളിയിനാൽ എന്നിടത്തിൽ ഉടൻപടിക്ക് ചെയ്ത എൻ പരിശുദ്ധവാൻകളെ കൂട്ടുങ്ങൾ. യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുകയും. பாத்தீங்களா? നോക്കുക. வெளியினால் என்னிடத்தில் உடன்படிக்கை செய்த என் பரிசுத்தவான்களை கூட்டுங்கள். യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുകയും. அதான் ஏ குரூப். അതാണ് എ ഗ്രൂപ്പ്. பைபிளில் எழுதி போடுங்க, ஏ குரூப்னு எழுதுங்க. ബൈബിളിൽ അവിടെ എ ഗ്രൂപ്പ് എന്ന് എഴുതി വെക്കുക. இயேசு கிறிஸ்து வந்து ராத்திரி உங்களோட புத்தகத்தை பார்க்கும்போது ஏ பி குரூப்பൊക്കെ எழுதினா எனக்கு போனஸ் கிடைக்கும். യേശു ക്രിസ്തു രാത്രിയിൽ നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കിയാൽ അതിൽ എ ഗ്രൂപ്പ് എന്നൊക്കെ എ ബി ഗ്രൂപ്പ് എന്നൊക്കെ കണ്ടാൽ എനിക്ക് ബോണസ് കിട്ടും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. எல்லாரும் எழுதி போடுங்க. എല്ലാവരും അത് എഴുതി വെച്ചാൽ பைபிள் படிக்கும் உங்களுக்கு விளங்கும் ஏ குரூப். ஐயோ நான் எந்த குரூப்பில் இருக்கிறோம். അപ്പോൾ നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കും എ ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ ഏത് ഗ്രൂപ്പിലാണ്. சிலர் சண்டை போட்டுட்டு வருவாங்க. ചിലർ വഴക്കുണ്ടാക്കിയിട്ട് വരും. எனக்கு ഒരേ சிரிப்பா இருக்கும். ചിലർ ചിരിയായി. அவன் பயங்கர சண்டை போடுவான். താൻ വളരെ വഴക്കുള്ള മറ്റുള്ളവർക്ക്. நீ அந்த குரூப். ഞാൻ ചിരിച്ചോണ്ട് ചോദിക്കും, നീ ഏത് ഗ്രൂപ്പാ? உடனே அவன் டவுன் ஆயிடும். ഉടനെ താൻ ഡൗൺ ആയിക്കോളും. அவன் சி குரூப். അവൻ സി ഗ്രൂപ്പാ. சி குரூப் உன்னோட எனக்கு பேச அதிகாரம் இல்லை. സി ഗ്രൂപ്പിനോട് സംസാരിക്കാൻ എനിക്ക് അധികാരമില്ല. தேவன் சொன்னார், ദൈവം പറഞ്ഞു, நீ களை നീ കളയാണ്. களையை பிடுங்காதே. കള പറിച്ചു കളയണ്ട. களையும் வளரட்டும். കളയും വളരട്ടെ. களையை பிடுங்காதே. അത് കള പറിച്ചെടുക്കും. கதிரும் கூட போய் விடுமே. അതിൻ്റെ കൂടെ നല്ല കതിരും പോലും. வயலை கெடுக்க ആ வேண்டாம். വയൽ നശിപ്പിക്കണ്ട. அந்த களை வளரட்டும். ആ കള വളരട്ടെ. ஆனால் நான் அறுக்கிறதுக்கு தூதர்களை அனுப்புவேன். എന്നാൽ അത് കൊയ്യുവാൻ ഞാൻ ദൂതന്മാരെ അയക്കും. அவர்கள் அறுப்பார்கள். അവർ കൊയ്യും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. களையெல்லாம் அறுத்து எங்க கொண்டு போய் சேர்க்கும்? களையெல்லாம் நெருப்பில் கொண்டு போய்
പോയി ചേർക്കും. കളയെല്ലാം കൊണ്ടുപോയി തീക്കകത്തിടും. അപ്പൊ ഞാൻ അവരുടെ സി ഗ്രൂപ്പ് ഉന്നോട് പേശ എനിക്ക് അധികാരമില്ല. ഉടനെ ഞാൻ പറയും, സി ഗ്രൂപ്പിനോട് സംസാരിക്കാൻ എനിക്ക് അധികാരമില്ല. നീയും വളരണം, നീയും വളരണം, നീയും സഭയിൽ ഇരിക്കണം, നീയും സഭയിൽ കാണപ്പെടണം, സഭയ്ക്ക് പ്രയോജനം. നീയും സഭയ്ക്ക് പ്രയോജനം. എന്നാ പ്രയോജനം? എന്ത് പ്രയോജനം? സി ഗ്രൂപ്പാൽ എന്താ പ്രയോജനം? സി ഗ്രൂപ്പ് കൊണ്ട് എന്ത് പ്രയോജനം? കൺവെൻഷൻ നടത്തുമ്പോൾ ഇതിനടുത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ വലിയ പ്രശ്നം വരും. വലിയ പ്രശ്നമുണ്ടാവും. അപ്പൊ സി ഗ്രൂപ്പെ പോകും. ഇവിടെ എനിക്ക് വാ. അപ്പൊ സി ഗ്രൂപ്പിനെ വിളിക്കും, ഇങ്ങോട്ട് വരിക. അവന്റെ സണ്ട പോടണം, നീ പേശാമിൽ പോയി കണ്ട് പോട്ടിട്ട് വാ. അവൻ അവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന എന്താ? പോയി രണ്ടെണ്ണം കൊടുത്തിട്ട് വാ. രണ്ട് പോട്ടിട്ട് വന്നിരുവോ? ഇവർ പോയി രണ്ടെണ്ണം കൊടുത്തിട്ട് വരും. എന്താ ഗ്രൂപ്പ്? ഏത് ഗ്രൂപ്പാണ്? സി ഗ്രൂപ്പ്. ഇത് സി ഗ്രൂപ്പാണ്. ദേവനെ വെച്ചിരിക്കണം. ദൈവം അവരെ വെച്ചിരിക്കുക. കളയെ പിടുങ്ങ വേണ്ട. അതുകൊണ്ട് കള പറിച്ചു കളയണ്ട. സഭയിൽ ഇരിക്കട്ടോ. സഭയിൽ അവരും ഇരിക്കട്ടെ. சொல்றாங்க. ചിലര് പറയുന്നത് இவரையெல்லாம் சபையில் வச்சிருக்கிறீங்களே, ഇവരെല്ലാമാണോ സഭയിൽ വെച്ചിരിക്കുന്നത്? தூக்கி வீசக்கூடாதா? ഇവരെല്ലാം പുറത്ത് കളയാൻ മേലെ. தேவனுக்கு மகிமை. ദൈവത്തിന് ஆண்டவர் என்ன சொன்னார்? കർത്താവ് എന്ത് പറഞ്ഞു? കളയും இருக்கட்டும். കളയും വളരട്ടെ. കളயின் மத்தியில் കളയുടെ മധ്യത്തിൽ நீ பரிசுத்தவானாக வளரணும். നീ വിശുദ്ധനായി വളരെ. ஏசி തോമസ് சொல்லுவார், ശേഷി തോമസ് പറയും, மின்னுவதெல்லாம் பொன்னல்ல, മിന്നുന്നതെല്ലാം പൊന്നല്ല, எல்லாம் பரிசுத்தவான்கள் அல்ல, എല്ലാവരും വിശുദ്ധന്മാരല്ല. ஆனால் அசுத்தന്മാരുടെ மத்தியில் நான் ஒரு பரிசுத்தவானாக ஜீவிப்பேன். എന്നാൽ അശുദ്ധന്മാരുടെ മധ്യേ ഞാൻ ഒരു വിശുദ്ധനായി ജീവിക്കും. அசுத்தരുടെ மத்தியில், അശുദ്ധന്മാരുടെ മധ്യേ, அநீதி செய்கிறவരുടെ மத்தியில், അനീതി ചെയ്യുന്നവരുടെ മധ്യേ, അക്രമക്കാരുടെ മധ്യയിൽ അക്രമക്കാരുടെ മധ്യേ ഞാനൊരു പരിശുദ്ധവാനാக ജീവിക്കും. ഞാനൊരു വിശുദ്ധനായി അതാ ജീവിക്കും. ഒരു പരിശുദ്ധവാന്റെ അടയാളം. അതൊരു വിശുദ്ധന്റെ അടയാളം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് എത്ര മഹത്വം. പേർക്ക് തീരുമാനം? എത്ര പേർക്ക് തീരുമാനമുണ്ട്? ബലിയിനാൽ യാഗം കഴിച്ച് എന്നിടത്തിൽ ഉടമ്പടിക്ക ചെയ്ത എൻ പരിശുദ്ധവാൻകളെ കൂട്ടുങ്ങൾ. എന്നോട് ദൈവം ചെയ്തവർ അതിന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുക. അവരുടെ പേര് പാരുங்க. അവരുടെ പേര് നോക്കുക. ദേവനും പേര് വയ്ക്കുന്നത്. ദൈവം പേരിടുന്നുണ്ട്. എ ഗ്രൂപ്പിന്റെ പേര് എൻ പരിശുദ്ധവാൻകൾ. എ ഗ്രൂപ്പിന്റെ പേര് എന്റെ വിശുദ്ധന്മാർ. കാരണം അവൻ പരിശുദ്ധத்துக்கு അന്യமாக ഒന്നും செய்ய മാட்டாൻ. കാരണം അവർ വിശുദ്ധി ഗണ്യമായതൊന്നും ചെയ്യില്ല. പരിശുദ്ധத்துக்கு വിരോധமாக ഒന്നും பேச മാட்டாൻ. ദൈവത്തിന്റെ വിശുദ്ധിക്ക് വിരുദ്ധമായിട്ടൊന്നും സംസാരിക്കില്ല. പരിശുദ്ധத்துக்கு വിരോധமாக ഒന്നും ക്രിയ செய்ய മാட்டாൻ. എന്റെ വിശുദ്ധിക്ക് വിരുദ്ധമായിട്ടൊന്നും പ്രവർത്തിക്കില്ല. അവന്റെ മനസ്സിൽ പരിശുദ്ധം, അവരുടെ മനസ്സിൽ വിശുദ്ധി, അവന്റെ ഹൃദയ സ്വഭാവ പകുതിയിൽ പരിശുദ്ധം, ഹൃദയത്തിൽ സ്വഭാവത്തിൽ വിശുദ്ധി, അവന്റെ ക്രിയകളിൽ അവരുടെ പരിശുദ്ധം. പ്രവൃത്തിയിൽ വിശുദ്ധി. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞാൻ വിശുദ്ധനായിരിക്കുന്നത്. ഏ ഗ്രൂപ്പ് പരിശുദ്ധവാൻകളായിരിക്കണം. ഏ ഗ്രൂപ്പ് വിശുദ്ധന്മാരായിരിക്കും. ആകയാൽ അവൻ എൻ പരിശുദ്ധവാൻ. ആകയാൽ അവർ എന്റെ വിശുദ്ധൻ. അതാ എ ഗ്രൂപ്പ് 5-ാം വസനം. അതാണ് എ ഗ്രൂപ്പ് 5-ാം വാക്യം. ഇനി ബി ഗ്രൂപ്പ് 7-ാം വസനം. ഇനി ബി ഗ്രൂപ്പ് എന്നുള്ളത് 7-ാം വാക്യം. 7-ാം വസനത്തെ വാസിക്കും. 7-ാം വാക്യം വായിക്കുമ്പോൾ அவங்க என் ஜனங்கள் என்று நாம் வாசிக்கிறோம். അവരെ എന്റെ ജനം എന്ന് വിളിക്കുന്നു. நான் உனக்கு விரோதமாக சாட்சியிடுவேன். ഞാൻ നിനക്ക് വിരോധമായി സാക്ഷീകരിക്കും. நீ எனக்கு விரோதமாக பாவம் செய்தவன். നീ എനിക്ക് വിരോധമായി പാപം ചെയ്തവനാണ്. விரோதமான பாவம். വിരോധമായ പാപം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. 32 പാപങ്ങൾ ഉണ്ട്, വിരോധமான പാപങ്ങൾ. 32 പാപങ്ങൾ ദൈവത്തിന് വിരോധമായ പാപങ്ങളാണ്. ഒന്റെ ആവിക്ക് വിരോധமாக പോരാടുന്നത് ഒരു വിരോധமான പാപം. ഒന്ന് ആത്മാവിനോട് എതിർത്ത് നിൽക്കുന്നത് ദൈവത്തിന് വിരോധമായ പാപം. ഒരുവനെ ഒരുവൻ പകയ്ക്കുന്നത് വിരോധமான പാപം. ഒരാൾ മറ്റൊരുത്തനെ പകയ്ക്കുന്നത് വിരോധമായ പാപം. ഉലകത്തെ നേസിപ്പത് വിരോധமான പാപം. ലോകത്തെ സ്നേഹിക്കുന്നത് ദൈവത്തിന് വിരോധമായ പാപം. യാക്കോബ് 4-ാം അധികാരം 3-ാം വസനത്തിൽ വാസിக்கிறோம். യാക്കോബ് 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നു. இப்படி 30 വിധமான വിരോധமான പാപങ്ങൾ ഉണ്ട്. ഇങ്ങനെ 30 പാപങ്ങൾ ദൈവത്തിന് വിരോധമായതാണ്. பெரிய பெரிய അട്ടവണയിലുള്ള വ്യഭിചാര പാപം, വേശ്യ പാപങ്ങൾ ഒന്നുമല്ല. ഇതെല്ലാം വലിയ പട്ടികയിലുള്ളതായ വ്യഭിചാരമോ പരസംഗമോ ഒന്നുമല്ല. தேவனுக்கு விரோதமாக செய்கிற பரிசுத்தத்துக்கு விரோதமாக, ஜெய ஜீவித்துக்கு விரோதமாக, அப்போஸ்தலிக உபதேசத்துக்கு விரோதமாக கிரியை செய்கிற சில கிரியைகளும் சுபாவங்களும். ഇത് ദൈവത്തിന് വിരോധമായി, അപ്പോസ്തലിക ഉപദേശത്തിന്, ജയജീവിതത്തിന്, വിശുദ്ധിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില പ്രവൃത്തികളാണ്. அதை நகையை போடுவது. അതാണ് ആഭരണം ധരിക്കുന്നത്. நகையை போட்டால் என்ன? ചില ചോദിക്കും ആഭരണം ഇട്ടാൽ എന്താ കുഴപ്പം? நகை போடுவது விரோதமான பாவம். ആഭരണം ധരിക്കുന്ന ദൈവത്തിന് വിരോധമായ പാപം. ദേവസഭ ത്യാഗത്തിൻ സഭ. ദൈവസഭ ത്യാഗികളായ സഭ. 1 തെസ്സലോനിക്കർ 2-ാം അധികാരം 9-10 വസനങ്ങളിൽ വാസിக்கிறோം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുന്നു. 1 പേതുരു 3-ാം അധികാരം മുതൽ 7 വസനങ്ങളിൽ വാസിக்கிறோം. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ ആദ്യ 7 വാക്യങ്ങൾ വായിക്കുന്നു. യെരമ്യ 4-ാം അധികാരം 30-ാം വസനത്തിൽ വാസിக்கிறோം. യെരമ്യാവ് 4-ന്റെ 30-ൽ വായിക്കുന്നു. നീ കണ്ണിൽ കൈമൈ
மையை போட்டுக்கொண்டும் உன்னை நகைகளால் சிங்காரம் பண்ணி நடப்பது வீணென்று எரேமியா தீர்க்கதரிசி சொல்லுகிறார். യെരമ്യാ പ്രവാചകൻ പറയാണ്, നിന്റെ കണ്ണില് മഷി എഴുതുന്നതും ആഭരണം ധരിച്ചുകൊണ്ട് നടക്കുന്നതെല്ലാം വെറുതെ. കാരണം ഒരു നഗയെ പോട്ട് വിട്ടാൽ കാരണം നീ ആഭരണം ധരിച്ചു, വിരോധமான പാപം, അത് ദൈവത്തിന് വിരോധമായിട്ടുള്ള പാപം. വ്യഭിചാര പാപം എന്ന് சொல்லுகிறதில்லை. വ്യഭിചാര പാപം എന്ന് പറയുന്നില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നഗ നമുക്ക് തേവ, പൊന്ന് സ്വർണം നമുക്ക് തേവ, പൊന്ന് അല്ലെങ്കിൽ സ്വർണം നമുക്ക് വേണം. ദേവനുക്ക് കമ്പ്യൂട്ടറിലെല്ലാം സ്പീഡ് വേണമെങ്കിൽ അതിന്റെ കണ്ടക്ടർ ഗോൾഡ് സ്പോർട്ടിംഗ് കമ്പ്യൂട്ടറിൽ അതിന്റെ വേഗത കൂട്ടണം വേണമെങ്കിൽ അതിന്റെ കണ്ടക്ടർ അത് പൊന്നാണ്, സ്വർണ്ണമാണ്. அந்த பிளாட்டினம் എല്ലാം ഗോൾഡ് தான். അവിടെ പ്ലേറ്റ് ചെയ്യുന്നതൊക്കെയും സ്വർണ്ണമാണ്. മലേഷ്യയിൽ ഒരു കമ്പനിയുണ്ട്, മോട്ടോറോള കമ്പനി. മലേഷ്യയിലെ മോട്ടോറോള എന്ന് പറയുന്നത് വേല താൻ ചെയ്യുകയാണ്. അവർ ആ ജോലിയാണ് ചെയ്യുന്നത്. കോണ്ടാക്ട്, അതിൽ കോണ്ടാക്ട് ഉണ്ടാകേണ്ടത്, നല്ല കോണ്ടാക്ട് ഉണ്ടാകും, നല്ല കോണ്ടാക്ട് ഉണ്ടാകും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. മുൻകാലത്തിൽ അംബാസിഡർ ഫ്ലഗ് ഉണ്ട്, അംബാസിഡർ ഫ്ലഗ്. മുമ്പ് കാലത്ത് അതെല്ലാം അതല്ല, അത് ഈയമാണ്. അതെല്ലാം ചെയ്യും, കറണ്ട് അടിച്ചടിച്ചടിച്ച് ഒരു പക്കം തേഞ്ഞു പോകും. അത് കറണ്ട് അടിച്ച് കുറച്ച് കഴിയുമ്പോൾ തേഞ്ഞു പോകും. മിസ് ഫയർ വരും. അവസാനം തീപ്പില്ലുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ പോന്നാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഇല്ല, അത് ശബ്ദം ഉണ്ടാകില്ല, അങ്ങനെ ഒരു ശബ്ദം വരും. നമ്മൾ തള്ളും, നമ്മളപ്പോൾ തള്ളും, അത് നമ്മെ പിന്നിൽ തള്ളും, അത് നമ്മുടെ പുറകോട്ട് തള്ളും. മിസ് ഫയർ. അതാണ് കാരണം എന്ത്? அந்த பாயிண்ட் சரியா நிக்க வேண்டிய பாயிண்ட் சாஞ்சி போச்சு. அது நேரே நிൽക്കേണ്ട പോയിന്റാണ്. ഒരു അരമെല്ലാം എടുത്ത് അതിൻ്റെ ഉള്ള പൊട്ടി ഒരു ഓരോ ഉണ്ടാക്കി അത് ഇപ്പടി നിൽക്കുന്നതെല്ലാം തട്ടി 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 കീഴെ ഉണ്ടാക്കി ഒരു ബ്ലേഡ് വെച്ച് 10 ബ്ലേഡ് ഉള്ള കൂടെ പോറ മാതിരി ലെവൽ ഉണ്ടാക്കണം. നമ്മളത് ഒരു അരമെടുത്ത് അത് ഒരു ചെറിച്ച് വളഞ്ഞിരിക്കുന്ന നേരെ വെച്ച ഒരു ബ്ലേഡ് അതിന്റെ ഇടയ്ക്കൂടെ കയറ്റി. നീங்க ചെയ്തതുകൊണ്ട് ഞാനും ചെയ്തവൻ. അതൊക്കെ നിങ്ങൾ ഞാനും ചെയ്തിട്ടുണ്ട്. എപ്പോഴും അംബാസിഡർ കാർ നമുക്ക് ഉദവി ചെയ്തത്. ഇങ്ങനെയാണ് അംബാസിഡർ കാർ നമ്മളെ സഹായിച്ചത്. എപ്പോഴും ഒരു അരം എടുക്കും, ബ്ലേഡ് എടുക്കും, എല്ലാം ഇരിക്കും. എപ്പോഴും അതിലൊരു അരവും ബ്ലേഡും ഒക്കെ കാണും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. മിസ്ഫയർ ചൊല്ലുവാ, മിസ്ഫയർ എന്ന് പറയും. ഗോൾഡ് പ്ലാറ്റിനം ഇരുന്നാൽ ഗോൾഡ് പ്ലാറ്റിനം ഉണ്ട്, മിസ്ഫയർ വരില്ല. ഗോൾഡ് നമുക്ക് നല്ലത്, സ്വർണം നമുക്ക് നല്ലതാണ്. ഗോൾഡ് നമ്മൾ വെറുക്കുന്നതില്ലേ, നമ്മൾ പൊന്നിലൊന്നും വെറുക്കുന്നില്ല. നമ്മുടെ കമ്പ്യൂട്ടറിൽ വലിയ വലിയ കാർ വാങ്ങിനാൽ വലിയ കാറൊക്കെ മേടിച്ച് കാറിലെല്ലാം ഗോൾഡ് സ്പോട്ട് നിൽക്കും. ആ കാറിലൊക്കെ ഗോൾഡ് സ്പോട്ടുകൾ കാണും. ഗോൾഡ് നമ്മൾ വെറുക്കുന്ന ഒരു പൊരുളൊന്നുമല്ല. സ്വർണ്ണത്തെ നമ്മൾ വെറുക്കുന്ന ഒരു സാധനം. ഗോൾഡ് നമ്മൾ നഗയാകെ പോടുകയില്ലേ, എന്നാൽ പൊന്ന് നമ്മൾ ആഭരണമായി ധരിക്കുന്നു. എല്ലാവർക്കും ഒരു தேவைയുണ്ട്, എല്ലാത്തിനും ഒരു ആവശ്യം. ഇപ്പൊ ഞാൻ തണ്ണി കുടിക്കണം, ഇപ്പൊ ഞാൻ വെള്ളം കുടിക്കും. തണ്ണി കുടിക്കണം. എന്തിനാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്? എന്തിനാ? ചുമ്മാ കുടിക്കണം, വെറുതെ കുടിക്കും. ഞാൻ ചുമ്മാ കുടിക്കേ, വെറുതെയാണ് ഞാൻ കുടിക്കുന്നത്. എന്തിനാ നിങ്ങൾ തണ്ണി കുടിக்கிறீங்க? എന്തിനാണ് നിങ്ങൾ വെള്ളം കുടിക്കുന്നത്? ദാഹത്തിനാണ്. അതാണ് தேவை, അത് ആവശ്യമാണ്. സാപ്പിടുകയാണ്, ഭക്ഷണം കഴിക്കുന്നു, പസിക്കാതെ, വിശപ്പിനാണ്. നമ്മൾ ഷർട്ട് പോടും, നമ്മൾ വസ്ത്രം ധരിക്കും, ശരീരം മറയ്ക്കുന്നത്, ശരീരം മറയ്ക്കും, ചെരുപ്പ് പോടുക, ചെരുപ്പിടുന്നു. നടക്കുമ്പോൾ കല്ല് മുള്ള നമ്മുടെ കാലിൽ കുത്തിക്കൊള്ളും, നടക്കുമ്പോൾ കല്ലും മുള്ളും കാലിൽ കൊള്ളരുത്. കൊട പിടിക്കണം, കൊട പിടിക്കുന്നു. വെയിലിൽ നിന്ന് പാതുകാക്കും, വെയിലിൽ നിന്ന് സൂക്ഷിക്കണം, മഴയിൽ നിന്ന് സൂക്ഷിക്കപ്പെടും. കുളിക്കുന്നു. എതുക്കാ കുളിക്കണം? എന്തിനാ കുളിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ അഴുക്കെല്ലാം പോകും, ശരീരത്തിലെ അഴുക്കെല്ലാം പോകും, വിയർപ്പ് നാറ്റം പോകും, വിയർപ്പ് നാറ്റം പോകും. എല്ലാത്തിനും ഒരു നോക്കമുണ്ട്, എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. നീ നഗയെ പോടുവീങ്ക, അങ്ങനെയുള്ള നിങ്ങൾ ആഭരണം ധരിക്കുന്നു. അതിന്റെ നോക്കമില്ല. അതിന്റെ ഉദ്ദേശം എന്താണ്? മോതിരം പോടുവീങ്ക, മോതിരം ഇടുന്നു. അതിന്റെ നോക്കമില്ല. അതിന്റെ ഉദ്ദേശം എന്താണ്? എന്റെ നോക്കത്തിക്കാക മോതിരം പോടുവീങ്ക, ഏത് ഉദ്ദേശത്തിനാണ് മോതിരം ഇടുന്നത്? നോക്കത്തിക്കാക നഗ പോടുവീങ്ക, ഏത് ഉദ്ദേശത്തിനാണ് ആഭരണം? നോക്കമില്ല. അതിന്റെ ഉദ്ദേശം എന്താണ്? ഉന്റെ പശി മാറുമോ? വിശപ്പ് മാറുമോ? അല്ലെ ഉനക്ക് ഏതാവത് പ്രയോജനമുണ്ട്? എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? നീ അഴകുക്കാക പോടുகிறாய். നിങ്ങൾ അഴക് വരുത്തുവാൻ, അഴകുക്കല്ല, ശരീരം അഴകുക്കല്ല, വസ്ത്ര സൗന്ദര്യത്തിനല്ല, ശരീരം മറയ്ക്കുന്നതുക്കാക, ശരീരം മറയ്ക്കുവാനാണ്. അഴകുക്കല്ല. ചെരുപ്പ് അഴകിനല്ല. ഞാൻ നടക്കുമ്പോൾ എന്റെ കാലിലെ മുള്ളും കല്ലും കുത്തക്കൂടാ. ഞാൻ നടക്കുമ്പോൾ എന്റെ കാലിൽ കല്ലും മുള്ളും കൊള്ളരുത്. എല്ലാവർക്കും ഒരു നോക്കമുണ്ട്, എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. നീ നഗയെ പോടുகிறது എന്താ നോക്കാം? അപ്പോൾ നിങ്ങൾ ആഭരണം ധരിക്കുന്ന എന്തുദ്ദേശം? ഒരു നോക്കവുമില്ല, ഒരു ഉദ്ദേശവുമില്ല. നീ അഴകുക്കാക, സൗന്ദര്യത്തിന് വേണ്ടി നീ അലങ്കാരം പണ്ണുகிறாய். നിങ്ങളെ തന്നെ അലങ്കരിക്കും. നമ്മുടെ അലങ്കാരം എന്നെ, നമ്മുടെ അലങ്കാരം എന്ത്? വിശുദ്ധ സ്വഭാവമേ നമ്മുടെ അലങ്കാരം, വിശുദ്ധ സ്വഭാവങ്ങളാണ് നമ്മുടെ അലങ്കാരം, വരങ്ങളെ നമ്മുടെ അലങ്കാരം, കൃപാവരങ്ങളാണ് നമ്മുടെ അലങ്കാരം. இந்த அலங்காரத்துக்கு விரோதமாக இந்த உலக அலங்காரத்தை போட்டால் விரோதமான பாவம். അതുകൊണ്ട് ഈ അലങ്കാരങ്ങൾക്ക് വിരോധമായി ലൗകിക അലങ്കാരങ്ങൾ ധരിച്ചാൽ അത് ദൈവത്തിന് വിരോധമായ പാപം. அதனால தான் நாம் நகையெல்லாம் போடுகிறது இல்லை. അതുകൊണ്ടാണ് നാം ആഭരണം ധരിക്കാത്തത്. தேவனுக்கு மகிமை
മഹിമ, ദൈവത്തിന് മഹത്വം. സത്യങ്ങൾ വിളങ്ങിക്കൊള്ളുക. സത്യതകൾ മനസ്സിലാക്കണം. ലൗകികം എன்ற ഒരു പുസ്തകം നമ്മൾ പ്രിന്റ് പണിയിരിക്കും. ലൗകികം എന്ന പേരുള്ള ഒരു പുസ്തകം നമ്മൾ അച്ചടിച്ചിട്ടുണ്ട്. ലൗകികം എன்ற ഒരു ഉപദേശ പുസ്തകം. ലൗകികം എന്ന പേരുള്ള ഒരു ഉപദേശ പുസ്തകം. വാങ്ങി പഠിയും. അത് വാങ്ങി വായിക്കണം. നമ്മുടെ പരിശുദ്ധവാന്കൾ തെളിവാக இந்த സത്യങ്ങൾ എഴുതി. നമ്മുടെ വിശുദ്ധന്മാർ വ്യക്തമായി കാര്യങ്ങൾ രേഖപ്പെടുത്തി. ബൈബിളേ പഠിക്കുന്നതില്ല. ഇന്ന് നാം ബൈബിൾ പോലും വായിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. அப்படி ബൈബിൾ വാസിച്ചാലും 23-ാം സംഗീതം. അങ്ങനെ ബൈബിൾ വായിച്ചാൽ കൂടി 23-ാം സംഗീതം. അത് തുറന്ന ഉടനെ ഓട്ടോമാറ്റിക് 23 വന്നിരിക്കും. എന്തുകൊണ്ട് തുറന്നാൽ അത് തനിയെ 23-ാം സങ്കീർത്തനം വരും. ഉടനെ അത് നമ്മൾ വാസിച്ചിട്ട് ഉടനെ വായിച്ചത് അതുപോലെ നീ കലണ്ടർ തൂക്കി പോട്ട് വെച്ചിരിപ്പീങ്ക. കലണ്ടർ വീട്ടിൽ കലണ്ടർ തൂക്കിയിട്ടുണ്ട്. ബൈബിൾ കലണ്ടർ. அந்த വസനമെല്ലാം പഠിച്ചാൽ പോതാ. ആ വചനം മാത്രം വായിച്ചാൽ പോരാ. ഡെയിലി 5 അധികാരം പഠിക്കണം. ദിവസേന 5 അധ്യായം വായിക്കണം. ഒരു സംഗീതം, ഒരു സങ്കീർത്തനം, ഒരു നീതിമൊഴികൾ, ഒരു സുവിശേഷം, ഒരു സുവിശേഷം, 2 അധികാരം പഴയ ഏർപ്പാട്ടിൽ, പഴയ നിയമത്തിൽ 2 അധ്യായങ്ങൾ. இப்படி நீங்க ஒழுங்காக படிச்சு பாருங்க. ഇങ്ങനെ ക്രമമായി വായിച്ചു നോക്കുക. നമ്മുടെ പരിശുദ്ധവാന്കൾ പഠിക്ക വേണ്ടിയതാണ് ഒരു പുസ്തക ടൈം ടേബിൾ എഴുതിയിருக்கு. ബൈബിൾ വായിക്കാൻ വേണ്ടുന്ന ഒരു പുസ്തക ടൈം ടേബിൾ പോലെ നമ്മുടെ വിശുദ്ധന്മാർ നിങ്ങൾ ബൈബിൾ പഠിക്കും. അത് വെച്ച് നിങ്ങൾ ബൈബിൾ വായിക്കുക. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ബി ഗ്രൂപ്പ് ആര്? അപ്പോൾ ബി ഗ്രൂപ്പ് ആരാണ്? വിരോധமான പാപം ചെയ്തവർ. വിരോധമായി പാപം ചെയ്തവർ. 30 വിരോധமான പാപങ്ങളും 30 വിരോധമായ പാപങ്ങളും. അവർ എൻ ജനങ്ങൾ. അവർ എന്റെ ജനമാണ്. 50-ാം സംഗീതം 7-ാം വചനത്തിൽ വായിക്കുക. അതാണ് 50-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ വായിക്കുന്നത്. ബി ഗ്രൂപ്പ്. അതാണ് ബി ഗ്രൂപ്പ്. വായിക്കാം. എന്റെ ജനമേ കേൾക്ക. എൻ ജനമേ കേൾ. ഞാൻ സംസാരിക്കും. ഞാൻ പേസുവേൻ. ഇസ്രായേലേ ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ഇസ്രായേലേ ഉനക്ക് വിരോധமாக ഞാൻ സാക്ഷിയിടുവേൻ. ഇസ്രായേലേ ഞാൻ നിനക്ക് വിരോധമായി സാക്ഷീകരിക്കും. മലയാളം ബൈബിൾ എന്ന വിരോധമില്ല. മലയാളത്തിൽ ആ വിരോധം തമിഴിൽ വായിക്കാം. 7-ാം വചനം. ഇസ്രായേലേ ഉനക്ക് വിരോധமாக സാക്ഷിയിടുവേൻ. ഇസ്രായേലേ ഞാൻ നിനക്ക് വിരോധമായി സാക്ഷിയിരിക്കും. നീ എനിക്ക് വിരോധமாக ചില കാര്യങ്ങൾ ചെയ്താൽ നീ എനിക്ക് വിരോധമായി ചില കാര്യങ്ങൾ ചെയ്തു. ഞാൻ ഉനക്ക് വിരോധமாக സാക്ഷിയിടുവേൻ. അതുകൊണ്ട് ഞാൻ നിനക്ക് വിരോധമായി സാക്ഷിയിരിക്കും. ബി ഗ്രൂപ്പ് യാര്? അതുകൊണ്ട് ബി ഗ്രൂപ്പ് ആരാണ്? വിരോധமான പാപം ചെയ്യുന്നവர்கள். വിരോധമായ പാപം ചെയ്യുന്നവർ. എല്ലാവരും വായി തുറന്ന് சொல்லுங்க. എല്ലാവരും വായി തുറന്ന് പറഞ്ഞാൽ ബി ഗ്രൂപ്പ് ആരാണ്? വിരോധமான പാപം ചെയ്യുന്നവர்கள். വിരോധമായ പാപം ചെയ്യുന്നവർ. சொல்லுங்க. പറഞ്ഞാട്ടെ. சத்தமா சொல்லுங்க. ഉറക്കെ പറഞ്ഞാൽ. அது போதும். അത് മതി. നിങ്ങൾ சொல்லியா. നിങ്ങൾ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ ജീവിക്കുന്നതോ ഇല്ലയോ അത് എനിക്ക് പ്രശ്നമില്ല. ഇനി നിങ്ങൾ ജീവിച്ചോ ഇല്ലയോ അതെനിക്ക് പ്രശ്നമല്ല. മുറം വയലിൽ പൊട്ടസ്. വളം ആ വയലിലിട്ടു. ഇനി നീ എടുക്കുന്നതോ ഇല്ലയോ ഉൻ കാര്യം. അത് നിങ്ങൾ എടുക്കുന്നോ ഇല്ലയോ അത് നിങ്ങളുടെ കാര്യം. ഉറം നമ്മൾ പോട്ട് വിടണം. വളം നമ്മൾ ഇട്ട് കൊടുക്കണം. അതുക്കപ്പുറം എന്ത് ചെയ്യും? അതിനുശേഷം എന്ത് ചെയ്യണം? വയലിലുള്ള തണ്ണീർ ഉറത്തെ വലിച്ചെടുത്ത് വയലിലെ വെള്ളം വേര് കണക്കും. ആ വേരത് വലിച്ചെടുക്കും. அந்த தண்ணீர் தான் பரிசுத்தாவின் அபிஷேகம். ആ വെള്ളമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം നിങ്ങൾക്ക് ഉള്ളിൽ കാണപ്പെടുന്ന അഭിഷേകം പേസ വെച്ചത്. നിങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചത്. ഇനി സി ഗ്രൂപ്പ് ആര്? ഇനി സി ഗ്രൂപ്പ് ആരാണ്? അതുதான் പരിതാപ നിലമ. അതാണ് ഏറ്റവും പരിതാപകരമായ. അവരുടെ പേരെന്താ? അവരുടെ പേരെന്താണ്? എ ഗ്രൂപ്പിന്റെ പേര് എൻ പരിശുദ്ധവാൻ. എ ഗ്രൂപ്പിന്റെ പേര് എന്റെ വിശുദ്ധന്മാർ. ബി ഗ്രൂപ്പിന്റെ പേര് എൻ ജനങ്ങൾ. ബി ഗ്രൂപ്പിന്റെ പേര് എന്റെ ജനം. ഇത് രണ്ടും പറവായില്ല. ഇത് രണ്ടും കുഴപ്പമില്ല. ഇനി സി ഗ്രൂപ്പിന്റെ പേര് പാരുங்க. സി ഗ്രൂപ്പിന്റെ പേര് നോക്കുക. അയ്യോ പരിതാപം. അയ്യോ കഷ്ടം. അടി വാങ്ങக்கூடிய പേര്. അത് അടിമേടിക്കുന്ന പേരാണ്. ആണ്ടവർ വെച്ച പേര്. ദൈവം വെച്ച പേരാണ്. 16-ാം വചനത്തിൽ ഇരുന്ന് വാസിക്കുക. 50-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ. 16-ാം വചനത്തിൽ എന്നെ വാസിക്കണം. 16-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? കർത്തർ ദുന്മാർഗനെ നോക്കി. ദൈവം ദുഷ്ടനോട്. ദുന്മാർഗൻ അവന്റെ പേര്. ദുഷ്ടനെന്നാണ് അവരുടെ പേര്. കർത്തർ ദുന്മാർഗനെ നോക്കി. ദൈവം ദുഷ്ടനെ നോക്കി. നീ എന്നിടത്തിൽ ഉടമ്പടിക്ക് ചെയ്യുവും എന്നുடைய വാർത്തയെ ഉൻ കാലാലം എനിക്ക് ഉനക്ക് ന്യായം എന്ന്. നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം? അവൻ എന്റെ ഇടത്തിൽ 10 കാര്യങ്ങൾ ചെയ്ത വിരോധமான അല്ലെങ്കിൽ പാപமான 10 കാര്യങ്ങൾ. താൻ ഇവിടെ പാപമായിട്ടുള്ള 10 കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് യാവരും ഗവനിക്ക വേണ്ടിയ ഒരു പകുതി. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാഗം. എല്ലാവരും 50-ാം സംഗീതം എടുക്കുക. എല്ലാവരും 50-ാം സങ്കീർത്തനം ഒന്ന് എടുത്താട്ടെ. ഞാൻ ഒന്നൊന്നാകെ വാസിக்கிறேன். ഞാൻ ഒന്നൊന്നായിട്ട് വായിച്ചു. അതിന്റെ വിളക്കങ്ങളൊന്നും தேவையில்லை. അതിന്റെ വ്യാഖ്യാനം വിളങ്ങറ മാതിരി
அப்படிதான் பரிசுத்தாவியானவர் எழுதி வைக்கிறது. എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. 16 വചനത്തിൽ 16 വാക്യത്തിൽ தேவன் துன்மார்க்கனை நோக்கி ദൈവം ദുഷ്ടനോട് நீ என் பிரமாணங்களை எடுத்துரைக்கவும் என் உடன்படிக்கையை உன் வாயினால் சொல்லவும் உனக்கு என்ன நியாயம் உண்டு? നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് அப்போ കാര്യം? இந்த துன்மார்க்கன் யார்? അപ്പോൾ ഈ ദുഷ്ടൻ ആരാണ്? உலகத்தில துன்மார்க்கன் அல்ல. ലോകത്തിലെ ദുഷ്ടനല്ല. சிலர் சொல்றாங்க உலகத்தில துன்மார்க்கன் என்று. ചിലർ പറയുന്നത് ലോകത്തിലെ ദുഷ്ടന്മാരെ കുറിച്ചാണ്. உலகத்தில துன்மார்க்கனுக்கு தேவனோடு உடன்படிக்கை செய்ய தெரியுமா? ലോകത്തിലെ ദുഷ്ടന്മാർക്ക് ദൈവത്തോട് നിയമം ചെയ്യാൻ അറിയുമോ? நாம் எப்போது உடன்படிக்கை செய்கிறோம்? എപ്പോഴാണ് നാം ഉടമ്പടി ചെയ്യുന്നത്? രക്ഷിപ്പിൽ ഒരു ഉടன்பടിക്കை. രക്ഷയിൽ ഒരു ഉടമ്പടിയുണ്ട്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அதான் உடன்படிக்கை. അതാണ് ഉടമ്പടി അല്ലെങ്കിൽ നിയമം. இயேசுவின் இரத்தத்தினால் மீட்கப்படுவதே ஒரு உடன்படிக்கை. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നത് ഒരു ഉടമ്പടി. ஞானஸ்நானத்தில் இரண்டாவது உடன்படிக்கை. ജലസ്നാനത്തിൽ രണ്ടാമത്തെ ഉടമ്പടി. 1 പേതുരു 3-ാം അധികാരം 21-ാം വചനത്തിൻപടി 1 പത്രോസ് 3-ാം അധ്യായം 21 നന്മനസാക്ഷിயின் ഉടன்பടിക്കை. നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷ അല്ലെങ്കിൽ ഉടമ്പടി. നന്മനസാക്ഷിயின் ഉടன்பടിക്കை. നല്ല മനസാക്ഷിക്കായിട്ടുള്ള ഉടമ്പടി. അഭിഷേകത്തിനാൽ ഒരു ഉടன்பടിക്കை. അഭിഷേകത്താൽ ഒരു ഉടമ്പടി. ഞാൻ ഉൻ ജനം നീ എൻ ദേവൻ. ഞാൻ നിങ്ങളുടെ അങ്ങയുടെ ജനം, നീ എന്റെ ദൈവം. കടേസി ഉടன்பടിക്കை ശരീര மீட்பு. അവസാനത്തെ ഉടമ്പടിയാണ് ശരീര വീണ്ടെടുപ്പ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. இப்படி பல உடன்படிக்கை நாம் செய்கிறோம். ഇങ്ങനെ പല ഉടമ്പടികൾ നമ്മൾ ചെയ്യും. இந்த துன்மார்க்கன் உடன்படிக்கை செய்கிறான். ഈ ദുഷ്ടനും ഉടമ്പടി ചെയ്യുന്നു. அப்ப இவன் யார்? അപ്പോൾ ഇദ്ദേഹം உலகத்திலே துன்மார்க்கனுக்கு இயேசு தெரியுமா? ലോകത്തിലെ ദുഷ്ടന് യേശുവിനെ അറിയുമോ? பைபிள் தெரியும். ബൈബിൾ അറിയാമോ? இந்த பைபிள் கொடுத்து 23-ാം சங்கீதம் ഒന്ന് படின்னு சொன்னா அவன் உடனே எடுத்து படிப்பான். ഈ ബൈബിൾ കൊടുത്തിട്ട് 23-ാം സങ്കീർത്തനം ഒന്ന് വായിക്കാൻ പറഞ്ഞാൽ എടുത്ത് വായിക്കുമോ? அவனால വാசிக்க முடியாது. എനിക്ക് വായിക്കാൻ കഴിയില്ല. சங்கீதம் எங்கே இருக்கிறதுன்னு அவனுக்கு தெரியாது. സങ്കീർത്തനം എവിടാണെന്ന് പോലും അറിയില്ല. இயேசு தெரியாது. യേശുവിനെ അറിയില്ല. പരലോകം தெரியாது. സ്വർഗ്ഗം അറിയില്ല. ഉപദേശ സത്യങ്ങൾ മനം തിരുമ്പുതൽ ജ്ഞാനസ്നാനം ഒന്നും தெரியாது. ഉപദേശ സത്യം മാനസാന്തരം ജലസ്നാനം ഒന്നും അറിയില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ആകയാൽ ഇங்கே എഴുതപ്പെട്ട ദുന്മാർഗൻ ഉലകത്തിലെ ദുന്മാർഗൻ അല്ല. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ദുഷ്ടൻ ലോകത്തിലെ ദുഷ്ടനല്ല. ദുന്മാർഗനെ നോക്കി കർത്താവ് ദുഷ്ടനോട് നീ ഉൻ വായിനാൽ ഉടൻപടിക്കை செய்யவும். നീ നിന്റെ വായ കൊണ്ട് ഉടമ്പടി നിയമം ചെയ്യുവാൻ. എന്നിടത്തില് നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിൽ എടുപ്പാനും നിനക്ക് എന്ത് കാര്യം? ദേവൻ ദുന്മാർഗനെ നോക്കി എൻ പ്രമാണങ്ങളെ എടുത്തുരയ്ക്കവും എൻ ഉടൻപടിക്ക് ഉൻ വായിനാൽ ചെയ്യവും ഉനക്ക് എന്ന ന്യായമുണ്ട്. ദൈവം ദുഷ്ടനോട് അരുളി ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിൽ എടുപ്പാനും നിനക്ക് എന്ത് കാര്യം? ആകയാൽ ദേവജനമേ, ഇത് രക്ഷിക്കപ്പെടാത്ത കൊണപ്പെടാത്ത പാപിயான ദുന്മാർഗനല്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇത് രക്ഷിക്കപ്പെടാത്ത പാപിയായിട്ടുള്ള ദുഷ്ടനല്ല. ഇത് രക്ഷിക്കപ്പെട്ടവൻ. രക്ഷിക്കപ്പെട്ടവൻ. ഇവൻ ജ്ഞാനസ്നാനം എടുത്തവൻ. ജലസ്നാനം എടുത്തവൻ. അഭിഷേകം പെറ്റവൻ. അഭിഷേകം പ്രാപിച്ചവൻ. ദേവനുടെ പ്രമാണത്തിற்கு വിരോധமாக ക്രിയ ചെയ്തവൻ. എന്നാൽ ദൈവത്തിന്റെ പ്രമാണത്തിന് വിരോധമായി പ്രവർത്തിച്ചവൻ. അവൻ എന്നെന്ന പാപം ചെയ്താൽ എന്റെ കീഴ വസനങ്ങളിൽ വാസിக்கிறோം. എന്തെല്ലാം പാപം ചെയ്തു എന്നുള്ള താഴെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഉലകത്തിലെ ദുന്മാർഗനെ കുറിച്ച്, ലോകത്തിലെ ദുഷ്ടനെ കുറിച്ച് 57-ാം സംഗീതം 20-ാം വസനത്തിൽ വാസിக்கிறோം. 57-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിൽ വായിക്കുന്നു. 57-ാം സംഗീതം യെശയ്യാ 57:20. യെശയ്യാ 57:20. അങ്ക എന്ന വാസിக்கிறோം. അവിടെ എന്താണ് വായിക്കുന്നത്? വായിക്കാം. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. ദുന്മാർഗരോ കടലെ പോലെ അവർ കാണപ്പെടുகிறாർ. ദുഷ്ടന്മാരെ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. അതിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവർ പുറമ്പേ തള്ളുகிறது. അതിലെ വെള്ളം ചേറും ചിലയും മേലോട്ട് തള്ളുന്നു. അവർ ചേറ്റുക്കുള്ളേ കാണപ്പെടുகிறாർ. അവർ ചേറിൽ കാണപ്പെടുന്നു. അഴുക്കുക്കുള്ളേ അവർ കാണപ്പെടുന്നു. അഴുക്കിനുള്ളിൽ കാണപ്പെടുന്നു. സക്കറിയ 10-ാം അധികാരത്തിൽ വാസിക്കുമ്പോൾ, സക്കറിയ പ്രവചനം 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പാപമാകിയ അഴുക്ക് എന്ന് വാസിக்கிறோம். പാപമാകുന്ന അഴുക്കെന്ന് വായിക്കുന്നു. இந்த അഴുക്കാകിയ പാപത്തിൽ കാണപ്പെടുகிறവന് ദുന്മാർഗൻ. അപ്പോൾ ഈ അഴുക്കാകുന്ന പാപത്തിൽ കാണപ്പെടുന്നവനാണ് ദുഷ്ടൻ. അവനുடைய சிந்தனையில் പാപം, തന്റെ ചിന്തയിൽ പാപം, അവനുடைய സ്വഭാവം പാപം, അവന്റെ സ്വഭാവത്തിൽ പാപം, അവനുடைய ക്രിയകൾ പാപം, അവന്റെ പ്രവൃത്തികൾ പാപം. അവനുക്ക് നീതി ചെയ്യ தெரியாது. അവന് നീതി ചെയ്യാൻ അറിയില്ല. അവൻ ചെയ്വതെല്ലാം അന്യായം. അവൻ ചെയ്യുന്നതൊക്കെയും അന്യായം. അവൻ പോകുന്ന ഇടമെല്ലാം പാപ ഇടം. അവൻ പോകുന്നതൊക്കെ പാപം നിറഞ്ഞ അവൻ സ്ഥലങ്ങൾ. പാപത്തുക്കുള്ളേ കാണപ്പെടുகிறாൻ. അവൻ പാപത്തിൽ കാണപ്പെടുന്നു. இந்த கடலுக்குள்ளே அழுக்கு കാണപ്പെടുகிறது ഈ പോലെ കടലിന്റെ ഉള്ളിൽ അഴുക്ക് കാണപ്പെടുന്നത് പോലെ ദുന്മാർഗൻ പാപത്തുക്കുൾ മുഴുകി കാണപ്പെടുகிறாൻ. ദുഷ്ടൻ പാപത്തിൽ മുഴുകി ജീവിക്കുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എന്നാൽ இந்த ദുന്മാർഗൻ அப்படிയല്ല. എന്നാൽ ഈ ദുഷ്ടൻ അങ്ങനെയല്ല. ഇവൻ ദേവനുടെ പ്രമാണങ്ങളെ എടുത്തുരയ്க்கிறார்.
ഇവൻ ദൈവത്തിന്റെ ചട്ടങ്ങൾ അറിയിക്കുന്നു. അവൻ ദേവനോട് ഉടൻപടിക്ക ചെയ്യുகிறான். ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നു. അവൻ ஞானஸ்நானத்தில் உடன்படிக்கை செய்தவன். ജലസ്നാനത്തിൽ ഉടമ്പടി ചെയ്തവനാണ്. அபிஷேகத்தின் மூலமாக உடன்படிக்கை செய்தவன். അഭിഷേക നിമിത്തം ഉടമ്പടി ചെയ്തവനാണ്. உமது பிள்ளையாக நான் ஜீவிப்பேன் என்று தீர்மானித்தவன். നിന്റെ പൈതലായി ഞാൻ ജീവിക്കുമെന്ന് തീരുമാനിച്ചു. வேறுபாடு ஜீவியத்தில் காணப்பட்டவன். വേർപാട് ജീവിതത്തിൽ ഒരു നാൾ കാണപ്പെട്ടവൻ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனால் எல்லாவற்றையும் இழந்து விட்டான். എന്നാൽ എല്ലാം നഷ്ടമാക്കി കളഞ്ഞു. எந்தெந்த காரணத்தினால் அவன் எல்லாவற்றையும் இழந்து விட்டான். ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് അവനെല്ലാം നഷ്ടമാക്കിയത്? 17ஆம் வசனத்தை பாருங்கள். 17ആം വാക്യം നോക്കുമ്പോൾ நாங்கள் வாசிப்போம், நீங்கள் எல்லாம் கவனித்து பாருங்கள். ഞങ്ങൾ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. 17ஆம் வசனத்தில் 17ആം വാക്യത്തിൽ முதலாவது சிக்ஷையை நீ பகைக்கிறாய். ഒന്നാമത് ഈ ശാസനയെ വെറുക്കുന്നു. இரண்டாவது என் வார்த்தைகளை உனக்கு பின்னாக எறிந்து போடுகிறாய். രണ്ടാമത് എന്റെ വചനങ്ങൾ നിന്റെ പുറകിൽ എറിഞ്ഞു அவன் കളയുന്നു. சிக்ஷையை பகைப்பான். അവൻ ശാസന അല്ലെങ്കിൽ ശിക്ഷയെ വെറുക്കുന്നു. ஊழியக்காரன் ஏதாவது ஒரு விஷயத்தில் சிக்ஷித்தால், ശുശ്രൂഷകർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശാസിച്ചാൽ, ஏதாவது ஒரு விஷயத்தில் கண்டித்தால், ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ ശിക്ഷിച്ചാൽ, நீ பேசியது சரியில்லை, മൃഗം നിങ്ങൾ സംസാരിച്ചത് ശരിയല്ല, சிஸ்டர் நீங்க அந்த இடத்தில் போனது சரியில்லை, സിസ്റ്റർ നിങ്ങൾ ആ സ്ഥലത്ത് പോയത് ശരിയല്ല, நீங்க அங்க போயிருக்க கூடாது, നിങ്ങൾ അവിടെ പോകാൻ പാടില്ല, நீங்க பேசி இருக்க നിങ്ങൾ கூடாது അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു கண்டிக்கும் போது എന്ന് ശാസിക്കുമ്പോൾ உடனே சி குரூப் என்ன சொல்லுவான்? ഉടനെ സി ഗ്രൂപ്പ് എന്ന് പറയും, என்னை கண்டிக்கிறதுக்கு நீ யார்? എന്നെ ശാസിക്കാൻ നീ ആരാ? நீ எந்த ஊழியக்காரன்? നീ എന്ത് വേലക്കാരനാ? எங்க இருந்து നീ வந்திருக்கிறாய்? എവിടെ നിന്നാണ് വന്നത്? இப்படி எல்லாம் ஊழியக்காரனுக்கு விரோதமாக பேசுவான். ഇങ്ങനെയെല്ലാം ശുശ്രൂഷകർക്ക് വിരോധമായി സംസാരിക്കും. அதுதான் சி குரூப். അതാണ് സി ഗ്രൂപ്പ്. அப்படி யாராவது நீங்க செய்வீரானால், അങ്ങനെ ആരെങ്കിലും ഇവിടെ ചെയ്താൽ, அப்படிப்பட்ட சுபாவம் இருந்தால் നിങ്ങളുടെ സ്വഭാവം ഉണ്ടെങ്കിൽ என்னையோட மாற்றிக்கொள்ளுங்கள். നിന്നുകൊണ്ട് മാറ്റിക്കൊള്ളണം. ஆவியானவர் உன்னோடு பேசுகிறார். പരിശുദ്ധാത്മാവ് നിന്നോട് நீ സംസാരിക്കുന്നു. எடுத்துக்கொள்ளப்பட வேண்டும். നീ എടുത്തുകൊള്ളപ്പെടണം. நீ ஆண் பிள்ளையாக மாற നീ வேண்டும். ആൺകുട്ടിയായി തീരണം. நீ புறாவாக மாற നീ வேண்டும். ഭാവായി തീരണം. நீ பழுதொன்று நிற்கலாக. നിന്റെ അടുക്കെന്ന് കാണപ്പെടരുത്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. நீ பூர்ண ரூபவதி. നീ പൂർണ്ണ സൗന്ദര്യവതി. உன்னில் பழுத ஒன்றுமில்லை. നിന്നിൽ ഊനം ഒന്നുമില്ല. உன்னத பாட்டு 4:7 படிச்சு பாருங்க. ഉത്തമഗീതം 4:7 நீ വായിക്കും. பூர்ண ரூபவதி. നിനക്ക് പൂർണ്ണ സൗന്ദര്യം. உன் மனதே பூர்ண ரூபவதி. നിന്റെ മനസ്സിലെ പൂർണ്ണ உன்னுடைய സൗന്ദര്യം. இதயம் ரூபவதி. നിന്റെ ഹൃദയം സൗന്ദര്യമാണ്. உன்னுடைய இடபாடுகள் எல்லாம் ரூபவதி. നിന്റെ ഇടപാടുകളെല്ലാം അത് സൗന്ദര്യം. பூர்ண ரூபவதி. നീ സർവാംഗ സുന്ദരി. உன்னில் பழுத ஒன்றுமில்லை. നിന്നിൽ യാതൊരു ഊനവുമില്ല. அதான் ஏ குரூப். അതാണ് എ ഗ്രൂപ്പ്. அப்படியாக நாம் மாற வேண்டும். അങ്ങനെയായി നാം മാറണം. ஆனா சி குரூப்பை பாருங்கள். സി ഗ്രൂപ്പിനെ നോക്കുക. நீ முதலாவது என் சிற்றையே பகைக்கிறாய். ഒന്നാമത് എന്റെ ശാസനയെ വെറുക്കുന്നു. இரண்டாவது என் வார்த்தைகளை உனக்கு பின்னாக எறிந்து போடுகிறாய். രണ്ടാമത് എന്റെ വചനങ്ങൾ അതിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നു. அது என்ன? അതെന്താണ്? பிரசங்கம் முடிச்சிருக்கிறது പ്രസംഗം കഴിഞ്ഞു, பஸ் ஸ்டாண்டில் நிற்பாங்க. ബസ് സ്റ്റാൻഡിൽ പോയി, ஆமா அந்த பாஸ்டர் என்னமோ பேசினாங்க. ഓ ആ പാസ്റ്റർ എന്തൊക്കെ அவருக்கு പ്രസംഗിച്ചു. என்ன தெரியும்? അവർക്ക് എന്തറിയാം? கஷ்டங்கள் நமக்கு தான் தெரியும். കഷ്ടമൊക്കെ നമുക്കല്ലേ. അതുപോലെ ജീവിக்க முடியுமா? പാസ്റ്റർ പറയുന്ന പോലെ ജീവിക്കാൻ പറ്റും. ஆமா ஒரு பிரசங்கம். ഓ ഒരു പ്രസംഗം ஒன்று குப்பையில் போட சொல்லு. കൊണ്ടുപോയി കുപ്പയ്ക്കകത്തിടാൻ പറ. எப்படி என்ன பேசுறீங்களா? ഇങ്ങനെല്ലാം പറയാറുണ്ടോ? நீ என் வார்த்தைகளே உனக்கு பின்னாக எறிந்து போடுகிறாய். നീ എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു என் കളയും. ஆலோசனையை நீ மறுதலிக்கிறாய். എന്റെ ആലോചനയോട് നീ എതിർത്ത് നിൽക്കുന്നു. என்னோட உபதேசத்தை நீ வெறுக்கிறாய். എന്റെ ഉപദേശത്തെ നീ വെറുക്കുന്നു. உன் காலாலே நீ மிதித்து போடுகிறாய். എന്റെ കാലുകൾ അത് ചവിട്ടി കളയുന്നു. நீதான் சீக்கிரம். നീയാണ് സി ഗ്രൂപ്പ്. நீதான் கைவிடப்படுவாய். നീ കൈവിടപ്പെട്ടു പോകും. கைவிடப்படுவது எனக்கு விருப்பம் இல்லை. നീ കൈവിടപ്പെട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹം. ஆகையால் அந்த சுபாவத்திலிருந்து இப்போதே விடுதலையை பெற்றுக்கொள். അതുകൊണ്ട് ആ സ്വഭാവത്തിൽ നിന്ന് ഇപ്പോൾ വിടുതൽ പ്രാപിച്ചു കൊള്ളുക. இனி 18ஆம் வசனத்தை பாருங்க. 18ആം വാക്യം വായിച്ച நீ திருடனை காணும் போது നീ കള്ളനെ കണ്ടാല് அவனோடு ஒருமித்து போகிறாய். അവനോട് അനുകൂലപ്പെടും. திருடன் കള്ളൻ தெரியாம நம்ம பல காரியங்கள் செய்வோம். നാം അറിയാതെ പല കാര്യങ്ങളും ചെയ്യും. தெரியாம செய்துட்டு வாயெல்லாம் மூடி அப்படி தொடச்ச முடியும். ഒന്നും தெரியாத ராமநாயராயனா. ആർക്കും അറിയാതെ ചെയ്ത് വായെല്ലാം തുടച്ച് വന്നിട്ട് പറയും ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണൻ. ஒன்றும் தெரியாது. എനിക്കൊന്നും അറിയില്ല. எல்லாம் செய்த பிற்பாடு முகத்தை தொடச்சால் எல்லாம் சரியாயிடுமா? എല്ലാം ഒപ്പിച്ചിട്ട് മുഖം തുടച്ചാൽ ശരിയാകുമോ? அல்லேலியா லேலியா சொன்னா எல்லாம் இவாபரேஷன் ஆகி போய் விடுமா? അല്ലേലിയ അല്ലേലിയ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആവിയായി പോകുമോ? நீ எனக்கு விரோதமாக பாபம் செய்கிறாய். നീ എനിക്ക് நீ വിരോധമായി திருடனை காணும் போது ஒருமித்து போகிறாய். നീ കള്ളനെ കണ്ടാൽ അവൻ അനുകൂലപ്പെടും. இனி 4வது பாபம். നാലാമത്തെ പാപം, விபசாரனோடு உனக்கு பங்குண்டு. വ്യഭിചാരികളോട് നീ പങ്കുകൂടും. 5வது பாபம். 5ാമത്തെ പാപം, உன்
உன் வாயை நீ பொல்லாப்புக்கு திறக்கிறாய். നിന്റെ വായ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. ஆறாவது பாவம். ആറാമത്തെ പാപം, உன் நாவு சற்பனையை பிணைக்கிறது. നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. ஏழாவது, ഏഴാമത്, நீ உட்கார்ந்து உன் சகோதரனுக்கு விரோதமாக பேசுகிறாய். നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. எட்டாவது, എട്ടാമത്, உன் தாய் மகனுக்கு அவதூறு உண்டாக்குகிறாய். നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. ஆறு தாய் மகன் ஆறு? ആരാണ് അമ്മയുടെ മകൻ? அத ஊழியக்காரன். അതാണ് ശുശ്രൂഷകൻ. சகோதரன் ஆறு? ആരാണ് സഹോദരൻ? சக விசுவாசி. അതാണ് നിന്റെ കൂട്ടുവിശ്വാസി. அவருக்கு விரோதமாக பேசலாகாத. അവർക്ക് വിരോധമായി സംസാരിക്കുന്നു. விரோதமாக பேசுவது கொலை பாதகம். വിരോധമായി സംസാരിക്കുന്നത് കൊലപാതകമാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பகைக்கிறது கொலைபாதகம். പകയ്ക്കുന്നത് കൊലപാതകം. விரோதமாக பேசுவது கொலை பாதகம். വിരോധമായി സംസാരിക്കുന്ന കൊലപാതകം. எண்ணாகமும் லேவியராகமும் 19ஆம் அதிகாரம் 16ஆம் வசனத்தை படித்துப்பா. ലേവ്യ പുസ്തകം 19:16 വായിച്ചു நீ നോക്കുക. அங்கும் இங்கும் கோல் சொல்லி திரியாயாக. നീ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞു നടക്കരുത്. உன்னுடைய பலனுக்கு விரோதமாக நீ பாவம் செய்ய നിന്റെ வேண்டாம். കൂട്ടുകാരന്റെ വിരോധമായിട്ട് നീ പാപം ചെയ്യരുത്. நான் கர்த்தர். ഞാൻ യഹോവ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அங்கும் இங்கும் கோல் சொல்லுவது. അവിടെ ഇവിടെ ഏഷണി പറയുന്നത് அதெல்லாம் பெரிய பாவம். അതെല്ലാം വലിയ പാപമാണ്. நீ உட்கார்ந்த சகோதரனுக்கு விரோதமாக பேசுகிறாய். നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി உன் സംസാരിക്കുന്നു. தாய் മകனுக்கு അവധൂറ് നിന്റെ ഉണ്ടാക്കുகிறாய். അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. இனி ஒன்பதாவது, ഒമ്പതാമത്, இவைகளை நீ செய்யும் போது ഇവ നീ ചെയ്യുമ്പോൾ நான் மௌனமாயிருந்தேன். ഞാൻ മൗനമായിരുന്നു. நான் உனக்கு விரோதமாக கிரியை செய்கிறதில்லை. ഞാൻ നിനക്ക് വിരോധമായിട്ട് ഒന്നും ചെയ്തില്ല. நான் உன்னை ஆசீர்வதித்துக் கொண்டிருக்கிறேன். ഞാൻ നിന്നെ நீ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. என்ன சொல்லுகிறாய்? നീ എന്താണ് நான் പറയുന്നത്? இவ்வளவு பெரிய பாபம் செய்தாலும் ഞാൻ ഇത്ര വലിയ പാപം தேவன் ചെയ്തു. என்னை ஆசீர்வதிக்கிறார். ദൈവം എന്നെ அப்ப അനുഗ്രഹിക്കുന്നു. நான் செய்வது பாவம் அல்ல. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് പാപമല്ല. நான் பேசினது பாவம் ഞാൻ அல்ல. സംസാരിച്ചത് പാപമല്ല. தேவன் என்னோடு இருக்கிறார். ദൈവം എന്റെ കൂടെ ഉണ്ട്. என் கையின் பிரயாசத்தை എന്റെ ஆசீர்வதிக்கிறார். അധ്വാനഫലത്തെ അനുഗ്രഹിക്കുന്നു. என் போக்கிலும் வருத்திலும் கூட എന്റെ இருக்கிறார். പോകലും വരവിലും കൂടെ ഉണ്ട്. நீ இவைகளை செய்யும் போது நான் மௌனமாயிருந்தேன். നീ ഇവ ചെയ്തപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அவர் நீடிய பொறுமையுள்ள தேவன். അവൻ ദീർഘക്ഷമയുള്ള ദൈവം. நியாயப்பிரமாண காலம் அல்ல. ഇത് ന്യായപ്രമാണ കാലമല്ല. பல்லுக்கு பல்லும், പല്ലിന് പല്ലും, கண்ணுக்கு கண்ணும், കണ്ണിന് കണ്ണും, ஜீவனுக்கு ஜீவனுக்கும் ജീവന് പകരം ജീവൻ நியாயப்பிரமாண காலம் அல்ல. ചെയ്യുന്ന ന്യായപ്രമാണ കാലമല്ല. இது அன்பின் காலம். ഇത് സ്നേഹത്തിന്റെ இது കാലം. மன்னிக்கிற ഇത് காலம். ക്ഷമിക്കുന്ന കാലം. இது பொறுக்கிற ഇത് காலம். പൊറുക്കുന്ന കാലം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. நீ இவகளை செய்யும் போது, நீ- பேசும் போது நான் மௌனமாயிருந்தேன். നീ ഇവ ചെയ്യുമ്പോൾ, നീ ഇവ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. அடுத்து அடுத்தது. உன்னை போல நானும் இருப்பேன் என்று நீ நினைவு கொண்டாய். അടുത്തത്, നിന്നെ പോലെ ഞാനും ആയിരിക്കുമെന്ന് നീ നിരൂപിച്ചോ. தேவன் எனக்கு விரோதமாக ஒன்றும் செய்ய மாட்டான். ദൈവം എനിക്ക് വിരോധമായിട്ടൊന്നും ചെയ്യില്ല. நான் அந்த சகோதரனுக்கு விரோதமாக பேசினேன். ഞാൻ ആ സഹോദരന് വിരോധമായി സംസാരിച്ചു. அப்புறம் எனக்கு பிசினஸ் தேவன் ஆசீர்வதித்தார். അതിനുശേഷം എന്റെ ബിസിനസിനെ ദൈവം അനുഗ്രഹിച്ചത്. ஆண்டவரே என்னோடு வாரும் என்று சொன்னேன். அவர் என்னோடு வந்தார். കർത്താവ് എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്റെ അടുത്ത് ஒரு വന്നു. ஆபத்து இல்லை, എനിക്കൊരു അപകടമില്ല, ஒரு விபத்து இல்லை. എനിക്കൊരു വിപത്തില്ല. என் கையின் பிரயாசத்தை தேவன் എന്റെ ஆசீர்வதித்தார். കയ്യിൽ അധ്വാനഫലമെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. நீ இவகளை செய்யும் போது நான் மௌனமாயிருந்தேன். നീ ഇവ ചെയ്യുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. நான் நீடிய பொறுமையுள்ள தேவன். ഞാൻ ദീർഘക്ഷമയുള്ള ദൈവം. நானே மன்னிக்கிற ഞാൻ தேவன். ക്ഷമിക്കുന്ന ദൈവം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனா உன்னை போல நானும் இருப்பேன் என்று நீ நினைவு கொண்டாய். ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചോ. அடுத்த வசனம் என்ன? അടുത്ത വാക്യം എന്താ? கர்த்தரே மறக்கிறவரே இதை நினைத்துக்கொள். ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. இராவிட்டால் உன்னை நான் பீறி போடுவேன். അല്ലെങ്കിൽ ഞാൻ നിന്നെ കീറിക്കളയും. ஒருவனும் உன்னை விடுவிப்பதில்லை. വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. இந்த சமயம் ഇതേത് സമയം? இதுதான் வெள்ள சிங்காசன நியாயத்தில் ഇതാണ് വെള്ളസിംഹാസന ന്യായവിധി. தேவ ஜனமே, ദൈവമക്കളെ, ஆனபடியினால் இவ்விதமான பாவத்திலிருந்து நாம் விடுதலையை பெற்று അതുകൊണ്ട് ഇങ്ങനെയുള്ള പാപത്തിൽ നാം വിടുതൽ പ്രാപിച്ച് நீங்கள் வீடுகளில் போய் നിങ്ങളുടെ വീടുകളിൽ പോയി 50ஆம் சங்கீதம் 50-ാം സങ്കീർത്തനം இந்த 16ஆம் வசனத்தில் 22ஆம் வசனம் முடிய ஒரு 10 முறை வாசியுங்கள். 16-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ ഒരു 10 പ്രാവശ്യം വായിച്ചു தியானித்துக் கொள்ளுங்கள். അത് ധ്യാനിക്കണം. அந்த பாவத்திலிருந்து விடுதலையை பெற்றுக் ആ கொள்ளுங்கள். പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊള്ളുവിൻ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. தேவ சபையில் 3 குரூப். ദൈവസഭയിൽ 3 കൂട്ടരുണ്ട്. சில குழப்படிகள் பண்ணுகிறார்கள். അതുകൊണ്ടാണ് ചില കുഴപ്പങ്ങൾ. வேண்டாம் என்று சொன்னாலும் கேட்க மாட்டார்கள். വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. அதே தான் செய்வாங்க. അത് തന്നെ ചെയ്യും. வேற வழி இல்லை. മറ്റു വഴിയൊന്നുമില്ല. அவரையும் சகிச்சுதான் ஆகும். അവരെ സഹിച്ചേ തീരൂ. அவரையும் சுமந்துதான் ஆகும். അവരെ ചുമന്നേ തീരൂ. அதுக்குதான் ஊழியக்காராയ எங்களுடைய மார்பில் ஒரு மார்பதக்கத்தை தேவன் கட்டினார். അതുകൊണ്ടാണ് ശുശ്രൂഷരാകുന്ന ഞങ്ങളുടെ മാറിൽ ഒരു മാർപ്പതക്കം ദൈവം തന്നിരിക്കുന്നത്. പ്രധാന ആചാര്യരുടെ മാർപതക്കത്തിൽ ഒരു മാർപതക്കം ഉണ്ട്. പ്രധാന ആചാര്യന്റെ നെഞ്ചിൽ ഒരു മാർപ്പതക്കമുണ്ട്. 12 ഗോത്ര
12 ഗോത്രങ്ങളുണ്ട്. എല്ലാവരെയും ഹൃദയത്തിൽ ഞങ്ങൾ ചുമക്കുകയോ എല്ലാവരെയും ഹൃദയത്തിൽ ഞങ്ങൾ ചുമക്കുന്നു. നേരത്തിൽ അവരുടെ തോളിൽ ഒരു തോൾപ്പട്ടയുണ്ട്. അതേസമയം അവിടെ തോളിൽ ഒരു തോൾപ്പട്ടയുണ്ട്. 6 ഗോത്രം, അവിടെ 6 ഗോത്രം, ഇങ്ങനെയും 6 ഗോത്രം, ഇവിടെയും 6 ഗോത്രം. ആറോന്റെ 10 വസ്ത്രങ്ങൾ, അവരുടെ 10 വസ്ത്രങ്ങൾ, അതിലൊരു വസ്ത്രം മാർപതക്കം, അതിലൊന്ന് മാർപതക്കമാണ്, അതിലൊന്ന് തോൾപ്പട്ട. അതിലൊന്ന് തോൾപ്പട്ട എന്ന് വെളിപ്പെടുത്തുന്നത് പതക്കം എന്തിനെ കാണിക്കുന്നു? നിങ്ങളുടെ അക്രമങ്ങളെല്ലാം ചുമക്കുകയാണ് ഒരു പകുതി. നിങ്ങളുടെ അക്രമങ്ങളെയൊക്കെ ചുമക്കുന്നതായിരുന്നു. ഊഴിയക്കാരൻ അക്രമങ്ങളെ ചുമക്കുകയാണ്. അതുകൊണ്ടാണ് ശുശ്രൂഷകർ അക്രമങ്ങളെ ചുമക്കുന്നത്. കേൾക്ക മാട്ടാതെ ശുശ്രൂഷകരൊന്നും ചോദിക്കില്ല. അവർ ചൊല്ലുവാர்கள், ബ്രദർ ഇത് വേണ്ട. അവര് പറയും, ബ്രദർ ഇത് വേണ്ട, സിസ്റ്റർ ഇത് വേണ്ട, സഹോദരി ഇത് വേണ്ട. ഇത് മീറി നീ ചെയ്താൽ, ഇത് ലംഘിച്ച് നിങ്ങൾ ചെയ്താൽ ഒന്നും ചെയ്യ മാട്ടാതെ. അവരൊന്നും ചെയ്യില്ല. ഞാൻ മീറി ചെയ്താൽ നിങ്ങൾ എന്നെ ചെയ്വീങ്ക. ഞാനിത് തെറ്റിച്ച് ലംഘിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഒന്നും ചെയ്യ മാട്ടോം. അയ്യോ, ഞങ്ങളൊന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് 2 വസ്ത്രമുണ്ട്, ഞങ്ങൾക്ക് 2 വസ്ത്രമുണ്ട്, ഞങ്ങൾക്കൊരു ചുമൽപ്പട്ടയുണ്ട്, ഞങ്ങൾക്കൊരു ചുമൽക്കണ്ടമുണ്ട്. ആണ്ടവർ சொன்னார், ദൈവം പറഞ്ഞു, ഇസ്രായേൽ മക്കളുടെ എല്ലാ അക്രമങ്ങളെയും നീ ചുമക്ക വേണ്ട. ഇസ്രായേൽ ജനത്തിന്റെ സകല അതിക്രമങ്ങളെ നിങ്ങൾ ചുമക്കണം. അതേ നേരത്തിൽ അവരെ നീ പുറമ്പെ തള്ളതാകാം. അതേസമയം നിങ്ങൾ അവരെ പുറത്ത് തള്ളിക്കളയരുത്. ഹൃദയത്തിൽ താങ്ങിക്കൊള്ള അവരെ വേണ്ട. ഹൃദയത്തിൽ നിങ്ങൾ വഹിക്കണം. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. നിങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം നിങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം ആണ്ടവരെ അവരെ നീ ശിക്ഷിക്ക വേണ്ട. കർത്താവേ, നീ അവരെ ശിക്ഷിക്കണം. അവരെ സന്ധിക്ക വേണ്ട. ദൈവമേ, നീ അവരെ സന്ദർശിക്കണം. അവരെ എപ്പടിയാவது கையும் காலும் உடைத்து நீ சரி பண்ண നീ வேண்டும். എങ്ങനെയെങ്കിലും അവരുടെ കൈയും കാലും ഒടിച്ച് അവരെ ശരിയാക്കണം. நாங்கள் அப்படி ஜெபிக்க மாட்டோம். ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കില്ല. பரிசுத்த பவுல் அப்படி ஜெபிக்கவில்லை. വിശുദ്ധ പൗലോസ് അങ്ങനെ പ്രാർത്ഥിച്ചില്ല. பரிசுத்த பவுல் எப்படி ஜெபித்தார்? വിശുദ്ധ പൗലോസ് എങ്ങനെ പ്രാർത്ഥിച്ചു? 1 തെസ്സലോനിക്കർ 3-ാം അധികാരം 10-ാം വചനത്തെ വാസിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, உங்கள் விசுவாச குறைவுகளை நிகழ்த்தும் பொருட்டு നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്തേണ്ടതിന് இரவும் பகலும் രാവും പകലും உங்களுக்காக நாங்கள் அதிகமாக வேண்டுதல் செய்கிறோம். വളരെ താല്പര്യത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്നു. അതിനുള്ള വിശ്വാസ കുറവുകളെ നികത്തും പൊരുട്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനായി ഞങ്ങൾ ഇരവും പകലും ജപിക്കണം. ഞങ്ങൾ രാത്രിയും പകലും പ്രാർത്ഥിക്കുന്നു. അല്ലാതെ വിശ്വാസ വീട്ടിൽ വന്ന് പാരുങ്ങൾ. അതുകൊണ്ട് വിശ്വാസ വീട്ടിൽ വന്ന് നോക്കുക. കാലത്തിൽ കണ്ണീർ വിട്ട് ജപിപ്പാர்கள். ശുശ്രൂഷകർ ആ കാലം കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നു. அந்த பாவத்தினால் அந்த குடும்பம் அழிக்கலாகாது. കർത്താവേ, പാപനിമിത്തം കുടുംബം നശിച്ചു പോകരുത്. அந்த குடும்பத்தை பாதுகாக்கும். കർത്താവേ, ആ കുടുംബത്തെ സൂക്ഷിക്കണമേ. அவங்க தெரியாமல் அது செய்தார். അവർ അറിയാതെ അത് ചെയ്തതാണ്. மன்னியும் നീ ക്ഷമിക്കണം കർത്താവേ. நீ அவரை பாதுகாக்கும். നീ അവരെ കാക്കണം കർത്താവേ. அதுதான் தேசத்துக்காக நாம் இப்போ ஜெபித்தோம். അതിനാണ് ദേശത്തിന് വേണ്ടി നാം ഇപ്പോൾ പ്രാർത്ഥിച്ചത്. சபைக்காக நாம் ஜெபித்தோம். സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു. இதுதான் ஒரு ஊழியக்காரன். ഇതാണ് ഒരു ശുശ്രൂഷകൻ. உங்கள் விசுவாச குறைவுகளை நிகழ்த்தும் பொருட்டு നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനായി அவர்கள் இரவும் பகலும் അവർ രാത്രിയും പകലും தேவ சமூகத்தில் கண்ணீர் விடுவார்கள். ദൈവസന്നിധിയിൽ കണ്ണുനീർ ഒഴുക്കുന്നു. மூச்சு விட்டு அழுவார்கள். നെടുവീർപ്പിട്ട് കരയുന്നു. தேவன மகிமை. ദൈവത്തിന്റെ മഹത്വം. ஆகையால் நீங்கள் எந்த குரூப் என்று இப்போதே நீங்கள் யோசிக்க வேண்டும். അതുകൊണ്ട് നിങ്ങൾ ഏത് ഗ്രൂപ്പാണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. எல்லாரும் ஏ குரூப்பாக മാറ നാം வேண்டும். എല്ലാവരും ഏ ഗ്രൂപ്പായി തീരണം. ஏ குரூப்பே கரங்களை ഉയർത്തി ഒരു ഹല്ലേലൂയ ഏ சொல்லுங்கள். ഗ്രൂപ്പ് മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ മുഴക്കിയാട്ടെ. இந்த சத்தம் போகாத சத்தமாக ஒரு ഈ ഹല്ലേലൂയ சொல்லுங்கள். ശബ്ദം പോലെ ഉറക്കെ ഹല്ലേലൂയ മുഴക്കിയാട്ടെ. தேவனுக்கு மகிமை. ദൈവത്തിന്റെ മഹത്വം. ഇനി ഒരു 10 നിമിഷം കൊണ്ടാക്കാം. പിന്നീട് 10 മിനിറ്റ് കൂടിയുള്ളൂ. അടുത്തതായി ഇപ്പൊ നാം സഭയിലെ 3 ഗ്രൂപ്പെ കണ്ടു. സഭയിലെ 3 കൂട്ടരെ കണ്ടു. ഇനി രക്ഷിപ്പ് എന്ന വാർത്തയ്ക്ക് 3 അർത്ഥങ്ങളുണ്ട്. രക്ഷ എന്ന പദത്തിന് 3 അർത്ഥങ്ങളുണ്ട്. ഒന്ന് രക്ഷിക്കപ്പെട്ടു, ഒന്ന് രക്ഷിക്കപ്പെട്ടു, രണ്ടാമത് രക്ഷിക്കപ്പെടുക, രണ്ടാമത് രക്ഷിക്കപ്പെടുന്നു, മൂന്നാമത് രക്ഷിക്കപ്പെടുവോ. മൂന്നാമത് രക്ഷിക്കപ്പെടും. இப்படி 3 അർത്ഥത്തിൽ വേദവാക്യങ്ങൾ വാസിക്കണം. 3 അർത്ഥത്തിൽ തിരുവചനത്തിൽ നമുക്ക് വായിക്കാം. ഒന്ന് രക്ഷിക്കപ്പെട്ടു. ഒന്ന് രക്ഷിക്കപ്പെട്ടു. എഫേസ്യർ 2-ാം അധികാരം 8-ാം വചനത്തെ വാസിക്കുമ്പോൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം, വിശ്വാസത്തെ കൊണ്ട് കൃപയിനാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടീர்கள். കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ടോ, നാം പാപത്തിലിരുന്ന് പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പിശാചിന്റെ കണ്ണിയിലിരുന്ന്, പിശാചിന്റെ കെണിയിൽ നിന്ന്, നരകത്തിൽ നിന്ന് നാം യേശുക്രിസ്തുവിന്റെ രക്തത്തിനാൽ മീட்கപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടു. യേശുവിന്റെ രക്തത്തിൽ അനേക ആശീർവാദങ്ങളുണ്ട്. യേശുവിന്റെ രക്തത്തിൽ അനേക അനുഗ്രഹങ്ങളുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തത്തിലാണ് നമ്മുടെ ആത്മ നിവർത്തി ചെയ്യപ്പെടുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് നമ്മുടെ പാപപരിഹാരം. യേശുവിന്റെ രക്തത്തിനാൽ ദൂരമായിരുന്നു നാം സമീപമാക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ദൂരസ്ഥരായി നാം സമീപസ്ഥരാണ്. സകല പാപങ്ങളെയും നീക്കി നമ്മെ ശുദ്ധീകരിച്ചു. യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും
പാപങ്ങൾ നീക്കി നമ്മെ ശുദ്ധീകരിക്കും. യേശുക്രിസ്തു രക്തത്തിനാൽ ദേവനോട് നാം ഉത്തരവാകുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവത്തോട് നാം നിരപ്പാകുന്നു. ഇവിടെ യേശുക്രിസ്തുവിന്റെ രക്തത്തിനാൽ 15 വിധ ആശീർവാദങ്ങൾ പെற்றுകൊള്ളും. ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ 15 വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ അത് പ്രാപിക്കും. വിശ്വാസത്തെ കൊണ്ട് യേശുവിൻ കൃപയിനാൽ വിശ്വാസത്തെ കൊണ്ട് രക്ഷിക്കപ്പെട്ടീர்கள். കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ പൂർണ്ണ രക്ഷിപ്പ് നാം പറവില്ല. അതുകൊണ്ട് നാം പൂർണ്ണ രക്ഷ പ്രാപിച്ചില്ല. ഇത് വിളങ്ങിക്കൊള്ള വേണ്ടി. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് രക്ഷിപ്പിന്റെ ഒരു പകുതി. ഇത് രക്ഷയുടെ ഒരു ഭാഗം. ഇനി അടുത്ത എന്ത് ചെയ്യണം? അടുത്ത എന്ത് ചെയ്യണം? ഫിലിപ്പിയർ 2-ാം അധികാരം 12-ാം വചനത്തിൻപടി ഫിലിപ്പിയർ 2-ാം അധ്യായം 12-ാം വാക്യപ്രകാരം അங்கே നാം என்ன വാസിக்கிறோம்? അവിടെ എന്താണ് വായിക്കുന്നത്? ഭയത്തോടെ നടുക്കത്തോടെ ഉങ്ങളുടെ രക്ഷിപ്പ് നിറവേറ പ്രയാസപ്പെടുങ്ങൾ. നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. വാസിക മലയാളം ഫിലിപ്പിയർ 2:12. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഉങ്ങൾ രക്ഷിപ്പ് നിറവേറ പ്രയാസപ്പെടുങ്ങൾ. നിങ്ങളുടെ രക്ഷയ്ക്കായി അല്ല, രക്ഷ നിറവേറുവാൻ പ്രവർത്തിക്കും. രക്ഷിക്കപ്പെട്ടോ? ഇപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു. അത് ഒരു പകുതി. അതൊരു ഭാഗം. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. ഇനി ഇത് രക്ഷിപ്പ് നിറവേറ വേണം. ഇനി രക്ഷ നിറവേറണം. അപ്പൊ രക്ഷിപ്പിനി വളരണം. അതായത് രക്ഷ വളരണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതിനകത്ത് പേതിൽ ചൊല്ലുമ്പോൾ അതുകൊണ്ടാണ് ഈ പത്രോസ് പറഞ്ഞത്, സത്യങ്ങൾ നന്നാകെ വിളങ്ങിക്കൊള്ളണം. ഈ സത്യം നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. അവന്റെ സത്യത്തെയും അറിവീറുകൾ സത്യം നിങ്ങളെ വിടുതലയാക്കും. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കി. ഏതോ 10 വസനം പാരാമൽ പഠിച്ചാൽ പോരാ. ഏതെങ്കിലും 10 വചനം കാണാതെ പഠിച്ചാൽ പോരാ. വാക്തത്വ വസനം നമുക്ക് നല്ലതാണ്. വാഗ്ദത്ത വചനങ്ങളൊക്കെ നമുക്ക് നല്ലതാണ്. വിശ്വാസത്തിൽ ബലപ്പെടെ വാക്തത്വ വസനങ്ങൾ തേവയെന്ന് 2 പേരിലും 1-ാം അധികാരം 4-ാം വസനത്തിൽ വാസിക്കണം. വിശ്വാസത്തിൽ വളരേണ്ടതിന് വാഗ്ദത്ത വചനങ്ങൾ നമുക്ക് ആവശ്യമാണെന്ന് 2 പത്രോസ് 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നു. നമ്മെ ബലപ്പെടുത്തുന്നവർക്ക് വാക്തത്വ വസനങ്ങൾ തേവ. നമ്മെ ബലപ്പെടുത്തുവാൻ വാഗ്ദത്ത വചനങ്ങൾ വേണം. ഞാൻ ഉന്നെ കൈവിടുവതുമില്ല, ഉന്നെ വിട്ട് വിലകുവതുമില്ല. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. തഴമ്പുകളാൽ ഗുണമാനീർ. അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇതെല്ലാം വാക്തത്വ വസനം. ഇതെല്ലാം വാഗ്ദത്ത വചനങ്ങൾ. വ്യാധികൾ വരുമ്പോൾ രോഗം വരുമ്പോൾ இந்த வசனத்தை நீ அறிக்கையிடும்போது ഈ വചനം നിങ്ങൾ ഏറ്റു പറയുന്നു. நான் உன்னை விட்டு விலகுவதுமில்லை, உன்னை கைவிடுவதுமில்லை. ഞാൻ നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല. பயப்படாதே, நான் உன்னோடு இருப்பேன். ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. நான் உன்னை ஏந்துவேன், தாங்குவேன், தப்புவிப்பேன். ഞാൻ നിന്നെ ചുമക്കുകയും വഹിക്കുകയും நான் പിടിക്കുകയും ചെയ്യും. சொன்னேன், சொன்னபடி செய்வேன். ഞാൻ അരുളി ചെയ്ത് നിവർത്തിക്കും. தழம்புகளால் குணமானீர். അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. இதெல்லாம் சொல்லும்போது ഇതെല്ലാം പറയുമ്പോൾ உள்ளான மனுஷனுக்கு ஒரு தைரியம் உண்டாகும், അകത്തെ മനുഷ്യനൊരു ധൈര്യമുണ്ടാകും, விசுவாசம் உண்டாகும், വിശ്വാസമുണ്ടാകും, விசுவாசம் பலப்படும். വിശ്വാസം ബലപ്പെടും. அந்த வியாதி பிசாசை ஜெயிக்கலாம். രോഗത്തിന്റെ പിശാചിനെ ജയിക്കാം. வாக்குத்தத்த வசனங்கள் தேவை. അതിന് വാഗ്ദത്ത വചനങ്ങൾ വേണം. ஆனால் എന്നാൽ ഉപദേശം നമുക്ക് தேவை. ഉപദേശവും നമുക്ക് വേണം. ഉപദേശത്തിൽ വളരണം. ഉപദേശത്തിൽ വളരണം. ഉപദേശത്തിനാല മറ്റൊന്നാൻ പൂർണ്ണപ്പെട മുടിയും. ഉപദേശത്താൽ മാത്രമേ പൂർണ്ണത പ്രാപിക്കാൻ കഴിയൂ. ഉപദേശമില്ലാവിട്ടാൽ ഉപദേശമില്ലെങ്കിൽ പൂർണ്ണമില്ല. പൂർണ്ണതയില്ല. കാരണം 2 തിമോത്തിയും 3-ാം അധികാരം 16-17 വസനങ്ങളെ വാസിക്കുമ്പോൾ 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യം, ദേവനുடைய മനുഷ്യൻ ദൈവത്തിന്റെ മനുഷ്യൻ തേർന്നവനാക നിൽക്ക வேண்டும். തികഞ്ഞവനായി നിൽക്കണം. அதற்காக അതിനുവേണ്ടി வேத வாக்கியங்கள் எல்லாம் உபதேசங்களாகவும் கடிந்து கொள்வதற்காகவும் நீதி படிப்பிக்கிறதுக்காகவும் சுத்திகரிப்புக்காகவும் கொடுக்கப்பட்டிருக்கிறது. ദൈവവചനങ്ങളൊക്കെ ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയുടെ അഭ്യസനത്തിന് പ്രയോജനമുള്ളതാണ്. வேத வாக்கியங்கள் எல்லாம் தேவ ஆவியினால் எழுதப்பட்டது. എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസ്ഥ്യമാണ്. ഏറെക്കുറെ 31,100 വസനങ്ങൾ ഉണ്ട്. ഏകദേശം 31,100 വാക്യങ്ങളുണ്ട്. അത്തന വസനങ്ങൾ അത്രയും വാക്യം 31,100 വസനങ്ങൾ 31,100 വാക്യങ്ങൾ ദേവ ആവിയിനാൽ എഴുതപ്പെട്ട വസനങ്ങൾ. ദൈവശാസ്ത്രീയം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടവ. എന്റെ മനുഷ്യ ജ്ഞാനത്തിനാൽ എഴുതുന്നതല്ല, ഒരു മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട് എഴുതിയതല്ല. 40 പേരാൽ 40 വർഷം കൊണ്ട് എഴുതിയ പുസ്തകം താൻ പരിശുദ്ധ വേദാഗമം. 40 പേര് 40 വർഷം 40 വർഷം കൊണ്ട് എഴുതിയതാണ് വിശുദ്ധ പല വേദം. പല പല വർഷങ്ങളാകും. അനേക വർഷങ്ങൾ കൊണ്ട്. മുതലാമത് എഴുത്തുകാരൻ മോശെ. ഒന്നാമത്തെ എഴുത്തുകാരൻ മോശയാണ്. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. ഏറെക്കുറെ BC 1500 ആണ്ട്. BC 1500 ആണ്ട്. ആദ്യത്തെ 5 പുസ്തകങ്ങൾ മോശ എഴുതിന. ആദ്യത്തെ 5 പുസ്തകങ്ങൾ മോശ എഴുതി. കടേസി പുസ്തകം വെളിപ്പെടുത്തുന്ന വിശേഷം. അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകം. AD 90-ക്കും 96-ക്കും ഇടയിൽ പത്മോവന്റെ ദ്വീപിൽ വെച്ച് യോവാൻ അപ്പോസ്തലൻ എഴുതിന പുസ്തകം. AD 90
90-നും 96-നും ഇടയ്ക്ക് പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ പുസ്തകം. പരിശുദ്ധ പൗൽ എഴുതിയ പുസ്തകം കിട്ടക്കിട്ട് BD 52-ാം ആണ്ടില് വിശുദ്ധ പൗലോസ് എഴുതിയ പുസ്തകങ്ങൾ ഏകദേശം BD 52-ലാണ്. AD 52. AD 52-ലാണ്. ദൈവത്തിന് മഹത്വം. കാലാകാലങ്ങളാകെ കാലാകാലങ്ങളാൽ പരിശുദ്ധവാന്കളാൽ വിശുദ്ധന്മാരാൽ പരിശുദ്ധാവിയാനവർ പരിശുദ്ധാത്മാവ് എഴുതിയ പുസ്തകം താൻ. എഴുതിയ പുസ്തകമാണ്. അത് വേദവാക്യങ്ങളെല്ലാം ദേവാവിയിനാൽ എഴുതപ്പെട്ടിരിക്കുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. ദേവനുடைய മനുഷ്യൻ തേറിനവനാകെ മാറ്റപ്പെട വേണ്ടും. ദൈവത്തിന്റെ മനുഷ്യൻ തികഞ്ഞവനായി തീരുക. അതിനായി ഈ 31,100 വചനങ്ങൾ, ഈ 31,100 വാക്യങ്ങൾ முதலாவது ഉപദേശத்துக்காக, ഒന്നാമത് ഉപദേശത്തിന് വേണ്ടി, രണ്ടാമത് കടിഞ്ഞു കൊള്ളുന്നതിற்காக, രണ്ടാമത് ശാസനത്തിന് വേണ്ടി, മൂന്നാമത് ഗുണീകരണത്തിന് വേണ്ടി, നീതിയെ നടപ്പിക്കുന്നതിற்காக, നാലാമത് നീതിയുടെ അഭ്യസനത്തിന് വേണ്ടി. அப்படிதான் வேதத்தை பிரித்து இருக்கிறது. അങ്ങനെയാണ് വേദപുസ്തകത്തെ கொஞ்சம் படிச்சு பாருங்க. 3-ാം അധികാരം 16-17 വചനങ്ങൾ. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ വായിക്കാം. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ എല്ലാ വേദവാക്യങ്ങൾ ദേവാവിയിനാൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ മനുഷ്യൻ ദേവനുடைய മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് അവൻ തേറിനവനാകെ നിൽക്ക വേണ്ടും. തേറിനവൻ, അവൻ തികഞ്ഞവനായി നിൽക്കണം. ഉപദേശത്തിനും അത് ഉപദേശങ്ങൾ, ശാസനത്തിനും അത് കടിഞ്ഞു കൊള്ളുന്നതിற்கு, ഗുണീകരണത്തിനും അത് നീതിയെ നടപ്പിക്കുന്നതിற்கு, നീതിയുടെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഇവിടെ 4 വിഷയം. ഇങ്ങനെ 4 വിഷയം. 4 വിഷയം ചേർത്ത് നമ്മെ ഒരു പൂർണ്ണ മനുഷ്യനാകെ മാറ്റുക. ഈ 4 വിഷയങ്ങൾ ചേർത്താണ് നമ്മെ ഒരു പൂർണ്ണ മനുഷ്യനാക്കുന്നത്. ഉപദേശം. അതിലൊന്നാണ് ഉപദേശം. ഉപദേശം നമുക്ക് തേவை. ഉപദേശം നമുക്ക് വേണം. ഉപദേശം എന്ന് പറഞ്ഞാൽ ഒരു വസനത്തേക്ക് അടുത്ത വസനം, അടുത്ത വസനത്തേക്ക് അടുത്ത വസനം, അടുത്ത വസനത്തേക്ക് അടുത്ത വസനമല്ലേ. ഉപദേശം എന്ന് പറയുമ്പോൾ ഒരു വാക്യം, അതിനുശേഷം അടുത്ത വാക്യം, അതിനുശേഷം അടുത്ത വാക്യം. പല ഇടത്തിലിരുന്ന് ചേർക്കപ്പെട്ട വസനങ്ങൾ താൻ ഉപദേശ വസനങ്ങൾ. ഉപദേശവാക്യങ്ങൾ എന്ന് പറയുമ്പോൾ പല പല ഭാഗത്തു നിന്ന് ഒന്ന് ചേർത്തതാണ്. ഉദാഹരണമായി രക്ഷ. രക്ഷിപ്പിൽ മുതൽ പടി പാപ ഉണർവ്. രക്ഷയുടെ ആദ്യ പടി പാപബോധം, അല്ലെങ്കിൽ രക്ഷിപ്പിൽ മുതൽ അനുഭവം പാപ ഉണർവ്. രക്ഷയുടെ ആദ്യത്തെ അനുഭവം പാപബോധം. രണ്ടാമത് മനസ്താപം. രണ്ടാമത് അനുതാപം. മൂന്നാമത് അറിക്കയിടുന്നത്. മൂന്നാമത് ഏറ്റുപറയുക. നാലാമത് തിരുപ്പി കൊടുക്കുന്നത്. നാലാമത് മടക്കി കൊടുക്കുക. അഞ്ചാമത് ഉപ്രവാസം. അഞ്ചാമത് നിലപാട്. ആറാമത് നീതീകരിച്ച്. ആറാമത് നീതീകരണം. ഏഴാമത് പരിശുദ്ധമാക്കുക. ഏഴാമത് വിശുദ്ധീകരണം. ഇതാണ് അതിന്റെ പടികൾ. ഇതാണ് അതിന്റെ പടികൾ. ഇനി പാപ ഉണർവ് എങ്ക വാസിക്കണം? പാപബോധത്തെ കുറിച്ച് അവിടെ വായിക്കും. നടപടികൾ 2-ാം അധികാരം 37-ാം വചനത്തിൽ വാസിക്കണം. പ്രവൃത്തി 2:37 വായിക്കുന്നു. അടുത്ത മനസ്താപം എങ്ക വാസിക്കണം? അടുത്ത അനുതാപം ഇവിടെ വായിക്കുന്നു. 2 കൊരിന്ത്യർ 7:10 വാസിക്കണം. 2 കൊരിന്ത്യർ 7:10 വായിക്കുന്നത്. 38 ഇല്ലേ? 38 ഇല്ല. അത് 2 കൊരിന്ത്യർ 7:10. 2 കൊരിന്ത്യർ 7:10. ഇനി അറിക്കയിട വേണ്ട. അടുത്ത ഏറ്റു പറയാം. നീതിമൊഴികൾ 28:13 വാസിക്കണം. സദൃശ്യവാക്യം 28. പാപങ്ങളെ മറக்கிறവൻ വാഴ്വേടെ മാറ്റാൻ അവകളെ അറിക്ക ചെയ്ത് വിട്ടുവിടുகிறവനെ ഇറക്കം പെറുവാൻ. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന്റെ ശുഭം വരികയിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനെ ഒരു പാപ ഉണർവ്. അന്ന് നോക്കുക. അതിന്റെ വസനം ഇங்கே. അതിന്റെ വാക്യം എവിടെ? അടുത്ത അറിക്കയിടുക മനസ്താപം. അടുത്തത് അനുതാപം. അതിന്റെ വസനം ആ ഇங்கே. വചനം എവിടെ? അറിക്കയിടുക. അടുത്ത ഏറ്റു പറച്ചു. അതിന്റെ വസനം ആ ഇங்கே. വചനം എവിടെ? തിരുപ്പി കൊടുക്കുക. മടക്കി കൊടുക്കണം. എസെക്കിയേൽ 33:13 വാസിക്കണം. 33:13. 14:15 വാസിക്കണം. 14:15 വായിക്കുന്നു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. സക്കയെ കുറിച്ച് നേരത്തെ കേട്ടു. സഖായിയെ കുറിച്ച് ഇന്നലെ എല്ലാവരെയും തിരുപ്പി എല്ലാം അവൻ തിരിച്ചു കൊടുക്കും. അതൊരു ഉദാഹരണം. അതൊരു ഉദാഹരണം. തിരുപ്പി കൊടുക്ക വേണ്ടും എന്നതൊരു ഉദാഹരണം താൻ സക്കയിൻ ഉദാഹരണം. തിരിച്ചു മടക്കി കൊടുക്കണം എന്നുള്ളതിന്റെ ഉദാഹരണമാണ് സഖായി. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നീതീകരിക്ക. അടുത്ത നീതീകരണം. ഞാനൊരു കൊള്ളാത്ത പാപി. ഞാനൊരു വല്ലാത്ത പാപി. യേശുവിനെ മന്നിച്ച. യേശുവിനോട് ക്ഷമിച്ചു. ഇനി പാപമേ ഇല്ല. ഇനി എന്നിൽ പാപമേയില്ല. ഞാൻ പാപിയല്ല. ഞാൻ പാപിയല്ല. அப்படி നമുക്ക് ദൃഢ നിശ്ചയം തരുന്ന വചനം ഏത്? അങ്ങനെ നമുക്ക് ഉറപ്പ് തരുന്ന വാക്യം ഏതാണ്? റോമർ 4-ാം അധികാരം 23-24 വചനങ്ങൾ. 4-ാം അധ്യായത്തിൽ 23-24 വാക്യം. അതുതാണ് നീതീകരിക്കൽ. അതാണ് നീതീകരണം. പരിശുദ്ധമാക്കുതൽ. വിശുദ്ധീകരണം. വേർപാട് ജീവിതം. വേർപാട് ജീവിതം. അതിന്റെ വചനം. അതിനിവിടെ വചനം. അതുതാണ് 1 യോവാൻ 1-ാം അധികാരം 7-ാം വചനം. അതാണ് 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം. അപ്പൊ പാരുങ്കൾ, ഇത്
ഇതാണ് ഉപദേശങ്ങൾ. അപ്പോൾ നോക്ക്, ഇതാണ് ഉപദേശം. അപ്പൊ രക്ഷിപ്പ് എന്ന ഉപദേശത്തിന്റെ വസനങ്ങൾ എങ്കെല്ലാം കിടക്കുന്നത്. രക്ഷ എന്ന ഉപദേശത്തിന്റെ വചനങ്ങൾ എവിടെയെല്ലാം കിടക്കുന്നു. ഇപ്പൊ നമുക്ക് കോഫി എടുക്കണം. ഇപ്പൊ നമുക്കൊരു കാപ്പി ഉണ്ടാക്കണം. ചില വീട്ടിൽ ചീനി ഒരു പക്കത്തിൽ എടുക്കും, ചില വീട്ടില് മധുരം പഞ്ചസാര ഒരു ഭാഗത്ത് കാണും, അടുത്തത് മുളക് പൊടിയായിരിക്കും, അടുത്തത് മുളക് പൊടിയായി, അടുത്തത് മല്ലിപ്പൊടിയായി, അടുത്തത് മല്ലിപ്പൊടിയായി, അടുത്തത് കാപ്പിത്തൂളാണ്, അടുത്തത് കാപ്പിപ്പൊടിയായി, അടുത്തത് അടുത്തത് പിന്നെ വെച്ചുകൊള്ളുന്നത്. അങ്ങനെ അടുത്ത മറ്റൊന്ന് പെട്ടി തുറന്നാച്ച് അതിന്റെ ഡപ്പ തുറന്നു കാപ്പി എടുക്കണം, കാപ്പി ഉണ്ടാകും, ചീനി എടുത്ത് മധുരം എടുത്തു, വരിസയാകെ പോടുവോ, എല്ലാം വരി വരിയായിട്ടാണ് ചീനി ഇട്ടേക്കാം. പൊട്ടാൽ, മധുരം ഇട്ടു, മുളക് പൊട്ടാൽ, മുളക് പൊടി ഇട്ടു, മല്ലിത്തൂൾ പൊട്ടാൽ, മല്ലിപ്പൊടി ഇട്ടു, കടുക് പൊട്ടാൽ, കടുക് ഇട്ടു, പിന്നെ കാപ്പിത്തൂളും പൊട്ടാൽ, പിന്നെ കാപ്പിപ്പൊടി ഇട്ടു, പാല് ഊറ്റിയാൽ, പാല് ഒഴിച്ചു, ചൂടുതണ്ണി ഊറ്റിയാൽ, ചൂടുവെള്ളം ഒഴിച്ചു, കലക്കിയാൽ, നന്നായി കലക്കി കുടിച്ചാൽ കുടിച്ചു. എന്നാകും? എന്താകും? പിന്നെ ഒരേ പ്രൊമോഷൻ. പിന്നെ ഒരേ പ്രമോഷൻ. എന്നാ പ്രൊമോഷൻ? എന്താണ് പ്രമോഷൻ? ലൂസ് മോഷൻ. ലൂസ് മോഷൻ. വരുമോ വരാമോ? വരുമോ ഇല്ലയോ? ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പരിസിയാകെ പോടുവതല്ല, വരിയായിട്ടിടുന്നതല്ല. കാപ്പി എടുക്ക വേണ്ടുമാനാ. കാപ്പി ഉണ്ടാക്കണമെങ്കിൽ എപ്പടി കാപ്പി ഉണ്ടാക്കണം? എങ്ങനെ കാപ്പി ഉണ്ടാക്കണം? കാപ്പി ഉണ്ടാക്കി കുടിച്ചാൽ മീസതാനെ വന്നുവിടും. ചില കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ മീശ തന്നെ വരും. നല്ല കോഫി എടുത്താൽ അതിന്റെ സ്മെല്ല് നമ്മുടെ മൂക്കിൽ അടിക്കും. നല്ല കാപ്പി എടുക്കുകയാണെങ്കിൽ അതിന്റെ ആ സുഗന്ധം നമ്മുടെ മൂക്കിൽ അടിക്കും. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. മുതലാമത് എന്ത് ചെയ്യണം? ഒന്നാമത് എന്ത് ചെയ്യണം? ചീനി പോടണം, മധുരം ഇടണം, രണ്ടാമത് കാപ്പിത്തൂൾ പോടണം, ഒന്നാമത് കാപ്പിപ്പൊടി ഇടണം, മൂന്നാമത് പാൽ ഊറ്റണം, ഒന്നാമത് പാലടിക്കണം, മൂന്നും കൂടെ ഒന്ന് കലക്കണം, മൂന്നും കൂടെ ഒന്ന് ഇളക്കണം, ചൂടുതണ്ണി ഊറ്റണം, അതിന് ചൂടുവെള്ളം ഒഴിക്കണം, അതുകൊണ്ട് തലയ്ക്ക് മേലെ ഒരു അടി അടിക്കണം. അത് കഴിഞ്ഞത് മുകളിൽ അത് ആറ്റണം. ചിലർ ചുമ്മാ സ്പൂണിലോട്ട് കലക്കി കൊടുക്കാം. ചിലര് വെറുതെ സ്പൂൺ കൊണ്ടൊന്ന് കലക്കി കുടിക്കും. മോര് കലക്കി കൊടുക്കുന്ന മാതിരി കാപ്പി കലക്കി മോര് കലക്കി കുടിക്കുന്നത് പോലാണ് കാപ്പി. അത് എപ്പടി എടുക്കണം? അതെങ്ങനെ ഉണ്ടായി? എനിക്ക് കൊണ്ട് തരുവാണ്. എനിക്ക് ചിലപ്പോൾ തരും. അടിച്ചിട്ട് വാങ്ങും. ഞാൻ ഡ്രസ്സിൽ അടിച്ചിട്ട് രണ്ട് അടി അടിക്കുമ്പോൾ നാല് കാര്യങ്ങൾ മിക്സിങ് ആകും. രണ്ടടി അടിക്കുമ്പോഴാണ് അതിന്റെ 4 കാര്യങ്ങൾ മിക്സ് ആകുന്നത്. മിക്സ് ആകുമ്പോൾ പതയുണ്ടാകും. അങ്ങനെ മിക്സ് ആകുമ്പോഴാണ് പതയുണ്ടാകുന്നത്, പതയുണ്ടാകും, നര വരുന്നത്. അപ്പോൾ അതിന്റെ സ്മെല്ല് അടിക്കും. അപ്പോഴാണ് അതിന്റെ സുഗന്ധം അത് വരുന്നത്. കുടിച്ച എണ്ണ ഉച്ചാകം അടുത്തൊരു കാപ്പി വാങ്ങലാമാ ഒരു എണ്ണം വരും. അത് കുടിക്കുമ്പോൾ എന്തോ ഒരു ഉത്സാഹമാണ്. ഒരു കാപ്പി കൂടെ കുടിച്ചാലോ എന്ന് ചിന്തിക്കും. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. எனக்கு കാപ്പി കൊടുപ്പാങ്ക. ചിലരെനിക്ക് കാപ്പി തരും. അതിന്റെ പേര് ടിപ് ടോപ്പ് കാപ്പി. അതിന്റെ പേര് ടിപ് ടോപ്പ് കാപ്പി. ചിലര് കാപ്പി കൊടുപ്പാങ്ക. ചിലര് കാപ്പി തരും. അതിന്റെ കാപ്പി എന്നാ? അതെന്ത് കാപ്പിയാ? പൈത്തിയൻ കാപ്പി. ഭ്രാന്ത് പിടിച്ചത്, ഗുണമില്ലാത്ത കാപ്പി, ഒരു ഗുണവുമില്ലാത്ത കാപ്പി. ദേവനക്ക് മഹിമ. ദൈവത്തിന് അപ്പൊ മഹത്വം. കാപ്പി ഉണ്ടാക്ക വേണ്ടി വിധത്തിൽ കാപ്പി ഉണ്ടാക്കിനാ താൻ കുടിക്കുന്നതിന് സന്തോഷമായിരിക്കും. കാപ്പി ഉണ്ടാക്കേണ്ടതുപോലെ കുടിച്ചാലേ അത് കുടിക്കാൻ ഒരു സന്തോഷം കാണുകയുള്ളൂ. ഇതേപോലെ അതുപോലെ ഈ വേദവസനത്തിൽ എല്ലാ ഉപദേശങ്ങളുണ്ട്. ഈ ബൈബിളിൽ എല്ലാ ഉപദേശങ്ങളും ഉണ്ട്. തിരുമ്പുതൽ ഉപദേശങ്ങൾ, മാനസാന്തരത്തിന്റെ ഉപദേശം, ജലസ്നാനത്തിന്റെ ഉപദേശം, അഭിഷേകത്തിന് ഉപദേശം, അഭിഷേകത്തിന്റെ ഉപദേശം, ദൈവിക സുഖത്തിന് ഉപദേശം, വേർപാട് ജീവിതത്തിന് വേർപാട് ജീവിതത്തിന്റെ ഉപദേശം, പരിശുദ്ധമാക്കപ്പെടുതൽ ഉപദേശം, സമ്പൂർണ്ണ വിശുദ്ധീകരണത്തിന്റെ ഉപദേശം, വിശ്വാസ ഉപദേശം, വിശ്വാസത്തിന്റെ ഉപദേശം, ഉപദേശം, ജയത്തിന്റെ ഉപദേശം, പരിശുദ്ധത്തിന് ഉപദേശം, വിശുദ്ധിയുടെ ഉപദേശങ്ങൾ, സിയോൻ ഉപദേശം, സിയോന്റെ ഉപദേശം, യെരൂശലേം ഉപദേശം, യെരൂശലേമിന്റെ ഉപദേശം, കർത്താവിന്റെ വരയിൽ എടുത്തുകൊള്ളപ്പെടുന്ന തകുതി ഉപദേശങ്ങൾ, കർത്താവിന്റെ വരൽ എടുത്തുകൊള്ളപ്പെടാൻ വേണ്ടി യോഗ്യതയുടെ ഉപദേശങ്ങൾ. ഇപ്പടി 56 ഉപദേശങ്ങളുണ്ട്. ഇങ്ങനെ 56 ഉപദേശങ്ങളുണ്ട്. 1 2 3 4 ഉപദേശമല്ല, 1 2 3 4 ഉപദേശം, 56 ഉപദേശം. 56 ഉപദേശങ്ങൾ. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആകയാൽ அந்த ഉപദേശങ്ങൾക്ക് നാം കീഴ്പ്പടിയ வேண்டும். അതുകൊണ്ട് ആ ഉപദേശങ്ങളെ നമ്മൾ അനുസരിക്കണം. അതിൽ ഒരു ഉപദേശം താൻ അതിലൊരു ഉപദേശമാണ് വേർപാട് ജീവിതം. വേർപാട് ജീവിതം. അത് 2 വാർത്തകൾ ഞാൻ മുടിക്കപ്പോൾ 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. 10 നിമിഷം. ഒരു 10 മിനിറ്റ് കൂടി. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് ആർക്കും പസിയില്ല എന്ന് നല്ല തിരിയും. നിങ്ങൾക്ക് ആർക്കും വിശക്കുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പസിക്കതാ വിശക്കുന്നോ? ഇല്ല, മുഖം பார்த்தாலே എനിക്ക് തിരി 4 മണി വരെ കൂട്ടം പോകാനും പരവായില്ല. മുഖം കണ്ടാലേ അറിയാം 4 മണി വരെ യോഗം പോയാലും കുഴപ്പമില്ല. 4 മണി വരെ പോകുന്നില്ല. ഇല്ല, 4 മണി വരെ 10 നിമിഷത്തിൽ മുടിക്കാം. ഒരു 10 മിനിറ്റ് കൂടെ അവസാനം. വേർപാട് ജീവിതം. വേർപാട് ജീവിതം. എനിക്ക് അനേകം சொல்றாங்க. ഞാൻ അനേകർ പറയുന്നത് വേർപെട്ട് എല്ലാം പോச்சு. വേർപെട്ട് വന്നപ്പോ എല്ലാം പോയി. എല്ലാം പോയി. നാഗരികം പോச்சு, ആഭരണം പോയി, ഉടമ്പ് പോச்சு, ശരീരം പോയി, എല്ലാം പോச்சு. എല്ലാം പോയി. ഒന്നും പോകവില്ല. ഒന്നും പോയിട്ടില്ല. എതുക്കാக വേർപാട് ഉപദേശം? എന്തിനായിട്ടാണ് വേർപാടിന്റെ ഉപദേശം? ദേവൻ സഭയിൽ അത് വെളിപ്പെടുത്തി. എന്തുകൊണ്ട് ദൈവം സഭയിൽ അത് വെളിപ്പെടുത്തി? മോശയ്ക്ക് ദേവൻ വെളിപ്പെടുത്തിയ സത്യം. ഇത് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയ സത്യമാണ്. യാത്രാഗമം 19 അധികാരം 5-6 വസനങ്ങളെ വാസിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ വേർപാട് ജീവിതത്തിൽ 3 കാര്യങ്ങളെ കുറിച്ച് അങ്ങ് വാസിക്കും. വേർപാട് ജീവിതത്തിന്റെ 3 കാര്യങ്ങളെ കുറിച്ച് അവിടെ വായിക്കുന്നു. എല്ലാം വിവരமாக சொல்ல നേരം എല്ലാം വിശദീകരിക്കുവാൻ സമയമില്ല. മോശയ്ക്ക് ദേവൻ വെളിപ്പെടുത്തിയ ഉപദേശം. ഇത് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയ ഉപദേശമാണ്. മോശ അത് എഴുത്തിൻപടി
എഴുത്തിன்பടി വേർപെട്ട് ജീവിക്ക வேண்டும். മോശ അക്ഷരീകമായിട്ട് അതിനെ വേർപെട്ട് ജീവിക്കും. പഴയ ഏർപ്പാട് ഇസ്രായേൽ മക്കൾ എഴുത്തിൻപടിയുള്ള ഇസ്രായേൽ മക്കൾ, പഴയ നിയമ ഇസ്രായേൽ അക്ഷരീകമായ ഇസ്രായേൽ, നാമോ ആവിക്കുரிய ഇസ്രായേൽ നാം മക്കൾ. ആത്മീക ഇസ്രായേലാണ്. എഴുത്തിൻപടിയുള്ള ഇസ്രായേൽ മക്കളെ പാർക്കണം ആവിക്കുரிய ഇസ്രായേൽ മക്കൾ മേന്മயான மக்கள். അക്ഷരീക ഇസ്രായേലിനെ കണ്ടും ആത്മീക ഇസ്രായേൽ ശ്രേഷ്ഠരാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. എഴുത്തിൻപടി വൃക്ഷഛേദനം பண்ணப்பட்ட യൂതരെ പാർക്കണം ഹൃദയത്തിൽ വൃക്ഷഛേദനം பண்ணப்பட்ட യൂതനെ യൂതൻ എന്ന് റോമ 2:28 വാസിക്കുന്നു. അക്ഷരീകമായി പരിച്ഛേദനയേറ്റ യഹൂദനെ കണ്ടും ഹൃദയ പരിച്ഛേദനയേറ്റ യഹൂദനാണ് ശ്രേഷ്ഠനെന്ന് റോമാലേഖനം 1:28 വായിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് இந்த മഹത്വം. வசனங்களெல்லாம் நமக்கு ഈ தெரியும். വചനങ്ങളൊക്കെ നമുക്കറിയാം. ஆகிய ஆவிக்குரிய இஸ்ரவேல் மக்கள் நாமே மேன்மையான இஸ்ரவேல் மக்கள். അതുകൊണ്ട് ആത്മീക ഇസ്രായേലാകുന്നു നമ്മളാകുന്നു ശ്രേഷ്ഠർ. நாம் அந்த இயேசுவின் இரத்தத்தினால் மீட்கப்பட்டவர்கள். നാം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ. அவர்கள் 4 காலுள்ள ஆட்டுக்குட்டியின் இரத்தத்தினால் மீட்கப்பட்டவர்கள். അവർ 4 കാലുള്ള കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ്. ஆபீபு மாசத்தில் ആബീബ് മാസത്തിൽ 10ஆம் தேதி 10-ാം തീയതി ஒரு ஆட்டுக்குட்டியை ഒരു வேர்திரிப்பாயாக. കുഞ്ഞാടിനെ വേർതിരിക്കുക. 14ஆம் தேதி 14-ാം அந்த തീയതി ஆட்டுக்குட்டியை கொல்ல வேண்டும். ആ കുഞ്ഞാടിനെ அந்த അറുക്കണം. இரத்தத்தை எடுத்து അതിന്റെ രക്തമെടുക്കുക. கட்டளைகளின் மேலும் புரண்டி மேலும் புரட்ட வேண்டும். കുട്ടളക്കാലിന്മേലും പുറപ്പടിമേലും அந்த പുറട്ടെ. இரத்தத்தினால் ஆட்டுக்குட்டியின் இரத்தத்தினால் மீட்கப்பட்ட ஜனமே இஸ்ரவேல் மக்கள். ആ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഇസ്രായേൽ ജനം. அல்ல நாம் அப்படிப்பட்ட இரத்தத்தினால் மீட்கப்பட்டவர் அல்ல. എന്നാൽ നാം അങ്ങനെയുള്ള രക്തത്താലല്ല വീണ്ടെടുക്കപ്പെട്ടത്. நம்முடைய இரத்தம் ஆறு. നമ്മുടെ രക്തം ആരുടേതാണ്? நம்முடைய ஆட்டுக்குட்டி ஆறு. നമ്മുടെ കുഞ്ഞാട് ആര്? 1 கொரிந்தியர் 5ஆம் அதிகாரம் 7ஆம் வசனத்தின் கடைசி பகுதியில் வாசிக்கும் போது 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് நம்முடைய ஆட்டுக்குட்டி கர்த்தராகிய இயேசு கிறிஸ்து என்று வாசிக்கிறோம். നമ്മുടെ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തു. இயேசுவின் இரத்தத்தினால் மீட்கப்பட்ட ஜனமே ஆவிக்குரிய இஸ்ரவேல் மக்கள். எழுத்தின்படி ஆட்டுக்குட்டியின் இரத்தத்தினால் மீட்கப்பட்டவரே ஆவிக்குரிய இஸ்ரவேல் மக்கள். കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ആത്മീക ഇസ്രായേൽ ജനം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனபடியினால் எழுத்தின்படி அவர்கள் வேறுபட்டு ஜீவித்தார்கள். അതുകൊണ്ട് അക്ഷരീകമായിട്ട് അവർ വേർപെട്ട് ജീവിച്ചു. யாத்ராகமம் 19ஆம் அதிகாரம் 5ஆம் வசனத்தை வாசிக்கும் போது 19-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ அவர்களுக்கு கொடுத்த பிரமாணத்தின்படி അവർക്ക് കൊടുത്ത പ്രമാണപ്രകാരം நீங்கள் வேறுபட்டு ஜீவித்தால் നിങ്ങൾ വേർപെട്ട് ജീവിച്ചാൽ நீங்கள் எனக்கு சம்பத்தாக மாறுவீர்கள். നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായി തീരും. முதலாவது சம்பத்து. ഒന്നാമത് സമ്പത്ത്. இரண்டாவது രണ്ടാമത് நீங்கள் ஆசாரிய கூட்டமாக மாறுவீர்கள். നിങ്ങൾ പുരോഹിത വർഗമായി തീരും. மூன்றாவது பரிசுத்த ஜனமாக மாற்றப்படுவீர்கள். മൂന്നാമത് വിശുദ്ധ ജനമാകും. இப்படி 3 விதமான காரியம் அங்க வாசிக்கிறோம். ഇപ്രകാരം 3 കാര്യങ്ങൾ അവിടെ വായിക്കുന്നു. வேறுபாடு ஜீவியத்தின் 4வது காரியம் വേർപാട് ജീവിതത്തിന്റെ 4-ാമത്തെ കാര്യം லேவியாகமம் 20ஆம் அதிகாரம் 26ஆம் வசனத்தை வாசிக்கும் போது ലേവ്യ പുസ്തകം 20-26 വായിക്കുമ്പോൾ நீங்கள் எனக்கு மிகவும் என்னுடைய ஜனங்களாய் இருக்கும்படி நான் உங்களை வேர்பிரித்தேன். നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. எழுத்தின்படி அவர்கள் அப்படி ஜீவித்தார்கள். അക്ഷരീകമായി അവർ അപ്രകാരം ജീവിച്ചു. அவர்களுக்கு மட்டுமல்ல வேறுபாடு ஜீவியம், എന്നാൽ അവർക്ക് മാത്രമല്ല വേർപാട് ജീവിതം. நமக்கும் இந்த வேறுபாடு ஜீவியம் தேவை. നമുക്കും ഈ വേർപാട് ജീവിതം വേണം. இதை குறித்து பரிசுத்த பேதுரு சொல்லும் போது ഇതിനെക്കുറിച്ച് വിശുദ്ധ പത്രോസ് പറയുന്നു. 1 பேதுரு 2ஆம் அதிகாரம் 9ஆம் വചനത്തിൻപടി 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം நீங்கள் எங்களுக்கு சம்பத்துள்ளவராக നിങ്ങൾ എന്റെ സമ്പത്തായി തീരേണ്ടതിന്. ഒന്ന് വാസിங்க. 1 പേതുരു 2:9. 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ജാതി, രാജകീയ പുരോഹിത വർഗ്ഗവും, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശവും, വിശുദ്ധ വംശം, സ്വന്തം ജനവുമാകുന്നു. ജനം. വേർപാട് ജീവിതത്തിന്റെ 4 മുഖ്യം. വേർപാട് ജീവിതത്തിൽ 4 പ്രധാനപ്പെട്ട കാര്യം ചുരുക്കமாக சொல்லுங்க. ചുരുക്കി പറയാം. ഒന്ന് നാം സ്വന്തം സമ്പത്താക മാറണം. നമ്മുടെ സ്വന്തം സമ്പത്തായി തീരണം. അതാ ഇന്നേക്ക് ഇസ്രായേൽ മക്കൾ അവരുടെ സമ്പത്ത്. അതുകൊണ്ടാണ് ഇന്ന് ഇസ്രായേൽ ജനം അവരുടെ സമ്പത്തായിരിക്കുന്നത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. AD 136ആം ആണ്ട് AD 136-ാം വർഷം ചിതറിക്കപ്പെട്ടാൽ മുற்றிലും അവർ ചിതറിപ്പോയി. രാജ്യമില്ലാமல் ഒരു രാജ്യമില്ലാതെയായി പോയി. അതിലിരുന്ന് 1948 മെയ് മാസം 14ആം തീയതി വരയ്ക്കും ഭൂപടത്തിൽ ഇസ്രായേൽ എന്ന രാജ്യമില്ല. 1948 മെയ് മാസം 14-ാം തീയതി വരെയും ഭൂപടത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം. ഇസ്രായേൽ മക്കൾ അഴിക്കപ്പെടവില്ല. ഇസ്രായേൽ ജനം നശിച്ചു പോയില്ല. ഇപ്പോൾ അവരെ പാരുങ്ങൾ ഇവിടെ അവരെ നോക്കുക. ചിന്ന രാജ്യം താ. ചെറിയ രാജ്യമാണ്. ഒരു പൈസയ്ക്ക് കടനില്ല. ഒരു പൈസ പോലും കടമില്ല. അനേക രാജ്യങ്ങൾക്ക് കടം കൊടുക്കണം. അനേക രാജ്യങ്ങൾക്ക് കടം കൊടുക്കുന്നു. ഞാൻ വാലാക്കാമൽ തലയാക്കുവൻ. നിന്നെ
നിന്നെ ഞാൻ വാലല്ല തലയാക്കും. നീ കീഴാകാമൽ മേലാവായ്. നീ താഴോട്ട് പോകില്ല, നീ പുരോഗതി കടനെ വാങ്ങാമൽ കടനെ നീ കൊടുപ്പായ്. കടം വാങ്ങുകയില്ല, കടം കൊടുക്കും. ഇതുതാൻ അവർക്ക് സ്വന്തം സമ്പത്താനപടിയിനാലുള്ള ആശീർവാദം. ഇതാണ് ദൈവത്തിന്റെ സ്വന്തം സമ്പത്തായി തീർന്നത് കൊണ്ട് അവർക്കുള്ള അനുഗ്രഹം. ഇസ്രായേൽ മക്കൾ ഇന്നും ഇസ്രായേൽ ജനം അവർക്ക് കൊടുക്കപ്പെട്ട പ്രമാണത്തിൻപടി, അവർക്ക് ലഭിച്ച പ്രമാണപ്രകാരം, ഐക്യത്തിൻപടി കൂട്ടായ്മ പ്രകാരം അവരുടെ ജീവിക്കാറുകൾ അവർ ജീവിക്കുന്നു. എങ്ക പോനാലും അവരുടെ ഐക്യത്തെ പാതുകാക്കും. എവിടെ പോയാലും അവർ കൂട്ടായ്മ സൂക്ഷിക്കും. കാരണം அவங்க சொல்லுவாங்க, കാരണം അവർ പറയും, ഞാൻ இந்த ജാതിയോട് சேரக்கூடாது, ഞങ്ങൾ പുറജാതിയോട് ചേരാൻ പരിശുദ്ധ ജനം, ഞങ്ങൾ വിശുദ്ധ ജനം, ഞങ്ങൾ ദേവനുடைய സമ്പത്ത്, ഞങ്ങൾ ദൈവത്തിന്റെ സമ്പത്ത്, ദേവനുക്കാக ജീവിക്കണം. ഞങ്ങൾ ദൈവത്തിനായി ജീവിക്കണം. അതിനാൽ ദേവൻ ഇമ്മറ്റും അവരെ പാതുകാക്കാം, അതുകൊണ്ട് ദൈവം ഇത്രത്തോളം അവരെ സൂക്ഷിച്ചു, ഇന്നും പാതുകാക്കും. ഇനിയും സൂക്ഷിക്കും. ഇനി അവർക്കൊരു വലിയ ഉപദ്രവമുണ്ട്, ഇനി അവർക്കൊരു വലിയ ഉപദ്രവമുണ്ട്, ഇതുവരെയ്ക്ക് സംഭവിച്ചില്ലാത്തതും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും സംഭവിക്കാത്തതും ഇനി സംഭവിക്കാത്തതുമായ ഉപദ്രവം അന്നാളിൽ സംഭവിക്കും. ഒരു വലിയ ഉപദ്രവം അവർക്കന്ന് നേരിടും. 144,000 യൂതകളെല്ലാം മറ്റ് എല്ലാ ജനങ്ങളും കൊല്ലപ്പെടുവാർ. 144,000 യഹൂദന്മാർ ഒഴിച്ച് ബാക്കി സകല യഹൂദന്മാരും കൊല്ലപ്പെടും. ഇതുതാൻ മത്തേയു 24:21 വസനം. ഇത് മത്തായി 24:21 നാം വായിക്കുന്നു. യെരമ്യ 30 വസനം. യിരെമ്യാ 30:7. ഇത് യാക്കോബിൻ ഇക്കട്ടുകാലം എന്ന് ഇത് വാസിക്കുന്നു. യാക്കോബിന്റെ കഷ്ടകാലം എന്ന് വായിക്കുന്നു. ഇസ്രായേൽ മക്കൾ അഴിക്കപ്പെടുവാர்கள். അപ്പോൾ ഇസ്രായേൽ ജനം നശിച്ചു പോകും. എന്നാൽ ഒരു ഗ്രൂപ്പ് ജനങ്ങൾ എന്നാൽ ഒരു പാതുകാക്കപ്പെടും, കൂട്ടം ജനം സൂക്ഷിക്കപ്പെടും, മുற்றிலும் അഴിക്കപ്പെட മാட்டார்கள். മുഴുവനും നശിച്ചു പോകുകയില്ല. അത് എഴുത്തിൻപടി അവர்கள் വേർപെട്ട് ജീവിച്ചപടിയിനാൽ എഴുത്തിൻപടി അവர்களை ആശീർവദിച്ചാർ. അക്ഷരികമായി അവർ വേർപെട്ട് ജീവിച്ചതുകൊണ്ട് അക്ഷരികമായി അവരെ അനുഗ്രഹിച്ചു. നാമേ ആവിക്കുரிய ഇസ്രായേൽ നാം മക്കൾ. ആത്മീക ഇസ്രായേൽ ആകുന്നു. നാമും വേർപെട്ട് ജീവിക്കണം. നാമും വേർപെട്ട് ജീവിക്കണം. എന്തിനാக നാം വേർപെട്ട് ജീവിക്കണം? എന്തിനാണ് നാം വേർപെട്ട് ജീവിക്കണം? ഒന്നാമത് നാം അവരുടെ സ്വന്തം സമ്പത്താക മാറണം. ഒന്നാമത് അവന്റെ സ്വന്തം സമ്പത്തായി തീരേണ്ടതിന് സ്വന്തം സമ്പത്ത്. സ്വന്തം സമ്പത്താകണം. സമ്പത്ത് എന്ന് சொன்നാൽ അർത്ഥം என்ன? സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭൗതിക ആശീർവാദങ്ങളല്ല, ഭൗതിക അനുഗ്രഹങ്ങളല്ല, പണമല്ല, പണമല്ല, പഠിപ്പല്ല, വിദ്യാഭ്യാസമല്ല, ആസ്തിയല്ല, വസ്തുവകയല്ല. സ്വന്തം സമ്പത്ത് എന്ന് சொன்னால் സ്വന്തം സമ്പത്ത് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൽ ദേവൻ നമുക്കാக ആയുധം പണ്ടുകളാണ് പുതിയ യെരൂശലേം സിയോനെ വെളിപ്പെടുത്തുക. അത് നിത്യരാജ്യത്തിൽ ദൈവം നമുക്ക് ഒരുക്കുന്ന പുതിയ യെരൂശലേമിനെ സിയോനെ കാണിക്കുന്നു. അതിനാലാണ് മലാക്കി 3:16 വസനത്തെ വാസിക്കുമ്പോൾ അതുകൊണ്ടാണ് മലാക്കി പ്രവചനം 3:16 വായിക്കുമ്പോൾ എൻ സമ്പത്തെ ചേർക്കും നാൾ എന്ന് വാസിക്കും. എന്റെ സമ്പത്തിനെ ഞാൻ ചേർക്കുന്ന ദിവസം യേശു നമ്മെ ചേർക്ക പോകുகிறார். യേശു നമ്മെ ചേർക്കുവാൻ പോകുന്നു. പുതിയ യെരൂശലേം സിയോനാക ദേവൻ നമ്മെ മാറ്റ പുതിയ പോകുகிறார். യെരൂശലേം സിയോനായി ദൈവം നമ്മെ മാറ്റുവാൻ പോകുന്നു. നീ വേർപെട്ട് ജീവിച്ചാൽ, നീ വേർപെട്ട് ജീവിച്ചാൽ നീ സിയോനാക യെരൂശലേമാക മാറ്റപ്പെടും. നീ സിയോനായി യെരൂശലേമായി തീരുവാൻ കഴിയും. നീ വേർപാട് ജീവിതമില്ലാமல் പോയാൽ, വേർപാട് ജീവിതമില്ലാതെ പോയാൽ നീ സിയോനാക യെരൂശലേമാക മാറും. സിയോനായി യെരൂശലേമായി തീരുവാൻ കഴിയില്ല. അതിനാൽ വേർപെട്ട് ജീവിക്കണം. അതുകൊണ്ട് വേർപെട്ട് ജീവിക്കണം. രണ്ടാമത് നാം അവരുടെ പരിശുദ്ധം നാം അവരുടെ വിശുദ്ധ ജനമാകണം. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. ആസാരിയ കൂട്ടമാക മാറണം. പുരോഹിത രാജ്യത്വമായി തീരണം. ദേവരാജ്യത്തിൽ ചെല്ലുമ്പോൾ, ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ അങ്ങ് ആരോനോ അവന്റെ മുറമയിൻപടിയുള്ള ആസാരിയ കൂട്ടമല്ല, അഹരോനോ അവന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമല്ല, മെൽക്കിസദേക്കിൻ മുറമയിൻപടി മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധമാക്കപ്പെട്ട ജനമേ ആസാരിയ കൂട്ടം. വിശുദ്ധീകരിക്കപ്പെട്ട ദൈവജനമാണ് അവിടെ പുരോഹിത വർഗം. ഇത് താൻ വെളിപ്പെടുത്തുന്ന 1-ാം അധികാരം 6-ാം വസനത്തിൽ വാസിക്കണം. ഇതാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നു. ദൈവം നമ്മെ രാജാക്കളാക ആസാരികളാക മാറ്റിയിരിക്കുന്നത്. ദൈവം നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും നിത്യ രാജ്യത്തിലെ ആസാരികളും രാജാക്കളും നാം താൻ. ദൈവത്തിന്റെ നിത്യരാജ്യത്തിലെ രാജാക്കന്മാരും പുരോഹിതന്മാരും നാമാണ്. അതൊക്കെ താൻ വേർപെട്ട് ജീവിക്കണം. അതിനായി വേർപെട്ട് ജീവിക്കണം. മൂന്നാമത് നീ പരിശുദ്ധ ജാതിയാക കാണപ്പെടുന്നു. വിശുദ്ധ ജനമായി തീരണം. പരിശുദ്ധ ജീവിതം. വിശുദ്ധ ജീവിതം. ഉങ്ങളുടെ മനസ്സിൽ പരിശുദ്ധം. മനസ്സിൽ വിശുദ്ധി. ആത്മാവിൽ പരിശുദ്ധം. ആത്മാവിൽ വിശുദ്ധി. ശരീരത്തിലും പരിശുദ്ധം. ശരീരത്തിൽ വിശുദ്ധി. എസെക്കിയേൽ 43-ാം അധികാരം 12-ാം വസനത്തെ വാസിക്കുമ്പോൾ 43:12 വായിക്കുമ്പോൾ അങ്ങൊരു മലയെ കുറിച്ച് വാസിക്കണം. അവിടെ ഒരു പർവ്വതത്തെ കുറിച്ച് വായിക്കാം. അതിന്റെ ഉച്ചിയെങ്കും, അതിന്റെ ഉച്ചിയിലെങ്കും, അതിന്റെ ചുറ്റിലും, അതിന്റെ ചുറ്റിലും, അതിന്റെ എല്ലെങ്കും അതിന്റെ അതിരെല്ലാം വിശുദ്ധമായിരിക്കണം. ഇതുവേ ആലയത്തിൽ പ്രമാണം. ഇതാകുന്നു ആലയത്തെ കുറിച്ചുള്ള പ്രമാണം. അഭിഷേകം പറ്റ നാമേ ദേവരുടെ ആലയം. അഭിഷേകം പ്രാപിച്ച നാമാണ് ദൈവാലയം. ഒരു ഉച്ചിയുണ്ട്, നമുക്ക് അതിന് ഒരു മുകൾ ഭാഗമുണ്ട്. നമ്മുടെ മനത്. അതാണ് നമ്മുടെ മനസ്സ്. മനതിൽ പരിശുദ്ധം. മനസ്സിൽ വിശുദ്ധി. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഉன்னுடைய சிந்தனையில் പരിശുദ്ധം. നിങ്ങളുടെ ചിന്തയിൽ വിശുദ്ധി. ഉன்னுடைய சித்தத்தில் പരിശുദ്ധം. നിങ്ങളുടെ ഇഷ്ടത്തിൽ വിശുദ്ധി. ഉன்னுடைய അറിந்து കൊള്ളുന്ന പകുതിയിൽ നിങ്ങളുടെ അറിവിൽ വിശുദ്ധി.
உன்னுடைய ஞாபகத்தில் பரிசுத்தம், നിങ്ങളുടെ ഓർമ്മയിൽ വിശുദ്ധി, உன்னுடைய தியானத்தில் നിങ്ങളുടെ பரிசுத்தம், ധ്യാനത്തിൽ വിശുദ്ധി, உன்னுடைய நினைவுகளில் பரிசுத்தம், നിങ്ങളുടെ നിലവുകളിൽ വിശുദ്ധി, எல்லா மனதிலே அம்சங்களிலும் பரிசுத்தம். മനസ്സിന്റെ എല്ലാ അംശങ്ങളിലും വിശുദ്ധി. அப்படி பரிசுத்தமாக ஜீவிக்க முடியும். അങ്ങനെ വിശുദ്ധമായി ജീവിക്കുവാൻ കഴിയും. இதுக்கு நாம் வேறுபட்டு ஜீவிக்க வேண்டும். ഇതിനായി നാം വേർപെട്ട് ജീവിക്കണം. வேறுபாடிராவிட்டால், വേർപാടില്ല എങ്കിൽ நீ எல்லாரோடு கலந்து ஜீவித்தால், എല്ലാവരോടും ഇടകലർന്ന് ജീവിക്കണം. அவர் செய்கிறது போல நீயும் അവർ செய்தால், ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്താൽ, அவர் பேசுகிறது போல நீயும் അവൻ பேசினால், സംസാരിക്കുന്ന പോലെ നിങ്ങൾ സംസാരിച്ചാൽ, இந்த மனதில் பரிசுத்தம் നിങ്ങളുടെ മനസ്സിൽ വിശുദ്ധിയില്ല. ஆகையால் பரிசுத்தத்துக்காக தேவன் நம்மை அழைத்தார். അതിനാൽ വിശുദ്ധിക്കായി ദൈവം നമ്മെ நாம் വിളിച്ചു. பரிசுத்தமாக்கப்படுவதே தேவ சித்தம். നാം വിശുദ്ധീകരിക്കപ്പെടുന്ന ദൈവഹിതം. இனி നാലാമതായി எதற்காக வேறுபட்டு ஜீவிக்க வேண்டும்? എന്തിനായി വേർപെട്ട് ജീവിക്കണം? இங்கே பரிசுத்த சம்பத்தாகும்படி வேறுபட்டு ஜீவிக்கணும். ഒന്ന് സമ്പത്താകുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിക്കണം. எருசலேம் சீயோன் ஆகும்படி வேறுபட்டு യെരൂശലേം ആകുവാൻ വേർപെട്ട് ജീവിക്കണം. இரண்டாவது ஆசாரிய கூட்டமாகும்படி வேறுபட்டு പുരോഹിത ஜீவிக்கணும். രാജ്യത്വമാകുവാൻ വേണ്ടി വേർപെട്ട് ജീവിക്കണം. பரிசுத்த ஜனமாகும்படி வேறுபட்டு വിശുദ്ധ ஜீவிக்கணும். ജനമാകുവാൻ വേണ്ടി വേർപെട്ട് ജീവിക്കണം. இனி லேவியாகமம் 20ஆம் அதிகாரம் 26ஆம் வசனத்தின்படி ലേവ്യർ 20:26 പ്രകാരം தேவன் நம்மை வேர்பிரித்தார். ദൈവം നമ്മെ വേർതിരിച്ചു. நாம் அவருடைய சொந்த ஜனங்களாகும்படி தேவன் நம்மை നാം வேர்பிரித்தார். ദൈവത്തിന്റെ സ്വന്തം ജനമാകേണ്ടതിന് ദൈവം നമ്മെ വേർതിരിച്ചു. நாம் அவருடைய சொந்த ஜனங்களாக மாற வேண்டும். നാം അവന്റെ സ്വന്തം ജനമായി തീരണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அதனால்தான் எண்ணாகமம் 23ஆம் அதிகாரம் 9ஆம் வசனத்தை வாசிக்கும்போது, അതുകൊണ്ടാണ് സംഖ്യാപുസ്തകം 23:9 വായിക്കുമ്പോൾ ஜாதிகளுடைய கூட்டத்தில் அவர்கள் கழுவுவதில்லை. ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നതില്ല. அவருடைய எந்த விதமான ஆச்சாரத்தின்படி, അവരുടെ യാതൊരുവിധ உலக ആചാരങ്ങളും வழக்கத்தின்படி അവരുടെ പഴക്കശീലങ്ങൾ പ്രകാരം நாம் നാം ஜீவிக்கலாம். ജീവിക്കരുത്. அதனால നമ്മൾ ബർത്ത്ഡേ கொண்டாடுவதில்லை. അതുകൊണ്ടാണ് നാം ജന്മദിനം ആഘോഷിക്കാത്തത്. மற்ற எந்த விதமான ஜாதிகளை போல காரியங்கள் செய்வதில்லை. അതുകൊണ്ടാണ് മറ്റു ജാതികളെ പോലുള്ള കാര്യങ്ങൾ നാം ചെയ്യാത്തത്. ஜாதிகளுடைய கூட்டத்தில் எண்ணப்படாமல் ஜீவிக்க வேண்டும். ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ ജീവിക്കണം. ஜாதிகள் செய்வது போல நாமும் செய்யலாகாது. ജാതികൾ ചെയ്യുന്നത് പോലെ നാം ചെയ്യരുത്. அதெல்லாம் வேறுபட்டு நாம் ஜீவிக்க അതിൽ வேண்டும். നിന്നെല്ലാം വേർപെട്ട് നാം இப்படி ജീവിക്കണം. தனிமையாக வாசம் பண்ணும் ஜனமாக காணப்பட ഇതാ வேண்டும். തനിച്ച് പാർക്കുന്ന ഒരു ജനമായി നാം കാണപ്പെടണം. அவர்களை சேர்க்கும்படி இயேசு மகிமையை வெளிப்படுத்தினார். അവരെ ചേർക്കേണ്ടതിനായിട്ട് യേശു തേജസ്സിൽ വരുന്നു. வேறுபட்டு ஜீவிக்கிற பரிசுத்தவான், വേർപെട്ട് ജീവിക്കുന്ന വിശുദ്ധന്മാർ, பரிசுத்தத்தில் பூர்ணமாக்கப்பட்டவர், വിശുദ്ധിയിൽ പൂർണ്ണമാക്കപ്പെട്ടവർ, ஜெய ஜீவியத்தில் ஜீவிக்கிறவர், ജയജീവിതത്തിൽ ജീവിക്കുന്നവർ, பழுதற்றவர்கள், ഊനമില്ലാത്തവർ, அவர்கள் தான் இயேசுவினை சந்திக்கிற பரிசுத்தவான். അവരാണ് യേശുവിനെ കണ്ടുമുട്ടുന്ന വിശുദ്ധന്മാർ. அதுக்காக நாம் வேறுபட்டு ஜீவிப்போம். അതിനായി നാം വേർപെട്ട് ജീവിക്കണം. எல்லாரும் കண்களை மூடுவோம். എല്ലാവരും ഒന്ന് കണ്ണുകൾ நாம் അടച്ചാൽ எல்லாரும் எழும்பி நிற்போம். നമുക്കെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. நான் கொஞ்ச நேரம் தேவாவியில் சந்தோஷித்து നമുക്ക് അല്പസമയം ദൈവാത്മാവിൽ இந்த സന്തോഷിക്കാം. ഉപദേശത്തിன்படி ഈ ஜீவிக்கும் ഉപദേശപ്രകാരം ஒரு ജീവിക്കാം. கிருபையை ഒരു பெற்றுக்கொண்டு കൃപയെ പ്രാപിച്ചുകൊണ്ട് நாம் எல்லாரும் இந்த கூட்டத்தை முடிப்போம். നമുക്ക് ഈ യോഗത്തെ